റെക്കോർഡിംഗ് കറക്റ്റ് ആയി നോക്കണേ. ഫൈൻ, ശരി. നമ്മൾ സമയത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം സമയവും പൈസയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. പണത്തിൻ്റെ സമയവിലയാണ്. പണത്തിനെ മെഷർ ചെയ്യാനുള്ളൊരു മെഷർമെൻറ്റ് സമയമാണ്. ടൈം വാല്യൂ ഓഫ് മണി. സോ നമ്മൾ നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും ഇങ്ങനെ തന്നെയാണ്. വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഷാർപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഒന്ന് സംസാരിക്കൂ. ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കൂ. നിങ്ങളുടെ സൗണ്ട് കേൾക്കട്ടെ, അല്ലെങ്കിൽ റേഡിയോ പോലെ ആയി പോകും. പ്ലീസ് ഒന്ന് സംസാരിക്കാമോ? ഹായ് ഹായ് യെസ്, പറയൂ. ലൈക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് ലൈക്ക് എവിടെയും കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം ഉള്ളതെന്നുള്ള. അപ്പൊ പറഞ്ഞോ. അപ്പോ I was just like എനിക്ക് ഈ കോറ റീഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. അതിങ്ങനെ ഡെയിലി ഇങ്ങനെ ഓരോ ദിവസം അതിന്റെ അകത്ത് കുറെ ഡിസ്കഷൻസ് ഉണ്ടാവുമല്ലോ. കോറ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, അപ്പൊ അതിന്റെ അകത്ത് ഏതോ അജ്മല എന്ന് പറഞ്ഞിട്ടുള്ള ആരോ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിന്. പക്ഷെ വേറെ ഒരു പ്രൊമോട്ടിംഗ് പോസ്റ്റും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അവിടുത്തെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റുഡന്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആയിരിക്കും തോന്നുന്നു, ഡോക്ടറാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോ കണ്ടു. ഞാൻ ജസ്റ്റ് സ്കാമാന്ന് അറിയാനായിട്ട് ആള്, കാരണം കുറെ ബോട്ട്സ് ഉണ്ട്, കുറെ അപ്പൊ വലിയൊരു പോസ്റ്റ് നിങ്ങളെ കുറിച്ചിട്ട് കോറയില്. അപ്പൊ അതിന് അപ്ലോഡ്സ് ഒന്നുമില്ല, കാരണം ഓരോ കമന്റ്സിന് അപ്ലോഡ്സ് ഉണ്ടാവും. അപ്പൊ അപ്ലോഡ്സ് ഒന്നുമില്ല. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തപ്പോ ഗൂഗിളിൽ കയറിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. 5.0 റേറ്റിംഗ്, കുറെ കമന്റ്സ്. പിന്നെ വെബ്സൈറ്റിൽ കയറി, പക്ഷെ അത്ര കണ്ടന്റ്സ് കാണാത്തതുകൊണ്ട് ഞാൻ ഒരു മെസ്സേജ് അയച്ചു നോക്കിയതാ. എന്തായിരുന്നു താങ്കളുടെ പേര്? മുഹമ്മദ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതെന്താന്നുള്ളതൊന്ന് പറയാം കേട്ടോ. നമ്മൾ അങ്ങനെ അഡ്വർടൈസ്മെന്റിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അഡ്വർടൈസ്മെന്റിലേക്ക് പോയിട്ടില്ല. 4.5 years നമ്മൾ ഈ പ്രോഗ്രാം ഇപ്പോൾ റണ്ണിങ് ചെയ്തു വരുന്നു. ഒന്ന് മ്യൂട്ടാക്കാമോ ഷാക്കിറ? എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കോ, മ്യൂട്ടോളാക്കാമോ? മ്യൂട്ടോളാക്കോ കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ടാവൂ, മ്യൂട്ടോളാവൂ. നമുക്കൊരു 5 to 10 minutes നമുക്കൊന്ന് വരാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ നമുക്ക് അല്ലേ? 5 to 10 minutes നമുക്ക് നോക്കാലോ അല്ലേ? ഞാൻ കണ്ടന്റുകളൊക്കെ മുഹമ്മദ് ആൻഡ് എവരിബഡി, മുഹമ്മദിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നമുക്ക് കാണാട്ടോ. ഒരിക്കലും ഇത് ഒരു കോഴ്സിന്, ടു ബി ഫ്രാങ്ക്, ഓപ്പൺ ആയിട്ട് പറയാം, നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ കണ്ടന്റുകൾ എന്താണെന്നും തീം എന്താണെന്നും പറയുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അത് ഫാക്റ്റ് ആണ്. ബട്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ വേണ്ടെന്നുള്ളത് അപ് ടു യു. അതിൽ ആ കണ്ടന്റുകളും തീമും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് നോക്കൂ. ഓക്കെ, ശരി. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസാണ്. അപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഒരു 5 to 10 minutes എനിക്ക് എടുക്കാമോ? വിത്ത് യുവർ പെർമിഷൻ എടുക്കാമോ? ഓക്കെ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കേൾക്കുന്നത് ഒരുപാട് നാളായി അല്ലേ? ശരിക്കും ഞാൻ ഈ കാരിയറിൽ വന്നിട്ട് ഏകദേശം ഒരു 17 വർഷമായി. എൻ്റെ പേര് റംഷാദ് എന്നാണ്. ഞാൻ 17 വർഷമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫോറക്സിലും ഉണ്ടായിരുന്നു. ഒന്ന് മ്യൂട്ട് ആവൂ കേട്ടോ, നമ്മളെല്ലാവരും ഒന്ന് മ്യൂട്ട് ആവൂ പ്ലീസ്. ഇതൊരു ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് പ്രോഗ്രാം അല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും വരുമ്പോൾ ഒന്ന് സൗണ്ട് ഉണ്ടാക്കും. ഒന്ന് ഷാക്കിർ ഒന്ന് കൺട്രോൾ ചെയ്യുക കേട്ടോ. മ്യൂട്ടുകൾ അടിച്ചോ. യെസ്, അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ 17 വർഷമായി. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 5 year ആയി. ഞാൻ ഖത്തർ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്തു. ഫണ്ട് മാനേജിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫോറക്സ് ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിനെ ബേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ചന്ദ്രനിലും പോയി മനുഷ്യൻ, ചൊവ്വയിലും പോയി മനുഷ്യൻ, പക്ഷേ ഇപ്പോഴും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വീട് വെച്ച ഒരാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മഷിട്ട് നോക്കേണ്ട അവസ്ഥയാണ്. കിട്ടുന്നില്ല ആളെ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഇതിന്റെ ഒരു കോർ പ്രശ്നങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതിലൊരു ഫാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഫാക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 90% ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിലിയർ ആണ് എന്ന് നമ്മൾ പറയുന്നതല്ല, ഞാൻ ഈ ബോർഡ് കാണിക്കുന്നത് അതാ. നമ്മളിപ്പോൾ ഒരു സെറോദയുടെ അല്ലെങ്കിൽ നമ്മുടെ ഏത് ബ്രോക്കിംഗ് അക്കൗണ്ടിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്താൽ ആദ്യം കാണുന്ന സ്ക്രീൻ ആട്ടോ ഇത്. റിസ്ക് ഡിസ്ക്ലോഷർ ഓൺ ഡെറിവേറ്റീവ്സ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന 10-9 ലോസിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ
90% ആളുകളും 100-ൽ 90 ഫെയിലിയർ ആണ്. അപ്പൊ 100-ൽ 90 ഫെയിലിയർ ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി എക്സ്ചേഞ്ച് തന്നെ പറയുന്ന ഒരു കേസാണ്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 4 വർഷത്തോളമായി. ഇപ്പോൾ റീസെന്റ് 6 to 7 മന്ത് ആയിട്ടേ ഉള്ളൂ എക്സ്ചേഞ്ച് ഇങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇതിന്റെ ഒരു റീസൺ നമുക്ക് നോക്കാം. എന്താണ് റീസൺ എന്നുള്ളത്? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഒരുപാട് അക്കാഡമികൾ ഉണ്ടല്ലോ, ഇത് കുറേ നാളായി ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതെന്താണ് തീം എന്നുള്ളത്. ഞാൻ ഒന്ന് പറയാം, നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ റീസൺ നോക്കാം, അതിന്റെ സൊല്യൂഷനും നോക്കാം. റീസൺ എന്താണ്? 90% ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിലിയർ ആകാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. റീസൺ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഫെയിലിയർ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോളേജ് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ്. നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ ഒരു കാരണം കിടക്കുന്നത് കുറച്ച് മുന്നോട്ട് പോരണം. നമ്മുടെ മൈൻഡിൽ ഒരു 6 വയസ്സ് മുതൽ ഒരു 12 വയസ്സ് വരെയുള്ള സമയത്തേക്ക് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത് ഒരു 12 വയസ്സ് വരെ. ഐ തിങ്ക് 9 to 10 വയസ്സ് വരെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാമിംഗ് കഴിയും, ക്യാരക്ടർ ഫോർമേഷൻ കഴിയും. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ നോളജ് എടുക്കണം, സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ നോളജ് എടുക്കുക. അതിപ്പോൾ നമ്മൾ പാട്ട് പഠിക്കാനായാലും ഡാൻസ് പഠിക്കാനാണെങ്കിലും എന്ത് സ്കില്ല് പഠിക്കുമ്പോഴും നമ്മൾ നോളജ് എടുത്തിട്ടാണ് സക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ ഒരു റീപ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം, ഇതൊരു കോർ ആയിട്ടുള്ള ഒരു സംഭവമാട്ടോ ഞാൻ പറയുന്നത്. അതായത് നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് നമ്മുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം ചെയ്ത് കിടക്കുക. നമ്മൾ പ്രോഗ്രാംഡ് ആണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് നമ്മുടെ തലയിൽ ഉള്ളത് കൊണ്ട് തന്നെ പാട്ട് പഠിച്ചതും ഡാൻസ് പഠിച്ചതും ക്രിക്കറ്റ് കളിക്കാൻ പഠിച്ചതും എല്ലാതും പ്രൊഫഷണൽ ആവാൻ നമ്മൾ പോയിട്ടുള്ളത് അതാത് മേഖലകളിലെ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയിട്ട് നോളേജ് എടുക്കുക. ഡ്രൈവിങ്ങോ എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തേ. അപ്പോൾ ഇതേ പ്രോഗ്രാമിംഗ് ഉള്ള നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണം എന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒരു ചിന്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പോയി നോളേജ് എടുക്കൂ എന്നുള്ളതാ. പോയി നോളേജ് എടുക്കൂ എന്നും ഒരു ചിന്ത മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തരുള്ളൂ. 2 തരമുള്ള മൈൻഡ് ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിന്റെ ബോധം, ഇപ്പം നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത് ഒരു ബോധ മനസ്സ് വെച്ചിട്ടാ. നമുക്ക് നമ്മൾ പറയില്ലേ, ബോധ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന എവിടെയാണെന്നും നമുക്ക് സമയം എത്ര ആണെന്നും ഞാനിപ്പോൾ ബഹ്റൈനിലാണെന്നും ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണെന്നുള്ള ഒരു ബോധ മനസ്സുണ്ട്. ഇതിന്റെ അടിത്തട്ടിൽ ഒരു ഉപബോധ മനസ്സുണ്ട്, നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. ഈ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പരിപാടി 10ാമത്തെ വയസ്സ് വരെയുള്ള പരിപാടി കഴിഞ്ഞു. 10ാമത്തെ വയസ്സ് വരെ ഉള്ളൂ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള വിത്തിടുന്ന പരിപാടി. 10 വയസ്സ് കഴിഞ്ഞോടുകൂടി നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ കഴിഞ്ഞു. അതുവരെ കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ സംഗതിയുടെ പുറത്ത് മാത്രമേ ഇനി 11 വയസ്സ് വരെ തൊട്ടിട്ട് മരണം വരെ ഇനി ചിന്തകൾ ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ട കാഴ്ചകൾ മാത്രം വെച്ചിട്ടേ അത് വരുള്ളൂ. അപ്പോൾ നമ്മൾ 10 വയസ്സ് വരെ കണ്ട സംഗതി എന്താന്ന് വെച്ചാൽ, പോസിറ്റീവായിട്ട് നമ്മളെ മാഷുമാരും ടീച്ചർമാരും വീട്ടിലുള്ള എല്ലാ ആളുകളും നാട്ടുകാരും ഒക്കെ നമ്മളെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, നോളജ് എടുക്കുക, സക്സസ് ആവുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോഴും നോളേജ് എടുക്കാനാണ് ഓട്ടോമാറ്റിക്കലി ചിന്ത തരുള്ളൂ. നമുക്ക് അതിൽ ഒരു കൺട്രോളും ഇല്ല. എന്ത് ചിന്തിക്കണം എന്ന് നമുക്ക് കൺട്രോൾ ഇല്ല. നമ്മുടെ കൺട്രോളിന്റെ പുറത്താട്ടോ എന്ത് ചിന്തിക്കണം എന്നുള്ളത്. റൈറ്റ്? വന്ന ചിന്തയമേ നമുക്ക് തീരുമാനം എടുക്കാനേ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ബോധത്തിന് പറ്റുള്ളൂ. ചിന്തകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഡ്യൂട്ടിയാണ്. അത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. പ്രോഗ്രാംഡ് എന്താ? നോളേജ് ഈക്വൽ ടു സക്സസ്. ഓട്ടോ പ്രോഗ്രാമിംഗ് ആണ്. റൈറ്റ്? റോബോട്ടിനെ പോലെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക, നോളേജ് ഈക്വൽ ടു സക്സസ്. അപ്പോൾ എല്ലാ സ്കില്ലിലും അത് കറക്റ്റ് ആണ്. പക്ഷേ ഇവിടത്തെ പ്രശ്നം എന്താ വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ആ റൂള് വർക്കാവില്ല. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സക്സസ് ആകാത്തതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം. നോളേജ് ഈക്വൽ ടു സക്സസ് അല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ, നോളേജ് ഈക്വൽ ടു ഫെയിലിയർ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ആ റൂള്. അതെന്താ നോളേജ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് അല്ല എന്ന് പറയുന്നതിന്റെ കാരണം, നമ്മൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും നോളേജ് വർക്കാവില്ല എന്നുള്ളതാണ്. ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് മഴ പെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാലാവസ്ഥാ പ്രവചനം. റൈറ്റ്? ഞാനിപ്പോൾ ഒരു നല്ലൊരു കാലാവസ്ഥാ പ്രവചനത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നോളേജ് വർക്കാവാത്ത സ്ഥലം ഷെയർ മാർക്കറ്റ് മാത്രമല്ല, ഈ കാലാവസ്ഥാ പ്രവചനവും വർക്കാവില്ല. അത് നമുക്കൊന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം. ഒരു ഉദാഹരണത്തിന്, ഞാൻ കാലാവസ്ഥാ പ്രവചനത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞിട്ട് 99 തവണയും മഴ പെയ്തിട്ടുണ്ട്. 99 തവണയും മഴ പെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്
11ാമത്തെ തവണ മുതൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതാ. ഇപ്പൊ 99 തവണയും 11 മുതൽ 99 തവണയും മഴ പെയ്തിട്ടുണ്ട്. കാരണം ഞാൻ മഴ പെയ്യും എന്ന് പറയുന്ന ഒരു സൂചന എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. എൻ്റെ പഠനം വളരെ ഹയർ ആക്യുറസിയാണ് മഴ പെയ്യുമെന്ന് പറയുന്നതിന്. അതിന്റെ കാരണം എന്താ വെച്ചാല് ഞാൻ പറയാറ്, ഇപ്പോ ലഞ്ച് ടൈമിൽ രാത്രി 8 മണി പോലെ 10 മണിയുള്ള വരെയുള്ള ഡാർക്ക്നെസ് ഉണ്ടല്ലോ, അത് ലഞ്ച് ടൈമിന് വരും. അതെന്റെ ഒരു സൂചനയാണ് മഴ പെയ്യുമെന്ന് പറയുന്നതിന്. പിന്നെ നല്ല ഇടിവെട്ട് ശബ്ദം ഉണ്ടാകും, ഇടിമുഴക്കുണ്ടാകും, പിന്നെ ഇടിമിന്നൽ ഉണ്ടാകും, തണുത്ത കാറ്റുണ്ടാകും. ഇതൊക്കെ സംഭവിക്കുന്നത് ലഞ്ച് ടൈമിലാണ്. അപ്പോൾ എൻ്റെ പഠനം ഇതാണ്. അപ്പോൾ ഞാൻ പറയുന്നു ദാ മഴ പെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 99 തവണയും മഴ പെയ്തിട്ടുണ്ട്. അതെന്റെ പഠനമാണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് 11 മുതൽ 99 വരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 99 തവണയും ഞാൻ പറഞ്ഞിട്ട് മഴ പെയ്തിട്ടുണ്ട്. ദാ 100ാമത്തെ തവണ ഇന്ന് വന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇതേ സൂചന, എല്ലാ സമയത്തും ഉണ്ടായ അതേ സൂചന തന്നെ, ഒരു മാറ്റവും ഇല്ല. അതേ സൂചന തന്നെ വന്നു. ഞാൻ പറഞ്ഞു ദാ മഴ പെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ ഉള്ള, സപ്പോസ് 1 കോടി രൂപ വില വരുന്ന വീട് എൻ്റെ വാക്ക് കേട്ട് വേറൊരു ഫ്രണ്ടിനോട് ബെറ്റ് വയ്ക്കുമോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 1 കോടി രൂപയ്ക്ക് ബെറ്റുണ്ടോ, മഴ പെയ്യും, നിങ്ങൾക്ക് മഴ പെയ്താൽ നിങ്ങൾക്ക് 1 കോടി കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങളുടെ 1 കോടി പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക? എന്താണ് അതിന്റെ ആൻസർ? ഞാനത് കോമൺ സെൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെറ്റ് അടിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാ? ആ സമയത്തായിരിക്കും ഇനി മഴ പെയ്യാതിരിക്കുന്നത്. അൺസർട്ടിനിറ്റി ഉണ്ട്. ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്ത് സംഗതിക്കും അൺസർട്ടിനിറ്റി ഉണ്ട്, അനിശ്ചിതാവസ്ഥയുണ്ട്. സെയിം ടൈപ്പ് നോളേജ് തന്നെ വർക്ക് ആകില്ല. അതേപോലെ തന്നെ ഒരു സംഗതി എടുത്തോ, 99 തവണ ഞാൻ പറയുന്ന റൂള് വെച്ചിട്ട്, ഞാൻ പറയുന്ന റൂള് അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്ട്രാറ്റജി, അതാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിലെ വേർഡ്, സ്ട്രാറ്റജി. റൈറ്റ്? എൻ്റെ പഠനം, ഏത് ഷെയർ എടുക്കണം, എപ്പോ വിൽക്കണം, അത് പ്രോഫിറ്റ് ഉണ്ട്, എല്ലാ പഠനങ്ങളും പെർഫെക്റ്റ് ആണ്. റൈറ്റ്? 99 തവണയും ഡിഫറെന്റ് ഷെയറുകൾ ഞാൻ പറഞ്ഞാൽ പിന്നെ റോക്കറ്റ് പോലെ കയറിപ്പോവും. അതേ കോമ്പിനേഷൻ തന്നെ ദാ ഇന്ന് ഉച്ചയ്ക്ക് റിലയൻസിൽ വന്നു. നിങ്ങൾ എടുക്കാൻ പാടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പാടില്ല. കാരണം ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം 99 തവണ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ വർക്കാവില്ല. ഇപ്പൊ കംപ്ലീറ്റ് ഫണ്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കായില്ലെങ്കിൽ കംപ്ലീറ്റ് ഞാൻ നഷ്ടത്തിൽ പോകും. അപ്പോൾ നോളേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ പൊതുവേ പറയാറുണ്ട്, 10 തവണ നിങ്ങൾ ഒരേ ടൈപ്പ് കണ്ടന്റ് എടുത്ത് ബിരിയാണി വെക്കൂ, അതിൽ 10-ൽ 8-ലോ 9-ലോ നിങ്ങൾക്ക് സെയിം ടേസ്റ്റ് ഉള്ളൂ, ഒരെണ്ണത്തിന് സെയിം ടേസ്റ്റ് ഇല്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അതിന്റെ രക്തത്തിലുള്ളതാണ്. നോളേജും ഫ്യൂച്ചറും തമ്മിൽ സിങ്ക് ആവില്ല, ചേരുംപടി ചേരില്ല. അപ്പോൾ ചില സമയത്ത് വർക്കാവും, ചില സമയത്ത് വർക്കാവില്ല. വർക്ക് ചെയ്യുമ്പോൾ പൈസ കിട്ടും, വർക്ക് ചെയ്തില്ലെങ്കിൽ ലോസ് വരും. ഈ വർക്ക് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും, വർക്ക് ചെയ്തില്ലെങ്കിൽ ലോസ് വരും. സോ പ്രോഫിറ്റ് ലോസ് ജേണിയിലായിരിക്കും സാധാരണ 90% ആളുകളും ഉണ്ടാവുക. ഒരിക്കലും ഈ നോളേജിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെൽത്ത് എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് കണക്ട് ആവില്ല. എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ലോസ് വളരെയധികം വിഷമിച്ച് എന്നാ ഇറങ്ങി പോവാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഒരു പ്രോഫിറ്റ് കാണുന്നത്, എന്നാ പിന്നെ അടുത്തത് കൊണ്ടുവന്നിടും. ഇങ്ങനെ പ്രോഫിറ്റ് ലോസ് ഗെയിമിലായിരിക്കും നമ്മളെല്ലാവരും ഉണ്ടാവുക. എങ്ങനെയാണെങ്കിൽ നോളേജിനെ ട്രസ്റ്റ് ചെയ്താൽ. പിന്നെ നോളേജ് അല്ലാതെ എന്താ ട്രസ്റ്റ് ചെയ്യുക? സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചതും കണ്ടതൊക്കെ നോളേജ് എടുത്ത് സക്സസ് ആവാനല്ലേ എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നോളേജ് എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മഴയുടെ കേസിൽ 100ാമത്തെ തവണ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാമല്ലോ, എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങളല്ല ഞാൻ തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കൂ, 99 തവണ ഞാൻ വന്നിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് അല്ലേ. 100ാമത്തെ തവണ ഞാൻ വിചാരിക്കുകയാണ് 99 തവണയും ഞാൻ പറഞ്ഞ സാധനം വർക്കായിട്ടുണ്ട്, എന്നാൽ പിന്നെ 100ാമത്തെ ഇത് വർക്കാണ്, എൻ്റെ ഇതുവരെ ഉണ്ടാക്കിയ 5 കോടിയല്ല, 5 കോടിക്ക് വേറെ ആളോട് ബെറ്റ് വയ്ക്കാന്ന് വെച്ചാൽ അവിടെ ഒരു ഗാംബ്ലിങ് എലമെന്റ് ഉണ്ട്. റൈറ്റ് അല്ലേ? ഗാംബ്ലിങ് എലമെന്റ് ഉണ്ട്. സോ നോളേജ് എടുത്തു കഴിഞ്ഞാലും, സൂപ്പർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളായി കഴിഞ്ഞാലും, നോളേജ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഗാംബ്ലർ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം. റൈറ്റ്? നോളേജ് എടുത്താലും നമ്മൾ എന്താ പറയാന്നറിയോ? എഡ്യൂക്കേറ്റഡ് ഗാംബ്ലർ ആണ് എന്നാ പറയാ. എഡ്യൂക്കേഷൻ ഉള്ള ഗാംബ്ലർ എന്നാ പറയാ. എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഗാംബ്ലറും ഉള്ള ഗാംബ്ലറും ഗാംബ്ലിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതായിരിക്കും, നല്ല അനാലിസിസ് ആയിരിക്കും, ഫണ്ടമെന്റലും ടെക്നിക്കലും ഒക്കെ സൂപ്പർ ക്വാളിറ്റി അനലിസ്റ്റ് ആയിരിക്കും. എപ്പോഴും എൻ്റെ നോളേജിൽ, എൻ്റെ അനാലിസിസിൽ അവരുടെ സ്ട്രാറ്റജി, ഇവരുടെ സ്ട്രാറ്റജി എപ്പോഴും വർക്ക് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞ് നമ്മളൊരു സാധനത്തിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നോളേജ് ആണ്. നോളേജ് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സിങ്ക് ആവില്ല,
ചേരുമ്പടി ചേരില്ല. ഇതാണ് 90% ആളുകളും ഫെയിലിയർ ആവാനുള്ള കാരണം. നോളേജുമ പിടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഫിനാൻസിലുള്ള എത്ര ടോപ്പ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനിലേക്ക് പോകും തോറും അനാലിസിസുമ പിടിക്കുന്നത് കൂടും, ശക്തി കൂടും. അവര് ഇനി ഒരു കാര്യം കൂടി പറയാം, പ്രൊഫഷണൽസ് ആയ ഫിനാൻസ് പ്രൊഫഷണൽസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ഫെയിലിയർ കേട്ടോ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോളേജ് 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 എന്ന് പറഞ്ഞാൽ അങ്ങ് തിക്കായിട്ട് അങ്ങ് പിടിച്ചുകൊണ്ടിരിക്കും അതമേ. അപ്പോൾ 90% ആളുകൾക്കും അറിയില്ല. നല്ല നോളേജ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലോ യൂട്യൂബിലോ ബുക്സിലോ എങ്ങനെ പോയി കഴിഞ്ഞാലും ഞാൻ ഗാംബ്ലർ തന്നെയാണ് എന്ന പരിപാടി അറിയില്ല. അറിയില്ലാത്ത കാര്യം, എനിക്ക് അറിവില്ല എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ, ഡേഞ്ചർ അവസ്ഥ അത്. എനിക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിയില്ല എന്ന അറിവ് എനിക്കില്ല. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ അവസ്ഥ. എനിക്കൊരു കാര്യം അറിയില്ല എന്നൊരു അറിവുണ്ടെങ്കിൽ ടേണിംഗ് പോയിന്റ് തുടങ്ങി, നമുക്ക് അവിടെ നിന്ന് നമുക്ക് തിരുത്തൽ ആരംഭിക്കാം. ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർഷങ്ങളായിട്ട് കാലാകാലമായിട്ട് ഇങ്ങനെ നോളേജ് എടുത്തുകൊണ്ടിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റിനെ സക്സസ് ആകാൻ വേണ്ടി. നമ്മൾ അത് പൊതുവെ പറയാറെന്താന്ന് വെച്ചാൽ, കണ്ണ് കാണാത്ത ഒരാളുണ്ടല്ലോ, കണ്ണ് കാണാത്ത ഒരാളോട് നമ്മൾ മോർണിംഗ് മുതൽ വൈകിട്ട് രാത്രി 12 മണി വരെ ആംഗ്യം കാണിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുമോ? കണ്ണ് കാണില്ല, ആംഗ്യം കാണിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിലാവുമോ? അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഭാഷ ചെറുതായിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി. അതെ, ഒരു കാര്യം ഉണ്ടെന്ന് ചെറുതായിട്ട് സംസാരിച്ചാൽ കാര്യം മനസ്സിലാവും. അല്ലാതെ ആംഗ്യം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് 90% സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകളും നോളേജ് എന്ന് പറയുന്ന ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുക അന്ധനായ സ്റ്റോക്ക് മാർക്കറ്റിനോട്. ഇതാണ് പ്രോബ്ലം കിട്ടുന്നു. 90% ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിലിയർ ആവാനുള്ള കാരണം എഡ്യൂക്കേഷനിൽ പോകുന്നതുകൊണ്ടാണ്. എന്ത് എഡ്യൂക്കേഷൻ? ഏത് ഷെയർ വാങ്ങിക്കണം? ഫണ്ടമെന്റൽ അനാലിസിസ് സൈഡാ. ഏത് ഷെയർ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പനി നോക്കുന്നു, അതിന്റെ അടിത്തറ നോക്കുന്നു, റൈറ്റ്? അതിന്റെ പ്രോഫിറ്റ് ഉണ്ടോ, മാനേജ്മെന്റ് കറക്റ്റ് ആണോ, പ്രൊജക്ട് ഉണ്ടോ, അതിന്റെ എല്ലാ റേഷ്യോസും ഒക്കെ, ഇതൊക്കെ ഫണ്ടമെന്റൽ സൈഡ്. ആ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്താൽ ഏത് ഷെയർ വാങ്ങിക്കണം എന്ന് പറയുന്ന ആൻസർ കിട്ടും. അത് എപ്പോൾ വാങ്ങിക്കണം, എപ്പോൾ വിൽക്കണം എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ടെക്നിക്കൽ അനാലിസിസ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഗ്രാഫ് ചാർട്ട് അനാലിസിസ്, ആ സംഗതിയും ചെയ്യും. ഇത് രണ്ട് കാര്യങ്ങളും മാറി മാറി പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ യൂട്യൂബ് നോക്കിക്കോ, ലക്ഷക്കണക്കിന് വീഡിയോസ് കിട്ടും ഫണ്ടമെന്റലും ടെക്നിക്കലും. അറിവിന്റെ കുറവ് കൊണ്ടാണോ ആളുകൾ ഇപ്പോഴും ഫെയിലിയർ ആവുന്നത്? നെവർ എവർ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭാഷ മനസ്സിലാവുന്നില്ല. ഇതിനോട് എങ്ങനെയാ സംസാരിക്കേണ്ടത്, എങ്ങനെയാ സംവദിക്കേണ്ടത്? സ്റ്റോക്ക് മാർക്കറ്റിനോട് സംവദിക്കേണ്ട ഭാഷ നോളേജ് അല്ല. നോളേജ് അല്ല എന്ന് മനസ്സിലാക്കുന്നോ അന്ന് നമുക്ക് ടേണിംഗ് പോയിന്റ് തുടങ്ങാം. സോ പ്രോബ്ലം ഞാൻ പറയുന്നു, നോളേജ് ആണ് പ്രോബ്ലം. നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന ആ സംഗതി ഉണ്ടല്ലോ, തലേ കയറിയിരിക്കുന്ന പ്രോഗ്രാം, അതാണ് പ്രശ്നം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇഷ്യൂ അതാണ്. 90% ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിലിയർ ആവാൻ കാരണം നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. നമ്മളെപ്പോഴും ഈ MS ധോണിയുടെ ഒക്കെ ചെറിയൊരു കോട്ടുകൾ കണ്ടിട്ടില്ലേ? എന്താണ് ആളുടെ സക്സസിന്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, അയാള് കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളിൽ വറി ആവാറില്ല. വറി ആകുന്നത് വറി അബൌട്ട് കൺട്രോളബിൾസ് എന്നുള്ളതാ. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങൾക്ക് വറി ആകുക എന്ന് പറയുന്ന ഒരു സംഗതി ആള് ചെയ്യാറില്ല. അത് സക്സസ് ആവില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ നോളേജ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഏത് ഷെയർ എടുക്കണം, എപ്പോൾ വാങ്ങിക്കണം, എപ്പോൾ വെക്കണം എന്നുള്ള ഈ പഠനങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്. ഈ പഠനം നമ്മുടെ കയ്യിലില്ലാത്ത സംഗതിയാ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ സ്ട്രാറ്റജി, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന അനാലിസിസ്, നാളെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന ആളുകളിൽ കൂടുതൽ ആളുകളും ഞാൻ പറഞ്ഞ നോളേജ് വെച്ചിട്ട് ഷെയറുകൾ വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി സക്സസ്. അത് സംഭവിക്കുമോ? അത് സംഭവിക്കുമോ? എല്ലാ ആളുകളും ഞാൻ പറയുന്നത് പോലെ കൂടുതൽ കേൾക്കുമോ? അത് ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ നോളേജ് എന്ന് പറയുന്ന സംഗതി കൺട്രോളിലില്ലാത്ത കാര്യമാണ്. ഫെയിലിയറിന്റെ റീസൺ നോളേജ് ഈക്വൽ ടു സക്സസ്. നോളേജ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എങ്കിൽ പ്രോബ്ലം മനസ്സിലായി. സൊല്യൂഷൻ എന്താ? പിന്നെ എന്തുമല പിടിക്കണ്ടേ? അന്ധനായ ആളോട് എങ്ങനെയാ കാര്യങ്ങൾ നോക്കണ്ടേ? സംസാരിക്കണം. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിനോട് എങ്ങനെ സംസാരിക്കണം? സ്റ്റോക്ക് മാർക്കറ്റ് പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നടക്കാം, നടക്കാതിരിക്കാം. റിലയൻസിന്റെ ഷെയറിന്റെ പ്രൈസ് ഇറങ്ങാം എന്നുള്ള പ്രോബബിലിറ്റിയാ. അങ്ങനെ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പേർട്ട് ആവേണ്ടത് നോളേജിലല്ല. നമ്മൾ എക്സ്പേർട്ട് ആവേണ്ടത് നമ്മുടെ കയ്യിലുള്ള മണി ഉണ്ടല്ലോ, അതിനെ മാനേജ് ചെയ്യുന്ന സ്കില്ലിലാ. മണി മാനേജ്മെന്റ് സ്കില്ലാണ് സൊല്യൂഷൻ. സോ ഞാനൊരു ഇവിടെ ഒന്ന് എഴുതിയിടുന്നു കേട്ടോ, ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്യുന്നു. നമുക്ക് അവസാനം ഒരു ഗ്രിപ്പ് വേണമല്ലോ. മണി മാനേജ്മെന്റ് സ്കില്ലിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മണി മാനേജ്മെന്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിലുള്ള 1 ലക്ഷമോ 2 ലക്ഷമോ ഉണ്ടല്ലോ, അതിനെ ഭംഗിയായി മാനേജ് ചെയ്യുന്ന
പ്രോബബിലിറ്റി മാനേജ്മെന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മാസ്റ്ററി ലെവലിൽ പോകേണ്ടത്. എന്താ പ്രോബബിലിറ്റി മണി മാനേജ്മെന്റ് സ്കില്ല്? വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നോളേജിനെ നമ്മൾ അവിടെ മാറ്റി വെക്കുന്നു. നമ്മൾ 1,00,000, നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 1,00,000 രൂപയായിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരൂ, അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യൂ, എന്നിട്ട് നല്ല നോളേജ് നിങ്ങൾ പഠിച്ചു. എവിടെ നിന്നോ കിട്ടി, നല്ല അക്കാഡമി പോയി പൈസ കൊടുത്ത് പഠിച്ചു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു എന്ന് വിചാരിക്കൂ. നല്ല നോളേജ് എടുത്തു. നിങ്ങൾ പറഞ്ഞാൽ ഷെയർ മുകളിലേക്ക് തന്നെ കയറിപ്പോകും. എപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ മുകളിലേക്ക് തന്നെ പോവുക. ഇപ്പം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, 1,00,000 രൂപയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു. ആ 1,00,000 നമ്മൾ എന്ത് ചെയ്തു? എല്ലാ പൈസയും കൊണ്ട് ഒരു ഷെയറിൽ ഇട്ടില്ല. 100 ഡിഫറെന്റ് ട്രേഡുകളിലോട്ട് നമ്മളത് മാറ്റി. 100 ഡിഫറെന്റ് ട്രേഡുകൾ ചെയ്തപ്പോൾ ഈ വർക്ക് ആയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച നോളേജ് വർക്ക് ആയില്ല. ഒരു 60 ഫെയിലായിപ്പോയി. 100-ൽ 60 ഫെയിലായിപ്പോയി. 100-ൽ 60 ഫെയിലായാലും മണി മാനേജ്മെന്റ് സ്കിൽ എന്താണെന്നാണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മണി മാനേജ്മെന്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടാവുക. ആ 1,00,000 രൂപ, ഫോർ എക്സാമ്പിൾ 1,00,000 രൂപ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. നല്ല നോളേജ് എടുത്തിട്ട് ഡിഫറെന്റ് 100 ട്രേഡുകൾ ചെയ്യുക. ആ 100-ൽ 60 ഫെയിലായി പോവുക. എന്നിരുന്നാലും 100ാമത്തെ ട്രേഡ് കഴിഞ്ഞ് ബാലൻസ് ക്യാപിറ്റൽ എത്ര ഉണ്ടെന്ന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത 1,00,000 മുകളിൽ മസ്റ്റായിട്ട് നിൽക്കുന്ന മസ്റ്റായിട്ടും നിങ്ങളുടെ എൻഡിങ് ക്യാപിറ്റൽ നിൽക്കണം. നോളേജ് വർക്കായാലും ശരി, വർക്കായില്ലെങ്കിലും ശരി. അങ്ങനെ ഒരു പ്രോപ്പർ മണി മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് വരണ്ടെന്നാണ് പൊതുവേ ഉള്ളൊരു ഒപ്പീനിയൻ. കാരണം എന്താ, നമ്മൾ നോളേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഇത്രയും പഠിച്ചു, 99 ഡിഫറെന്റ് സമയത്തും സക്സസ് ആയിരുന്നു. നാളെ നമ്മുടെ കയ്യിലുള്ള ഒരു 10,00,000 രൂപ വെച്ചിട്ട് ഇതേ രീതിയിൽ നോളേജ് ഇന്ന് വന്നു, നാളെ ഇത് വർക്കാകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നാളെ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ നേരെ തിരിയും. റൈറ്റ് അല്ലേ? തിരിയില്ലേ? സ്വാഭാവികമല്ലേ? നമ്മുടെ നോളജ് ഇത് അദ്ദേഹത്തിന്റെ നോളജ് ആണെന്ന് പറഞ്ഞ് നിൽക്കുവോ? അത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യം. അതുമ്പോൾ ട്രസ്റ്റ് ചെയ്യണ്ട. ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എഡ്യൂക്കേറ്റഡ് ഗാംബ്ലർ തന്നെയാണ്. ഗാംബ്ലിങ്ങിന് നിന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും വെൽത്ത് കിട്ടില്ല. പ്രോഫിറ്റും ലോസും കിട്ടും. റൈറ്റ്? പ്രോഫിറ്റ് ലോസിൽ ജേണിയിൽ വേണമെങ്കിൽ പാർട്ടാവാം. വെൽത്തിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. വെൽത്തിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ പ്രോബബിലിറ്റിയിൽ ഫോക്കസ് ചെയ്ത് പ്രോബബിലിറ്റി മാനേജ്മെന്റിന്റെ എക്സ്പേർട്ട് ആവണം. എന്താ പ്രോബബിലിറ്റി മാനേജ്മെന്റ്? സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ നിൽക്കണം. 100 ട്രേഡ് കഴിയുമ്പോൾ ആ 100-ൽ ചിലപ്പോൾ 75 ലോസ് ആയിരിക്കും. 75 ലോസ്. വേഴ്സ്റ്റ് കേസ് സെനാരിയോ അനാലിസിസ്. എത്ര മോശം സെനാരിയോ ആണെങ്കിൽ പോലും 100ാമത്തെ ട്രേഡ് കഴിയുമ്പോൾ സ്റ്റാർട്ടിങ്ങിന്റെ മുകളിൽ ക്യാപിറ്റൽ നിൽക്കണം. ഇവിടെ വർക്ക് ആയാലും ശരി, നോളജ് വർക്ക് ആയില്ലെങ്കിലും ശരി. സോ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത്. അണ്ടർലൈൻ ദ വേർഡ് പ്ലീസ്. മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത് വെൽത്ത് ക്രിയേഷൻ നടക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ കോവിഡും പ്രശ്നമില്ല, നമുക്ക് ഒരു പ്രശ്നവും. നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാവാൻ പാടില്ല. ഭംഗിയായിട്ട് മണി മാനേജ്മെന്റ് സ്കില്ല് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? ഞാൻ ഒറ്റ കൊട്ടേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ കഷ്ടപ്പെട്ട് തോൽക്കാൻ ശ്രമിച്ചു നോക്കൂ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോപ്പർ മണി മാനേജ്മെന്റ് സ്കില്ല് വെച്ചിട്ട്. ഒരിക്കലും നിങ്ങൾക്ക് തോൽക്കാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് തോൽക്കാൻ പറ്റാത്ത ഏരിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ലാംഗ്വേജ് കറക്റ്റ് ആക്കണം, മണി മാനേജ്മെന്റ് ആക്കണം, നോളജിൽ നിന്ന് വിടണം. റൈറ്റ്? ഞണ്ട് ഉണ്ടല്ലോ, ക്രാബ് ഇറുക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂലല്ലോ. അതുപോലെ ഇരിക്കുകയാണ് നോളജും പറഞ്ഞിട്ട്. അത് അവിടെ നിന്ന് വിട്ടിട്ട് ഇപ്പുറത്ത് മണി മാനേജ്മെന്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. തോൽക്കാൻ നിങ്ങൾ ട്രൈ ചെയ്താലും നിങ്ങൾക്ക് തോൽക്കാൻ പറ്റില്ല. കാരണം പൂച്ച 4 കാലുമ വീഴുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ വന്ന് എൻഡിങ് ക്യാപിറ്റൽ നിൽക്കും. റൈറ്റ്? അവിടെ കോവിഡ് വരികയെ, എന്ത് വരികയെ, ക്രാഷ് വരിക, നെവർ മൈൻഡ്. ഈ ഒരു സിമ്പിൾ സംഗതി വെച്ചിട്ടാ ഫണ്ട് മാനേജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നോളജ് വെച്ചിട്ടല്ല. 1 CRM 2 CRM കൊണ്ടുവരുന്ന ഒരുത്തൻ ആദ്യം പ്രോഫിറ്റിനെ കുറിച്ചല്ല ചിന്തിക്കുക. പ്രൊട്ടക്ഷൻ, ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ, ആർട്ട് ഓഫ് കൺട്രോളിങ് ലോസ് എന്ന് പറയും. നിങ്ങൾ ആർട്ട് ഓഫ് കൺട്രോളിങ് ലോസ് ആണ് മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പുറത്തെ നോളജുകാർ എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് മേക്കിംഗ് സ്കില്ലാണ് സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത്. എന്ന് വെച്ച് നോളജ് വേണ്ടെന്നല്ല കേട്ടോ. എങ്ങനെ പോയാലും തോൽക്കാത്ത മണി മാനേജ്മെന്റിന്റെ കൂടെ നല്ല നോളജും കൂടെ ചേർത്ത് വെക്കൂ. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വളരെയധികം സ്ട്രെങ്ത് ഉള്ളതാകും. ഈ നോളജ് വർക്ക് ചെയ്താൽ ക്യാഷ് നന്നായിട്ട്, പ്രോഫിറ്റ് നന്നായി എൻജോയ് ചെയ്യാം. വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ക്യാപിറ്റൽ ഈസ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വേണം. അതാണ് 3M സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം ഒരു 1300ഓളം വരുന്ന അനലിസ്റ്റ് ക്വാളിറ്റി ഉള്ള ആളുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ സംഗതി എന്താ? മണി മാനേജ്മെന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്? മണി മാനേജ്മെന്റ് സ്കില്ലാണ് എന്ത്? സോൾ നമ്പർ 1. സ്റ്റോക്ക് മാർക്കറ്റിന് നമ്മളൊരു മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ബോഡീനല്ലേ. ഇപ്പോൾ ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ബോഡിയാണ് എൻ്റെ മനസ്സിൽ അയാൾ എന്ന് പറയുന്നത്. ശരിക്കും ബോഡി അല്ലല്ലോ, സോളല്ലേ. സോള് പോയി കഴിഞ്ഞാൽ എന്ത് ബോഡി? ഡെഡ് ബോഡി. സോ
സോള്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ സോൾ എന്ന് പറയുന്നത് മണി മാനേജ്മെന്റാ. നമ്മുടെ കയ്യിലുള്ള സാധന, കൺട്രോളബിളാ, നമ്മുടെ കയ്യിലുള്ള സംഗതി വെച്ചിട്ട് സക്സസ് ആകാം. സോ മണി മാനേജ്മെന്റാ ഒന്നാമത്തെ സോൾ എന്ന് പറയുന്നത്. മണി മാനേജ്മെന്റാ. സെക്കൻഡ് സോൾ എന്താ? സെക്കൻഡ് സോൾ നോക്കൂ. സെക്കൻഡ് സോൾ എന്ന് പറയുന്നത് മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. സോ വൺ ഈസ് മണി മാനേജ്മെന്റ്, സെക്കൻഡ് തിങ് ഈസ് മൈൻഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. എഗെയിൻ ഒരു ബോഡിയും, ഒരു മനുഷ്യനെ ബോഡിയും ഒരു സോളും ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു സോള് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, മണി മാനേജ്മെന്റ്. സെക്കൻഡ് സോളാണ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഗതി. മൈൻഡ് സോളാന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, മൈൻഡിലാണ് വെൽത്ത് കംപ്ലീറ്റ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ തോട്ടാണ് ഏറ്റവും പ്രധാനം. പൈസയുടെ മാർക്കറ്റ് ആണല്ലോ, പണച്ചന്തയല്ലേ. പണത്തിന്റെ ചന്തയിലേക്ക് വരുമ്പോൾ പണത്തിന്റെ ലാംഗ്വേജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൃഷിക്കാരന്റെ കേസ് പറയുവേ, ഒരു ഉദാഹരണം പറയാം, അപ്പോൾ ചിലപ്പോൾ കണക്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല കർഷകൻ എന്ന് പറയുന്നത് ആരാ? നമ്മൾ ഏറ്റവും നല്ല കർഷകൻ എന്ന് പറയുന്നത് ആരാ? കാലത്ത് മുതൽ വൈകിട്ട് വരെ കൃഷിഭൂമിയിൽ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ. പിന്നെ അത് അങ്ങനെ കഷ്ടപ്പെട്ട അയാൾ നല്ല വിളവുണ്ടാക്കുന്നു, ആ വിളവെല്ലാം ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് നല്ല പണക്കാരനായി, പണ്ട് കർഷകനായി തുടങ്ങിയ ആളാന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതല്ലേ നമ്മുടെ കർഷകന്റെ ഒരു നല്ലൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെയും ഇന്നറിൽ വേറൊരു സംഗതിയില്ലേ, അയാളിട്ട വിത്ത് ആ മണ്ണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ശരിക്ക് അവിടെ ആ വിളവുണ്ടാക്കാൻ പറ്റിയത്. ആള് കാലത്തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തത് കൊണ്ടല്ല. അവിടത്തെ സോൾ എന്താ? ആ മണ്ണും വിത്തും തമ്മിലുള്ള ഒരു സിങ്ക് കറക്റ്റ് ആയതുകൊണ്ടാ. മണ്ണ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു കർഷകനും നല്ല കർഷകനാവില്ല. നമ്മൾ കൃഷിഭവനിൽ കൊണ്ടുപോയിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്യാറില്ലേ? എൻ്റെ മണ്ണിലേക്ക് വിളയുന്ന കൂടുതൽ വിത്ത് ഏതാ? വാഴ വിത്ത് എന്ന് പറയാറില്ല. ഇപ്പൊ ഞാൻ തമാശക്ക് പറയാറുണ്ട്, സേലത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വാഴ കൃഷി നടത്തിയിട്ട് BMW വാങ്ങിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് വിത്ത് തന്നിട്ട് പറഞ്ഞു, കൊണ്ടുപോയി സക്സസ് ആവാൻ പറഞ്ഞു. ഇതെന്റെ മണ്ണിൽ കൊണ്ടുപോയിട്ട് ഇത് നിലത്തുനിന്ന് പൊന്തുന്നു പോലുമില്ല. കാരണം നമ്മുടെ നാട്ടിലെ മണ്ണ് അതിന് സൂട്ടബിൾ അല്ല. അതേപോലെ നമ്മൾ പണത്തിന്റെ ചന്തയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്. ആ മൈൻഡില് പണത്തിന്റെ ലാംഗ്വേജ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് രണ്ടാമത്തെ ഒരു സംഗതി. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചേമ്പിന്റെ ഇലയമ്മ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകും? നല്ല നോളേജ് താഴേക്ക് പുറത്തേക്ക് പോണ പോലെ ഒന്നും അതിൻ്റെ അകത്തേക്ക് പോവില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല. ചില ആളുകൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇത് നോക്കിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്ത് കാര്യത്തിനാണ് ഇത്? ഉന്തി കയറ്റാൻ പറ്റുമോ? നമുക്ക് തള്ളി കയറ്റാൻ പറ്റുമോ? നമ്മളൊരു സാധനം ബൈ ചെയ്തു, പിന്നെ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുക. എന്ത് കാര്യത്തിനാ? ഇറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. നല്ല ഡിസിഷൻ എടുക്കുക എന്നുള്ളതാ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. എന്നിലെ ഏറ്റവും നല്ല ഡിസിഷൻ ഏതാ? ദ ബെസ്റ്റ് ഡിസിഷൻ ഈസ് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല. ദ ബെസ്റ്റ് ഡിസിഷൻ ഈസ് നോട്ട് ടു ലൂസ്. നഷ്ടമാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഡിസിഷൻ മേക്കിംഗ്. എങ്ങനെയാ നഷ്ടമാകാതിരിക്കുക? എന്താ എടുക്കണ്ടേ? മണി മാനേജ്മെന്റ് സ്കിൽ. ഇതാണ് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട. ഇത് നന്നായിട്ട് ആർട്ട് ഓഫ് കൺട്രോളിങ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന സാധനമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ക്യാഷ് ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്നേ. നമ്മൾ പറയില്ലേ, സച്ചിൻ കളിക്കാൻ വന്നാലേ കാശ് ഉണ്ടാക്കാൻ വന്നാലല്ലോ, മോഹൻലാൽ അഭിനയിക്കാൻ വന്നാലേ കാശ് ഉണ്ടാക്കാൻ വന്നാലല്ലോ. സ്വാഭാവികമായിട്ട് നന്നായി അഭിനയിച്ചപ്പോഴും കളിച്ചപ്പോഴും കാശുണ്ടായി. എങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാ കാശ് ഉണ്ടാവുക? നന്നായി ആർട്ട് ഓഫ് കൺട്രോളിങ് പഠിക്കൂ, ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ വരുന്നത് കാണാം. ഒക്കെ ഓപ്പോസിറ്റാ. ഓക്കെ, അപ്പോൾ മൈൻഡ് എന്ന് പറയുന്ന കാര്യത്തിൽ എന്താ? മൈൻഡിലാണ് പണം ഇരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് അറിയോ? വീണ്ടും അഗെയിൻ നമ്മൾ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സ്ഥലത്തേക്ക് വരിക. ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങൾ. 6 വയസ്സ് ടു 12 വയസ്സിലേക്ക് വീണ്ടും വരൂ. അവിടെ പൈസനെ കുറിച്ച് കിട്ടിയിരിക്കുന്ന പിക്ചർ എന്താ? ഡെഫിനറ്റ്ലി ഒരു ക്യാൻസറാ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് 2 തോട്ടേ നമുക്ക് തന്നിട്ടുള്ളൂ പൈസനെ കുറിച്ചിട്ട്. എന്താ 2 തോട്ട്? നമ്മൾ പറയില്ലേ, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നാട്ടുകാരെ വീട്ടുകാരൊക്കെ ആയിക്കോട്ടെ, നമ്മൾ കേൾക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ പൈസയാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനമാണ്, ചോര നീരാണ്, നമ്മൾ പൈസ കഴിക്കുന്ന മരമൊന്നുമില്ല, സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പൈസ ഫിയർ ആയിരിക്കും. ഓക്കെ, ഒരു സംഭവം നമ്മൾ മേടിക്കണം, ഒരു ഷോപ്പിൽ പോയി മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 ഷോപ്പിലെങ്കിൽ ആ സാധനത്തിന്റെ വില അന്വേഷിക്കും. എന്നിട്ട് അവസാനം നമ്മളൊന്ന് ജസ്റ്റിഫൈ ചെയ്യും, എന്നെ പറ്റിക്കാൻ നോക്കുന്നവൻ, അങ്ങനെയൊക്കെ പറയാറില്ലേ? ഇത് ഫിയറാ. ഈ ഫിയർ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എടുക്കണോ കുറേ പ്രാവശ്യം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കും. റൈറ്റ്? ഇത് ഫിയർ കണ്ടന്റ് പൈസനെ കുറിച്ച് കൂടുതലുള്ളത് കൊണ്ടാ. ഇനി അതല്ല, വേറൊരു തോട്ടം എന്താ? വേറൊരു തോട്ടം എന്ന് പറഞ്ഞാല് പൈസ എറിഞ്ഞിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു വീട്ടിലോ ആ ഒരു തോട്ടുണ്ടല്ലോ, പൈസയുടെ മേലെ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന ഒരു തോട്ട്. അങ്ങനത്തെ സാധനമാണ് നമ്മുടെ തലയിൽ കയറി പിടിച്ചിരിക്കുന്നതെങ്കിലുണ്ടല്ലോ,
നമ്മളെ ഗ്രീഡായിരിക്കും പൈസമേ. ഇനി ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനും കാണിക്കും. ഇതാണ് നമ്മൾ. ഇനി നമ്മൾ ഫിയർ ഉള്ള ഒരാൾ സയന്റിസ്റ്റ് ആയാൽ പോലും, ഇനി ടോപ്പിലുള്ള ആളായാൽ പോലും അവൻ എപ്പോഴും ഫിയർ തന്നെ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ഇവിടെ അങ്ങനെയാ. ഗ്രീഡും ഫിയറും ആണ് നമുക്ക് പൈസയെ കുറിച്ച് കിട്ടിയിട്ടുള്ളൂ. ആ പൈസയുടെ ഇമോഷൻ, ഈ ഗ്രീഡിനെ കാണിക്കുന്നതിന് വേണ്ടി ഒരു ബുള്ളിനെയും സ്റ്റോക്ക് മാർക്കറ്റിൽ സിംബോളിക് ആയിട്ട് കാണിക്കുന്നില്ലേ, കാള ബുൾ, അത് ബുള്ളിനെയും ഫിയറിനെ കാണിക്കാനായിട്ട് ഒരു കരടിനെയും, അങ്ങനെ ഇമോഷൻസ് തമ്മിലുള്ള ഫൈറ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇമോഷനും പൈസയുടെ സൈക്കോളജി അല്ല എന്നുള്ളതാണ് മറ്റൊരു വണ്ടർ. നമുക്ക് ഈ രണ്ട് സാധനമേ തന്നിട്ടുള്ളൂ. കാരണം മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? രണ്ട് സാധനം തന്നാൽ ഏതെങ്കിലും ഒന്ന് അവൻ ചൂസ് ചെയ്യും. റൈറ്റ്? ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും. ഒരു സാധനത്തിന് ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മതി, വേണ്ടാന്ന് പറയില്ല, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കും. ഒരു ചോയ്സ് ആണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് പറയുന്ന കുറച്ച് ഒരു ആതന്റിക് ആയിട്ട് തന്നെ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ചോദിച്ചപ്പോൾ അന്ന് കൊക്കക്കോളയുടെ രഹസ്യം, KFCയുടെ രഹസ്യമൊക്കെ ആയിരുന്നു, ഇതൊന്നും പുറത്തു വരില്ല എന്നുള്ളതായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് ബക്ക്മിൻസ്റ്റർ ഫുള്ളർ എന്ന് പറഞ്ഞ അമേരിക്കൻ ഇക്കണോമിസ്റ്റ് പറഞ്ഞൊരു സംഗതി എന്താന്ന് വെച്ചാൽ, പണത്തിന്റെ സൈക്കോളജി ഒരിക്കലും ഇനി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് ഗ്രീഡും ഫിയറും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു, തലമുറകളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ കുട്ടികൾക്കും ഇനി കൈമാറാൻ പോകുന്നതും ഈ രണ്ട് സാധനം തന്നെയാണ്. ഈ രണ്ട് സാധനം പൈസയുടെ ലാംഗ്വേജ് അല്ല എന്നുള്ളതാണ്. ഇത് രണ്ടും നമ്മളിപ്പോൾ തീരുമാനിക്കാം, എന്നാൽ പിന്നെ ലാംഗ്വേജ് അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഗ്രീഡും ഫിയറും കാണിക്കുന്നില്ല. പൈസ എപ്പോഴും ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് കിട്ടണം തലയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പണത്തിൻ്റെ മണ്ണ് തല കറക്റ്റ് ആവുള്ളൂ, എന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഴ്സിൽ ആദ്യം പോയി ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ചെയ്യല്ല. നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് ഒന്ന് കിളക്കിയാണ് ചെയ്യുന്നത്. റോങ് ആയിട്ടുള്ള മണ്ണുള്ള ആളുകളെ മണ്ണ് കറക്റ്റ് ആക്കുക. ആ ഗ്രീഡും ഫിയറും മാറ്റിക്കളയണം. എവിടെ നിന്ന് മാറ്റണം? നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാ. അപ്പൊ എന്താ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പഠിക്കണം. റൈറ്റ്? ഇപ്പൊ സക്സസ് ആകുന്ന പല ആളുകളും ഉപബോധ മനസ്സിന്റെ ശക്തി അനുസരിച്ച് സക്സസ് ആകുന്നു എന്ന് പറയില്ലേ. അപ്പൊ ഉപബോധ മനസ്സ് എന്താ എന്ന് പഠിക്കണം. അതിന്റെ ലാംഗ്വേജ് എന്താന്ന് പഠിക്കണം. അതിൻ്റെ ഉള്ളില് കയറിയിട്ടുള്ള കറകളുണ്ടല്ലോ, അത് മാറ്റിയിട്ട് റൈറ്റ് ലാംഗ്വേജ് ഓഫ് മണി കൊണ്ടുവന്നിടണം. എന്താ റൈറ്റ് ലാംഗ്വേജ് ഓഫ് മണി? റൈറ്റ് ലാംഗ്വേജ് ഓഫ് മണി ഈസ് കോൾഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, നന്ദി എന്ന് പറയുന്ന സാധനമാണ് ലാംഗ്വേജ് ഓഫ് മണി. ഏറ്റവും നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെൽത്ത് എന്നാ കാണുക. വെൽത്ത് എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമല്ല കേട്ടോ, ശാരീരികമായ ഒരു സുഖം വേണം. നമ്മുടെ അവയവങ്ങളും കാര്യങ്ങളും, ബോഡിക്ക് ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? ശാരീരികമായ ഒരു സുഖം ഉണ്ടാവണം, മാനസികമായിട്ടുള്ള ഒരു ഹെൽത്ത് ഉണ്ടാവണം. ഓക്കെ, ഡിപ്രഷൻ അടിക്കാൻ പാടില്ല, പിന്നെ പൈസ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. മാനസികമായ ഒരു സ്വാതന്ത്ര്യം വേണം, ദെൻ സാമ്പത്തികമായ സ്വാതന്ത്ര്യം. ഈ മൂന്ന് സാധനങ്ങളുടെ കോമ്പിനേഷനാണ് വെൽത്ത് എന്ന് പറയുന്നത്. ആ വെൽത്ത് കിട്ടാനുള്ള ഇന്നത്തെ ലോകത്തിലെ ഏക കണ്ടന്റ്, നിങ്ങൾ ഏത് സൈക്കോളജിയുടെ അടുത്ത് പോയി നോക്കിക്കോളൂ, സെൽ സയന്റിസ്റ്റ് വരെ, സെൽ സയന്റിസ്റ്റ് കേട്ടോ. സെൽ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയാറില്ലേ ചില കാര്യങ്ങൾ ജാത്യാലുള്ള തൂത്താപ്പൂ എന്ന് പറയില്ലേ, അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സാധനമാണെന്ന് പറയില്ലേ? ഉണ്ട്, ഉള്ളത് തന്നെയാണ്. നമ്മള് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്നിങ്ങനെ വീഴുന്ന സമയത്ത് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ 16 തലമുറയുടെ ക്യാരക്ടർ നമ്മളിൽ ഇൻബിൽറ്റാ. ഈ ഇൻബിൽറ്റ് ആയിട്ട് ബാഡ് ഉള്ളത് ബാഡ് തന്നെ വരും. ഓക്കെ, ആ ജീനിലുള്ളതാ. ഈ ജീനിലുള്ള നമ്മുടെ ആ ക്യാരക്ടർ വരെ ചേഞ്ച് ആക്കാൻ പറ്റുന്ന തെറാപ്പിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറയുന്ന സംഗതി. ആ തെറാപ്പി നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ചേഞ്ച് ചെയ്യാൻ വേണം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഗ്രീഡും ഫിയറും അല്ല പൈസയുടെ ലാംഗ്വേജ്. അബണ്ടൻസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. താങ്ക്സ് പറയാന്ന് പറയാൻ സിമ്പിൾ ആയിട്ടുള്ള സംഗതി അല്ലേ. അപ്പൊ ഞാൻ പറയാറുണ്ട് ക്ലാസ്സിൽ, സമയം പോകുന്നു കേട്ടോ, ഞാനിപ്പോൾ നിർത്താം, കോമ്പിനേഷൻ എന്ന് പറയട്ടെ. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ പറയില്ലേ ഏറ്റവും നല്ല ഒരു ഷോപ്പിൽ നിന്ന് നമ്മളൊരു 2 പൊറോട്ടയും ഒരു ബീഫും വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ബീഫും പൊറോട്ടയും വാങ്ങിച്ചതിൽ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ബീഫ് കുറച്ച് കേടായിരുന്നു. നമ്മൾ അപ്പം എടുക്കില്ലേ മൊബൈലേ, എന്നിട്ട് പറയില്ലേ വേറെ വല്ല പണിക്ക് പോയി കാശുണ്ടായി കൂടെ, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനമാണ് എന്നല്ലേ നമ്മൾ പറയുക. നേരെ മറിച്ചൊരു സിറ്റുവേഷനോ, ഇന്നേ വരെ ഇതേപോലത്തെ ഒരു ബീഫും പൊറോട്ടയും കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളപ്പം മൊബൈൽ എടുത്ത് പറയോ ഓ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ടെന്ന് പറയാറില്ലല്ലോ. ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്സ് പറയുന്ന ക്യാരക്ടർ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അമേസിങ് ചേഞ്ച് ആണ് സംഭവിക്കാൻ പോണം. വെൽത്ത് എന്ന് പറഞ്ഞ സാധനം ഓപ്പൺ ആകും. അവിടെ ഓപ്പൺ ആകുന്നു
എന്ന് മാത്രമല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തകൾ വരുന്നത് നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? ഒരിക്കലും നമുക്കൊരു കൺട്രോൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഗ്രീഡിന്റെയും ഫിയറിന്റെയും തോട്ട് നാളെ മുതൽ വരുത്തില്ല എന്ന് തീരുമാനിച്ചിട്ട് ഒരു കാര്യമില്ല. അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ സബ് കോൺഷ്യസിൽ നിന്ന് എടുത്ത് കളയണം. അതിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, സിമ്പിൾ സംഗതിയാ, ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമ്മൾ ചെയ്യും. വളരെ സിമ്പിളാ. അങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്നറിയോ? നമ്മുടെ ബോഡിയിൽ നിന്ന് ഫിയറും പോവും, ഗ്രീഡും പോവും, മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. റൈറ്റ്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, കാരണം ഒരു 55 ദിവസം 60 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകൾ, നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും, പുതിയ ഫ്രണ്ട്സ് വരുന്നുണ്ടാവും. നമ്മുടെ പല സ്റ്റുഡൻസിന്റെയും പ്രത്യേകത, നമുക്ക് വോയിസും കാര്യങ്ങളൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത എന്താ ഗുണം? നമുക്ക് മസ്റ്റായിട്ട് അത് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഗ്രീഡും ഫിയറും പോകണം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പരിപാടി തെറ്റിപ്പോവും. അപ്പോൾ മണ്ണ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് അഗെയിൻ ഈ പറഞ്ഞ സംഗതി. സോ മൈൻഡ് എന്ന് പറയുന്ന സംഭവം, സോള് കഴിഞ്ഞു കേട്ടോ. ഈ രണ്ട് സംഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ 90% നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന എന്ത് ടൈപ്പ് അനാലിസിസും തെറ്റിയാലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. റൈറ്റ്? ഓക്കെ. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് 3 ഫീസ് ഞാൻ തിരിച്ചു വരും. കാരണം അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് പ്രൂവ് ചെയ്യണം. കാരണം നമുക്ക് അതിന് പ്രോഗ്രാം ചെയ്തൊരു എക്സലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും കഴിഞ്ഞ 15 വർഷത്തെ എല്ലാം കറക്റ്റ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രസന്റിലും മനസ്സിലാവും, ഫ്യൂച്ചറിൽ മനസ്സിലാവാൻ നമുക്കൊരു സ്ക്രീനറും ഉണ്ട്. റൈറ്റ്? സോ നമുക്ക് കഷ്ടപ്പെട്ടാൽ പോലും തോൽക്കാൻ പറ്റാത്ത ഏരിയ ആണ് സ്റ്റോക്ക് മാർക്കറ്റ്. റൈറ്റ് ലാംഗ്വേജ് ആണെങ്കിൽ, ഈ പറഞ്ഞ ലാംഗ്വേജാ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലാംഗ്വേജ്. ഇനി മൂന്നാമത്തെ സപ്പോർട്ടീവ് ആയിട്ട് ഇതിന് നല്ല ആത്മാവിനെ കിട്ടി. ഇനി ഒരു നല്ല ബോഡി ആയിക്കോട്ടെ, പ്രശ്നങ്ങളില്ലാത്തൊരു ബോഡി വേണമല്ലോ. അതാണ് മൂന്നാമത്തെ എം എന്ന് പറയുന്നത്, മെത്തേഡ്. ഓക്കെ, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം മെത്തേഡ്, പഠനം, നോളേജ്. മെത്തേഡിന് നമുക്ക് നോളേജ് എന്ന് പറയാം. ഓക്കെ, എന്താ നോളേജ്? നോളേജിനെ നമുക്കൊന്ന് 3 ആക്കി തിരിക്കാം കേട്ടോ. നോളേജിനെ നമുക്ക് 3 ആക്കി തിരിക്കാം. ഒന്നാമത്തത് വാട്ട് ടു ബൈ. വാട്ട് ടു ബൈ, എന്ത് വാങ്ങിക്കും? നോളജിനെ നമുക്ക് 3 ആക്കി തിരിക്കാം. ഏത് ഷെയർ വാങ്ങിക്കും? സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ, ഏത് ഷെയർ വാങ്ങിക്കും എന്ന് പറയുന്ന ഒരു നോളേജ്. വാട്ട് ടു ബൈ, ഇതിനെയാണ് ആളുകൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയാം. ഫണ്ടമെന്റൽ അനാലിസിസ്. ഈ സംഭവം ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആകെ ഒരു ഉത്തരം വാട്ട് ടു ബൈ ആണ്. ഏത് ഷെയർ വാങ്ങിക്കണമെന്നാണ്. അവിടെ വെച്ച് പഠനം നിർത്തും. ഓക്കെ, ഇങ്ങനെയാണ് പല ആളുകൾക്കും ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അനാലിസിസ് ചെയ്തതാണ്, ആ കമ്പനിയുടെ അടിവാരം തോണ്ടിയതാണ്, ആ കമ്പനിയുടെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പ്രോഫിറ്റിലാണ്, ബാലൻസ് ഷീറ്റ് കൊള്ളാം, പ്രൊജക്ട് ഉഷാറാണ്, പുതിയ മാനേജ്മെന്റ് ആണ്, റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് ഇപ്പോഴത്തെ CEO, ഒരുപാട് പഠിച്ചു, ഈ കമ്പനി പോയി വാങ്ങിക്കോ, കഴിഞ്ഞു, പഠനം കഴിഞ്ഞു. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വാട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഷെയർ വാങ്ങിക്കാമെന്നേ ആയിട്ടുള്ളൂ. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോൾ വാങ്ങിക്കാം, എപ്പോൾ വിൽക്കാം എന്നുള്ളത്. അതിന് ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ നല്ലൊരു മനുഷ്യൻ, 100 ആൾക്കാരും പറയാണ് ഇയാൾ നല്ല ആളാ, നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാൻ പോയതാ. ആ സമയത്താണ് ആളുടെ മൂഡ് ശരിയായിരുന്നില്ല. നല്ല മനുഷ്യനായിരുന്നു, എല്ലാവരും പറയുന്നത് നല്ല മനുഷ്യനാ, പക്ഷെ ഞാൻ ചെന്നത് റോങ് ടൈമിലാണെങ്കിൽ എൻ്റെ കാര്യം നടക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ എങ്ങനെയൊക്കെ നല്ല കമ്പനിയെ കൊണ്ടുവന്ന് വാങ്ങിക്കഴിഞ്ഞാലും അത് റോങ് ടൈമിലാണ് നിങ്ങൾ തൊടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ലോസ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. പല ആൾക്കാരും പറയുന്നത് കേൾക്കാറില്ലേ, ആ കമ്പനി പ്രോഫിറ്റിലാണ്, ആ കമ്പനിയുടെ മാനേജ്മെന്റ് നല്ലതാണ്, പ്രോജക്റ്റ് നല്ലതാണ്, ഇത് കണ്ടിട്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിയതാണ്. സ്റ്റോക്ക് എന്താ താഴേക്ക് പോകണ്ടല്ലോ, കമ്പനി നന്നായിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ട്. കൺഫ്യൂഷനായി. അതിന്റെ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏത് ഷെയർ വാങ്ങിക്കുന്നു എന്നതിലല്ല അർത്ഥം. 20 മാർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ ഇതിന്. 80 മാർക്ക് കൊടുക്കേണ്ടത് എപ്പോൾ വാങ്ങിക്കുന്നു എപ്പോൾ വിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാ. ദെൻ വാട്ട് ടു ബൈ കഴിഞ്ഞാൽ പിന്നെ വെൻ ടു ബൈ, വെൻ ടു ബൈ ആൻഡ് വെൻ ടു സെൽ. റൈറ്റ്? ഈ 2 ക്വസ്റ്റ്യനെ ചേർത്തിട്ട് നമുക്ക് പറയാം ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് കേട്ടോ. ഈ 3 ക്വസ്റ്റ്യനിലും നന്നായി പഠിച്ചു കഴിഞ്ഞാലും ഇതിനൊരു റേഷ്യോ പറയുകയാണെങ്കിൽ മണി മാനേജ്മെന്റിന് ഒരു 30%, 100 മാർക്കാണ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എങ്കിൽ മണി മാനേജ്മെന്റിൽ നിന്നും ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് 30 മാർക്കാ, മൈൻഡിൽ നിന്ന് വരുന്നത് 60 മാർക്കാ, 90 മാർക്ക് ഫിനിഷ്. ബാക്കി ഈ കാണുന്ന വലിയ അനാലിസിസിനൊക്കെ കൊടുക്കാൻ പറ്റുന്നത് 10 മാർക്കേ ഉള്ളൂ. 10 മാർക്ക്. സോളില്ലാണ്ട് ബോഡി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. സോ ഈ സോളിന് സഞ്ചരിക്കാൻ നല്ലൊരു ബോഡി വേണം. അതിന് ഏറ്റവും നല്ല രീതിയിൽ ഈ 3 ക്വസ്റ്റ്യനെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. ആ പഠിക്കുന്നതിൽ തന്നെ മിസ്റ്റേക്കാ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെച്ച് പഠനം നിർത്തും. കാരണം എന്നിട്ടാ പോയി ഷെയർ വാങ്ങിക്കുകയൊക്കെ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല, ടെക്നിക്കലിന്റെ ഉള്ളിലേക്ക് വരില്ല. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ വാങ്ങിക്കാം, എപ്പോൾ വെക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഇത് മാർക്കറ്റാ. മാർക്കറ്റിന്റെ ലാംഗ്വേജ് വർക്ക് ആവുള്ളൂ.
നമ്മൾ പറയില്ലേ നമ്മുടെ തലയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. കാരണം വെച്ചാൽ ക്വാളിറ്റി ഉള്ളത് നല്ലതായിരിക്കും, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ സംഗതിയിൽ തന്നെയാണ് നല്ല ഷെയർ പോയി എടുക്കുന്നത്. മാർക്കറ്റിൽ നല്ല ഷെയർ ആണോ വോട്ട ഷെയർ ആണോ എന്നുള്ളതല്ല, മാർക്കറ്റിന്റെ ലാംഗ്വേജേ വർക്കാവുള്ളൂ. മാർക്കറ്റിന്റെ ലാംഗ്വേജ് എന്താ? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഏത് സാധനത്തിനാണോ ഡിമാൻഡ് അതിന്റെ പ്രൈസ് അങ്ങ് കയറി പോവും. അത് നല്ലതായാലും കയറും, മോശമായാലും കയറും. ഓക്കെ ഓക്കെ. അപ്പോൾ മോശം കയറുമ്പോൾ ആളുകൾ പറയും അതെന്തോ ആൾക്കാരുടെ കളിയാണ്, വേറൊക്കെ ആൾക്കാരൊക്കെ പിടിച്ച് കയറ്റുന്നതാണ്. നോ, മാർക്കറ്റിന്റെ ലാംഗ്വേജാ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ നമുക്ക് അറിയണം, ഡിമാൻഡ് വന്നു കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല, ഡിമാൻഡ് വരുന്നതിന് മുമ്പായിട്ട് അറിയണം. ഡിമാൻഡ് വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പഠനമാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ആ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടേഴ്സ് ECG നോക്കിയിട്ട് പറയുന്ന ഒരു പരിപാടിയില്ലേ, 3 മണിക്കൂറുള്ളൂ, അമൃതയിലേക്ക് പൊക്കോളൂ, ലേക്ക് ഷോറിലേക്ക് പൊക്കോളൂ എന്ന് പറയില്ലേ. കാരണം 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇയാൾക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം വരാൻ പോകുന്നു എന്നുള്ളത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി പുറപ്പെട്ട് ഇനി വഴിയിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയണം അല്ല എനിക്ക് ഗ്യാസ് ആയിരുന്നു, ഞാൻ ഇന്നലെ കപ്പ കഴിച്ചതാണ്, അതുകൊണ്ടാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിയുമ്പോൾ ഇയാൾ തീരും. ആ ഡോക്ടർ ജ്യോതിഷം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ പരിപാടി പറഞ്ഞത്. കാരണം സംഭവിക്കാൻ പോകുന്നതിനൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, സൂചനകൾ തന്ന് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അത് ഇഗ്നോർ ചെയ്യുന്നു. ഇത് രണ്ട് സാധനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ECGയിൽ നമ്മുടെ ഹാർട്ട് ബീറ്റിനെ, എന്താ ECGയിൽ സംഭവിക്കുന്നത്? നമ്മുടെ ഹാർട്ട് ബീറ്റിനെ ഒരു മെഷീൻ ഉപയോഗിച്ച് ചിത്രമാക്കുന്നു. ആ ചിത്രത്തിനെ ഡോക്ടർ അനലൈസ് ചെയ്യുന്നു. ആ അനലൈസ് ചെയ്തിട്ട് പറയും ഷേപ്പ് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെയായി, പൊക്കോളൂ എന്ന് പറയില്ലേ. അതേപോലെ തന്നെയാണ് മാർക്കറ്റിൽ പ്രൈസാണ് ഹൃദയസ്പന്ദനം. എല്ലാ ഷെയറിന്റെയും പ്രൈസ് ആ ഹൃദയസ്പന്ദനത്തിനെ പിടിച്ച് ഒരു ചിത്രമാക്കുന്നുണ്ട്. ആ ചിത്രത്തിനെയാണ് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറയാ. ആ ചാർട്ടിനെ അനലൈസ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ഡോക്ടർക്ക് അറിയാം, നമുക്ക് ചെയ്ത് നോക്കാം 3 മണിക്കൂറോ 5 മണിക്കൂറോ വരാൻ പോകുന്ന മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇൻ കേസ് ആ വ്യക്തമായിട്ട് പറയുന്നത് ട്രസ്റ്റ് ചെയ്യരുത്. അണ്ടർലൈൻ ദ വേർഡ്, ബിക്കോസ് നോളേജ് ആണ്. ട്രസ്റ്റ് ചെയ്താൽ ഗാംബ്ലിംഗ് ആയി. നമുക്ക് ട്രസ്റ്റ് ചെയ്യണ്ട. ട്രസ്റ്റ് ചെയ്യാതെ നമ്മൾ ഇതിനെ ട്രസ്റ്റ് ചെയ്യും, മണി മാനേജ്മെന്റിനെ ട്രസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് വർക്ക് ചെയ്താൽ പ്രോഫിറ്റും, വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. നോളേജിനെ ട്രസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഈ കോമ്പിനേഷനിലേക്ക് കയറണം, 3M എന്ന് പറയുന്ന കോമ്പിനേഷനിലേക്ക് കയറണം. ശരിക്കും നമുക്ക് ലിറ്ററേറ്റ് അല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇപ്പോഴും മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മളിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാനത് എങ്ങനെയാ പറയാന്നറിയോ? നമ്മുടെ കയ്യിൽ നല്ലോണം പണമുണ്ട്, ഓക്കെ, നമുക്ക് എഴുത്തും വായന അറിയില്ല, നമ്മൾ ഒരാളെ വെച്ചേക്കുക, അയാൾ പറഞ്ഞിടത്തൊക്കെ ഒപ്പിടും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ഡേഞ്ചർ സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഇരിക്കുക? അതേപോലെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകാരന് പൈസ കൊടുക്കുന്നത്. അവരും ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ്. അവരൊരാളെ വെച്ചിട്ടുണ്ട്, അയാളെ വെച്ചിട്ട് അയാൾ ഏതൊക്കെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കും. എന്നിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കുളത്തിൽ കൊണ്ടുവന്ന് ഇടും. എന്നിട്ട് അവിടെ ഇത് ചെയ്യുന്നതിന് അവർക്ക് ഒരു എൻട്രി ചാർജ്, ഒരു എക്സിറ്റ് ചാർജ്, 1.5 കൊല്ലം കഴിയാതെ ഇനി പൈസ എടുക്കാൻ വരരുത്, എല്ലാ ചാർജും അതിൽ നിന്ന് പിടിക്കും. എന്നിട്ട് അവർ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ മാർക്കറ്റിൽ ഉയർന്നു പോയാൽ നമുക്ക് പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ല. അതാണ് മ്യൂച്വൽ ഫണ്ട് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോകുന്ന ഒരു പരസ്യമില്ലേ, അത്. ആ സാധനം നമുക്ക് തന്നെ നമ്മുടെ ഫണ്ടിന്റെ മാനേജർ ആകാം. ഈ കോമ്പിനേഷൻ അറിഞ്ഞാൽ മതി. ഈ കോമ്പിനേഷൻ അറിയാതെ ഞാൻ പറയില്ലേ, കുറച്ച് ലോക്കലായിട്ട് പറഞ്ഞാൽ ഒരുത്തനും വെൽത്തിലോട്ട് പോവില്ല. പകരം എന്ത് കിട്ടും? പ്രോഫിറ്റ് ലോസ്, പ്രോഫിറ്റ് ലോസ്. അപ്പോൾ ഗ്രിപ്പ് കിട്ടില്ല. കഴിഞ്ഞ ദിവസം പ്രോഫിറ്റ് ആയിരുന്നു, ഇപ്പൊ ലോസ് ആണ് പറയുന്നത് കേൾക്കില്ലേ. ഇത് എങ്ങനെയാ വെൽത്തിലോട്ട് പോവാ? വെൽത്തിലെത്തണമെങ്കിൽ ഈ പറഞ്ഞ തീമിനെ വെൽത്ത് ഇരട്ടിപ്പിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്ന ഒരാളുണ്ട്. അവനെ ഏൽപ്പിക്കണം പരിപാടി. അല്ല, അവനെന്താ? അവന്റെ പേരാണ് കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ്ങിനെ, ഈ തീമിനെ കൊണ്ടുവന്ന് കോമ്പൗണ്ടിങ്ങിനെ ഏൽപ്പിക്കണം. ഓക്കെ, അവന്റെ പണി എടുത്തോളും. അവന്റെ പണി എന്താ? ഇരട്ടിപ്പിക്കുന്ന സമയവും ഇരട്ടിപ്പിക്കുന്ന റേറ്റും ഒക്കെ വെച്ച് അവൻ അങ്ങ് ഇരട്ടിപ്പിച്ചോളും. ഇതിനെ നേരെ കൊണ്ടുപോയി 3M കൊണ്ടുപോയിട്ട് ആ കോമ്പൗണ്ടിങ്ങിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 1 ലക്ഷം 2 ലക്ഷം ആവുന്നതിന്റെ കറക്റ്റ് ടൈം അത് പറഞ്ഞുതരും. ഇതിലൂടെ പോവാം. ഓക്കെ, ഇതിലൂടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് വേഴ്സ്റ്റ് കേസ്, മോശം സെനാരിയോ എടുത്തിട്ട് പറയാം നമുക്ക്. മോശം സെനാരിയോ എന്താ? 100-ൽ 60 ട്രേഡ് ലോസ്. നല്ല നോളേജ് എടുത്തിട്ടും ഈ ഫണ്ടമെന്റലും ഈ ടെക്നിക്കലും ഒക്കെ സൂപ്പറായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, നമ്മൾ തൊട്ടാൽ പിന്നെ ഷെയർ മുകളിലേക്ക് മാത്രമേ പോവുള്ളൂ. നമ്മൾ അങ്ങനെ പറയും. നമ്മൾ തൊട്ടാൽ ഷെയർ മുകളിലേക്ക് മാത്രം പോകുന്ന നല്ലൊരു നോളേജ് ഉണ്ട്, അതുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പരസ്യം ചെയ്യല്ല ചെയ്യുക. അതിനെ ട്രസ്റ്റ് ചെയ്യരുതെന്നാ പറയാ. അതിനെ ട്രസ്റ്റ് ചെയ്താൽ യു ആർ എൻ എഡ്യൂക്കേറ്റഡ് ഗാംബ്ലർ. അപ്പൊ കഷ്ടപ്പാടാണ്, വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച ആളുകള് ഇപ്പോൾ നിങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളെ പോലെയാണ് എനിക്ക് തോന്നാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 അക്കാഡമിയുടെ പരസ്യം വരും. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഞങ്ങളുടെ കയ്യിൽ സ്ട്രാറ്റജി ഉണ്ട്. ഈ സ്ട്രാറ്റജി വർക്കാവില്ല. കാരണം എന്താ വെച്ചാൽ നോളേജും ഫ്യൂച്ചറും സിങ്ക് ആവില്ല. പകരം അതിനെ നിങ്ങൾ ആരെങ്കിലും
ക്വാണ്ടിറ്റി മാനേജ്മെന്റ്, മണി മാനേജ്മെന്റിനെ പിടിക്കൂ, സക്സസ് ആവൂന്ന് കേട്ടിട്ടുണ്ടോ? നെവർ എവർ. ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ ടോപ്പിക്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ കോമ്പിനേഷനിലേക്ക് വന്നാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നോളേജ് തെറ്റിയാൽ പോലും ഭംഗിയായി നമ്മൾ വേഴ്സ്റ്റ് കേസ് സെനാരിയോ അനാലിസിസ് 100-ൽ 60 പോട്ടെ, 60 പോയാലും സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ കയറി പോകുന്നത് കാണാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു സ്കൂളിൽ ഒരു കുട്ടീനെ ചേർത്തി കഴിഞ്ഞാലേ ഒന്നാമത്തെ ദിവസം അവന് ചോദിച്ചിട്ട് കിട്ടിയില്ല, ക്ലാസിന്റെ പുറത്ത്. ഇത് തന്നെയാണ് സ്ഥിതി. അപ്പൊ അവസാനം അച്ഛനെ ടീച്ചറെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, പരീക്ഷ കഴിയട്ടെ, അവന് 90% മാർക്ക് ഉണ്ടായ പോരെ. അങ്ങനെ ഉണ്ടായാൽ പോരെ. അതാണ് മണി മാനേജ്മെന്റിന്റെ തീം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാ സ്റ്റോക്കും പ്രോഫിറ്റ് ആവാൻ നോക്കണ്ട. ലോസ് ഒരു കാര്യം ഉറപ്പാണ്, ഗ്യാരണ്ടി ആയിട്ട് ഒരു കാര്യം പറയാം, സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രോഫിറ്റ് അല്ല ഗ്യാരണ്ടി, ലോസാ ഗ്യാരണ്ടി. ലോസ് ഈസ് ഇന്നെവിറ്റബിൾ. ജീവിതത്തിൽ നിന്ന് നമുക്ക് ദുഃഖം തുടച്ചു കളഞ്ഞാൽ പോവില്ല, അത് വന്നുകൊണ്ടിരിക്കും. അത് ഇപ്പം നമ്മൾ നാളെ ഒരു സൈക്കോളജി ക്ലാസ്സിൽ പോവുമോ, എനിക്ക് ജീവിതത്തിൽ വിഷമമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പോവുമോ? പോവില്ലല്ലോ, വിഷമം വന്നുകൊണ്ടേയിരിക്കും. സോ സ്റ്റോക്ക് മാർക്കറ്റിലും ലോസ് വരും. നമ്മളപ്പോൾ അവിടെ എന്താ എടുക്കേണ്ടത്? ലോസ് വന്നാലും എന്നെ അത് ബാധിക്കാൻ പാടില്ല എന്ന് പറയുന്ന പരിപാടിയിലേക്ക് മാസ്റ്റർ ആവൂ. അല്ലാതെ ലോസ് ഒഴിവാക്കാൻ നോക്കണ്ട. ഇറ്റ് ഇസ് ഇന്നെവിറ്റബിൾ. അപ്പൊ അതുകൊണ്ട് ആ സിസ്റ്റത്തിലേക്ക് വരിക, മണി മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് വരിക. മണി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല നോളേജ് എടുത്തോളൂ, ഹൈ പ്രോബബിലിറ്റി നോളേജ് എടുത്തോളൂ. ഹൈ പ്രോബബിലിറ്റി നോളേജ് എടുത്തിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്യരുത്. നമ്മൾ പറയില്ലേ, ഒരാളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ല, റൈറ്റ്? അയാൾ കൈ കഴുകാനുള്ള പെർസെൻറ്റേജ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 100%. ഒരിക്കലും 100% ഇല്ല. നെഞ്ചുവേദന എന്ന കൈ കഴുകില്ല, കിച്ചണിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടാൽ കൈ കഴുകില്ല, പിന്നെ ഫാൻ പൊട്ടി വീണാൽ കൈ കഴുകില്ല. ദർ ഈസ് എ പ്രോബബിലിറ്റി, അൺസർട്ടനിറ്റി അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുമ്മ ട്രസ്റ്റ് ചെയ്യണ്ട, റൈറ്റ്? ട്രസ്റ്റ് ചെയ്യാതെ നല്ലൊരു പ്രോപ്പർ മണി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കണക്ട് ചെയ്യൂ. ദെൻ എന്താ സംഭവിക്കുക? ഏറ്റവും അവസാനം ഓൺ ആൻ ആവറേജ് നമ്മൾ പറയില്ലേ. ഇനി ഒരു കാര്യം കൂടി പറയും, ചില ആളുകൾ ലൈവ് ട്രേഡ്, ചില ആളുകൾ പറയുന്നത് കേട്ടോ, ഇപ്പൊ നിർത്താൻ ഞാൻ, ചില ആളുകൾ പറയില്ലേ, ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കും, കുറേ ഒന്നും സംസാരിക്കുന്നുണ്ടല്ലോ, ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കടോ എന്ന് പറയാറുണ്ട്. അവിടെയും നമ്മുടെ ഉള്ളിൽ ഒരു ഗ്രീഡ് എന്ന് പറയുന്ന ഒരു സംഗതി, ആ 6-ാമത്തെ വയസ്സ് തൊട്ട് ഉള്ള ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിനൊരു ഞാൻ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കണക്ട് ആവും. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ 6 റൺസ് വേണം. ലാസ്റ്റ് ബോളാണ് ഓസ്ട്രേലിയയുടെ ബ്രെറ്റ്ലി, നല്ല ബോളറാണല്ലോ, ബ്രെറ്റ്ലി വന്ന് ബോൾ ചെയ്യുന്നു, സച്ചിനാണ് ക്രീസിൽ നിൽക്കുന്നത്. ഇന്ത്യക്ക് ജയിക്കാൻ 6 റൺസ് വേണം, ലാസ്റ്റ് ബോളാണ്, ബോൾ എറിഞ്ഞു, സച്ചിൻ അടിച്ചില്ല, ഔട്ടായി എന്ന് പറയണില്ല ഞാൻ, അടിച്ചില്ല, 6 അടിച്ചില്ല. നമ്മൾ സച്ചിൻ നല്ല ബാറ്റ്സ്മാൻ അല്ല എന്ന് പറയില്ലല്ലോ. ബിക്കോസ് സച്ചിനായത് സച്ചിന്റെ ആവറേജിൽ നിന്ന് എത്രയോ കളികൾ ആൾ ഡെക്കായിട്ടുണ്ട്. ഇപ്പോഴും സച്ചിൻ നല്ല ബാറ്റ്സ്മാൻ, ബിക്കോസ് ആവറേജ് പെർഫോമൻസ് ആ നോക്കുന്നത്, അല്ലേ? നമ്മളും അതാ നോക്കണ്ട, ലോസ് നോക്കണ്ട. ഓൺ ആൻ ആവറേജ് പെർഫോമൻസ് ആഫ്റ്റർ 100 ട്രേഡ് സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിനെ കോമ്പൗണ്ടിങ് ആയിട്ട് കണക്ട് ചെയ്യൂ. അപ്പോൾ മോശം സംഗതി നടക്കുന്നുണ്ടാവും, നിങ്ങൾ ക്യാപിറ്റൽ ഇങ്ങനെ ഡബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാതെ ഒരാളും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കിയിട്ടില്ല. പ്രോഫിറ്റും ലോസും ഉണ്ടാക്കും, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാ, ഒറ്റ ട്രേഡിൽ നിന്ന് സക്സസ് ട്രേഡ് ഇതൊക്കെയാണ് പണിയുടെ പരിപാടി എന്നാ. നമ്മൾ ഓൺ ആൻ ആവറേജ് സക്സസ് ആവും നോക്കൂ. അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്, റൈറ്റ്? സോ ഞാൻ ഈ ഒരു 3M കുറിച്ച് പറഞ്ഞ പേഴ്സണലി അറ്റ് ദ എൻഡ് ഓഫ് ദ മൊമെന്റ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ സമയം പോയാലും ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ടുണ്ട്. ഈ തീം പ്രസന്റ് ചെയ്യുന്നത് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദർ ഇസ് എ കോഴ്സ് ഹിയർ. ആ കോഴ്സിന്റെ നമ്മളൊരു ഫീസും കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാം കേട്ടോ. പല ആളുകളുടെയും ഒരു കേസാണ് എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പെൻസീവ് എന്ന് പറയുന്നത്, ഞാൻ മാർക്കറ്റ് ചെയ്യല്ല കേട്ടോ, പ്ലീസ്. ഇതൊന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നു, അതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ വെബിനാറിന്റെ സംഗതി ഇട്ടപ്പോൾ കുറെ ആളുകൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അത് പറയുകയാണ്. എക്സ്പെൻസീവ് എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വരുമാനമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ചില ആളുകൾക്ക് എക്സ്പെൻസീവ് എന്ന് പറയും, ചില ആളുകൾക്ക് എക്സ്പെൻസീവ് അല്ല. അത് ഇതിൽ ശരിക്കും എന്താ തോട്ട് വേണ്ടതെന്നറിയോ? തോട്ട് വേണ്ടതെന്താ വെച്ചാൽ, നമ്മൾ ഒരു സംഗതി പർച്ചേസ് ചെയ്യുന്നതിൽ വരുമാനം എന്തും ആയിക്കോട്ടെ, കുറവോ കൂടുതലായിക്കോട്ടെ, ആ കോഴ്സിൽ നിന്നും കിട്ടുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, അതും ഫീസും തമ്മിൽ കമ്പയർ ചെയ്യുക. അതും ഫീസും തമ്മിൽ ആ കമ്പാരിസൺ വേണ്ടത്. അതായത് അതും ഫീസും കമ്പാരിസൺ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന മൂല്യം, നമ്മളൊരു പെർട്ടിക്കുലർ 1 രൂപ ഞാൻ അടച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 10 രൂപയുടെ മൂല്യം കിട്ടി എന്ന് പറയാൻ വേണം. അതോടൊപ്പം തന്നെ എൻ്റെ ഫിനാൻഷ്യൽ ലൈഫ് ബിഫോർ ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി തരാൻ പറ്റുമോ? എങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ജോയിൻ ചെയ്തോ. ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ റിച്ച് ആയി കഴിഞ്ഞാലും ആ പൈസ പോക്കാ. നമ്മൾ ഈ കോഴ്സിന്റെ നമുക്കിവിടെ ഒരു വെൽത്ത് മാസ്റ്റർ പ്രോഗ്രാം ഉണ്ട്. അതിന്റെ കോഴ്സ് സ്ട്രക്ചർ ഞാൻ ഇതും കൂടി ഒന്ന് പറയാം. കോഴ്സ് സ്ട്രക്ചർ നമ്മൾ ഈ മണി സൈക്കോളജി ഒക്കെ പറയുന്ന ആളുകളായതുകൊണ്ട് തന്നെ
കോഴ്സ് സ്ട്രക്ചർ, ഫീസ് സ്ട്രക്ചർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണി കൺസെപ്റ്റ് ഉണ്ട്, സൈക്കോളജി കൺസെപ്റ്റ് ഉണ്ട്. വളരെ സിമ്പിളാ. അതായത് നമ്മുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. അന്യന്റെ കയ്യിലുള്ള 1 രൂപ അനർഹമായിട്ട് നമ്മുടെ കൈകളിൽ എത്തിയാൽ ഈ 1 രൂപ മതി 1 കോടിനെ നശിപ്പിക്കാൻ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മണി സൈക്കോളജി ഇല്ല, മണി കൺസെപ്റ്റ് ഇല്ല. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ആ കോഴ്സിൻ്റെ അകത്ത് നമ്മളൊരു ഫീസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു 100 ടൈംസ് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് അവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലൈഫ് മാറി. ഞാൻ തമാശയായിട്ട് നമ്മളുടെ അടുത്ത് പറയാറുള്ളത് പോലെ, കുട്ടികളെന്ന് ഞാൻ പറയാറില്ല, കാരണം പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കോഴ്സിലുണ്ട്. അപ്പോൾ പറയാറുള്ള സംഗതി വെച്ചാൽ ഈവൻ ഹൗസ് വൈഫ്സ് വരെ ഏകദേശം 250ഓളം വരുന്ന ഒരു ഹൗസ് വൈഫ്സ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പറയാറുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സ് സ്ട്രക്ചറിൻ്റെ ഫീസുമായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വയസ്സായിട്ട് ഒന്നിനും പറ്റാതെ കട്ടിൽ കിടന്നാലും നമുക്ക് മൊബൈലും വൈഫൈയും മതി. നമ്മളാ കിടന്നുകൊണ്ടിരിക്കുന്ന ആ ഫാമിലിനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഇത്. അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടണം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വർത്തും അതിൻ്റെ അകത്തില്ല. അത് തരാൻ കഴിയോ ഉണ്ടെങ്കിൽ ഏത് അക്കാഡമിയിലും ഈ കോമ്പിനേഷൻ നിങ്ങൾ പഠിച്ചോ, അല്ലെങ്കിൽ ആ പൈസ പോയതാണെന്ന് പറയും. കാരണം ഇവിടെ നമ്മുടെ ആളുകൾ മറ്റൊരു കാര്യം കൂടെ, ഞാൻ ബിഗിനറാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ബിഗിനർക്കാണ് നമ്മുടെ പ്രോഗ്രാമിൽ ഏറ്റവും സക്സസ് ചാൻസ് കൂടുതൽ. കാരണം ഫ്രഷ് ബ്രെയിനെ പഠിപ്പിക്കാനാണ് ഏറ്റവും എളുപ്പം നമ്മുടെ സിസ്റ്റം, ഈ 3M സിസ്റ്റം പഠിപ്പിക്കാൻ. മറ്റെന്താ പ്രശ്നം എന്നറിയോ? യൂട്യൂബിലുള്ള കുറേ ഫണ്ടമെന്റലും ടെക്നിക്കലും ഒക്കെ പഠിച്ചിട്ടായിരിക്കും വരിക. ആദ്യം അത് അൺലേൺ ചെയ്യിക്കലാണ് നമ്മുടെ പണി. കാരണം അത്ര ഹെവി ടാസ്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പോയിസൺ അടിച്ചിരിക്കുക. ഇതിൻ്റെ നമ്മൾ പറയുന്ന ടെക്നിക്കലും ഫണ്ടമെന്റലും യൂട്യൂബിലുള്ള പറയുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പരിപാടിയാണ്. അവിടെ ഉള്ളതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ശരിക്കും പഠിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അവിടെ സക്സസ് കാണണമല്ലോ, അങ്ങനെയും ചിന്തിക്കാമല്ലോ. അതിന്റെ ഓപ്പോസിറ്റ്. കാരണം എന്ന് വെച്ചാൽ ബുക്കിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വീഡിയോ ആക്കിയിരിക്കുകയാണ് ആളുകള്. അതൊരിക്കലും പ്രാക്ടിക്കലിൽ വർക്കിംഗ് അല്ല. സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കേണ്ടത് നേരെ ഒന്ന് റിവേഴ്സാ. എങ്ങനെയാണെന്നറിയോ? പ്രാക്ടിക്കലിൽ വർക്കാകുന്ന തിയറി പഠിക്കുക. തിയറി പഠിച്ച് പ്രാക്ടിക്കൽ അന്വേഷിച്ചാൽ കാണില്ല സാധനം. നേരെ തിരിച്ചു പഠിച്ചോളൂ. പ്രാക്ടിക്കലിൽ കാണുന്നതിന്റെ തിയറി നിങ്ങൾ നോക്കിക്കോ, അത് വർക്കിംഗ് ആണ്. ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സിൽ ഈ സംഗതികൾ പഠിപ്പിക്കുക വെച്ചിരിക്കുന്നത്. അതിനെ ഞാൻ തിയറി എന്ന് പോലും പറയില്ല. ഇപ്പൊ ഞാൻ പറയാണ്, ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് 1 കിലോമീറ്റർ മാറി റൈറ്റിലോട്ട് പോയാൽ അവിടെ റോഡിൽ ഒരു ഹമ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു തിയറി ആയിട്ട് നമ്മൾ എഴുതി വെക്കുന്നെങ്കിലും പ്രാക്ടിക്കലിൽ പോയി അവിടെ കാണാമല്ലോ. അത് അങ്ങനെ ആയിരിക്കണം നമ്മൾ ഈ ഫണ്ടമെന്റലും ടെക്നിക്കലും പഠിക്കേണ്ടത്. മൈൻഡിൽ നമ്മൾ നല്ലൊരു റീപ്രോഗ്രാമിംഗ് നടത്തും. ആ റീപ്രോഗ്രാമിംഗ് നടത്തിയ എന്താ ഗുണം എന്ന് വെച്ചാൽ, ലൈഫ് ഉണ്ടല്ലോ, ലൈഫിൽ നമ്മൾ മെന്റലി അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആവും. നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റുഡൻസ് പോകുമ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ട് മാത്രമായിട്ടല്ല പോവുക, ഒരു നല്ല ഹ്യൂമൻ ബീങ് ആവുക എന്ന് പറയില്ലേ. ആദ്യം പഠിക്കാൻ വരുമ്പോൾ ക്ലാസ് വരുമ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് നമ്മുടെ മോട്ടീവ്, എന്താ പഠിക്കാൻ വരുന്നതിൻ്റെ? അത് എനിക്കൊരു വീടുണ്ടാക്കണം, എനിക്കൊരു കുറച്ച് ഫണ്ട് വേണം എന്നതാണ്. എനിക്ക് എന്നുള്ളതാണ്. അത് നമ്മൾ മൈൻഡ് ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മളൊന്ന് തിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്തായാലും ആ സുപ്രീം പവർ എന്തിനാ നമുക്ക് വെൽത്ത് തരുന്നത്? നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനോ? ഒരിക്കലുമല്ല. നമ്മളിലൂടെ വേറെ ആൾക്കത് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ ഒരു മൈൻഡിനുള്ളവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. സോ ഇടയിൽ വെച്ച് നമ്മൾ മോട്ടീവ് ഒന്ന് മാറ്റും നമ്മുടെ കോഴ്സിന്റെ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടൊരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുകയും മെന്റലി കുറെ ചേഞ്ചസും വരും. ഓക്കെ, ആ രീതിയിലേക്കാണ്. ഞാൻ ഒരിക്കലും കോഴ്സിനെ മാർക്കറ്റ് ചെയ്തെന്ന് വിചാരിക്കേണ്ട. ഞാൻ ഈ തീമിൽ വീണ്ടും ഫോക്കസ് ചെയ്യുന്നു. 3M എന്ന് പറയുന്ന തീം ഇല്ലാതെ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പൊ പിന്നെ മറ്റുള്ളവർ ചോദിച്ചതാണ് ഫോറക്സ് ഉണ്ടോ, ഗോൾഡ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ പഠിക്കുന്നത് ഒരു ഡ്രൈവിംഗ് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഡ്രൈവിംഗ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് സ്വിഫ്റ്റ് ഓടിക്കുന്നത് പോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ചാഞ്ചാട്ടം കുറവാണ് കമ്പാരിറ്റീവ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ. ആ സ്വിഫ്റ്റ് നന്നായിട്ട് നിങ്ങളൊന്ന് ഓടിച്ചു പഠിക്കൂ. നമ്മൾ പറയില്ലേ, ഓ അവനൊക്കെ അറങ്ങോട്ട് പോകുന്നത് കണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് ആംബുലൻസ് ആയ ഫോറക്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് തന്നെയാണ് ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഫോറക്സ് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഫോറക്സ് ജോയിൻ ചെയ്യുമെന്ന് ഞാൻ പറയാറില്ല. ഞാൻ പറയുന്നത് സ്റ്റോക്കിൽ നിങ്ങൾ പഠിച്ച് പ്രോഫിറ്റ് എടുത്ത് കാണിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് ഫോറക്സ് എലിജിബിൾ ആണ്. അല്ലാത്തവനെ പിടിച്ചിട്ട് ഫോറക്സിൽ നമ്മൾ ഇടാറില്ല. അപ്പൊ ചിലർ നേരിട്ട് തന്നെ ഫോറക്സിൽ പോയി പഠിക്കും, ആംബുലൻസ് എടുക്കും, എന്നിട്ട് ഇടിച്ചെന്ന് പറയും. 28 ലക്ഷവും 40 ലക്ഷവും ഒക്കെ 2 കോടി വരെ ലോസ് ഉള്ള ആളുകളെ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 3M എന്ന് പറയുന്ന സക്സസിൽ അതിൽ ഫോക്കസ് ചെയ്യൂ. ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തു. ഐ എം റിയലി സോറി. പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അങ്ങനെ പൊക്കോളും. സോറി. ഇനി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ, അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു തീം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സക്സസ് ആകണമെങ്കിൽ
വിത്തൗട്ട് 3M നമുക്ക് ഒരു കാരണവശാലും വെൽത്തിലേക്ക് പോകാൻ പറ്റില്ല. പ്രോഫിറ്റ് ലോസിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് ഒരു വെൽത്തായി മാറില്ല. കേട്ടോ? കേൾക്കുന്നുണ്ടോ? പ്ലീസ് ഷാക്കിറ ഇവിടെ ഉണ്ടോ? യെസ്. ഒന്ന് ഓപ്പൺ ആയി കൊടുക്കൂ. സോറി ഞാൻ കുറച്ചധികം സംസാരിച്ചു പോയി. റിയലി സോറി. സാറിനോട് സംസാരിക്കേണ്ടവർക്ക് റൈസ് ഞാൻ ഒന്ന് കുറച്ച് പറയൂ. യെസ്. അപ്പോ സംസാരിക്കേണ്ട ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക കേട്ടോ. മിസ്റ്റർ മുഹമ്മദ്, നമ്മൾ ആദ്യം സംസാരിച്ചില്ലേ? മിസ്റ്റർ മുഹമ്മദ് ഉണ്ടോ അവിടെ? മുഹമ്മദ് തന്നെയല്ലേ നമ്മൾ ആദ്യം സംസാരിച്ചേ? മറ്റുള്ളവരെ യെസ്. ഹോപ്പ് യു ഗെറ്റ് മീ റൈറ്റ്. കിട്ടിയില്ലേ? തീം കിട്ടിയോ? നമ്മൾ പറഞ്ഞ തീം കിട്ടിയോ? ഓക്കെ. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കൂ കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? പ്ലീസ്. യെസ് പറയൂ. ജംഷീർ പറയൂ. ഇതിലിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ഫണ്ട് എടുത്തിട്ട് ഒരു 100 ട്രേഡ് ചെയ്തിട്ട് അത് എക്സിറ്റ് ആയിട്ടും നമ്മളെ ഫണ്ട് മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ഓക്കെ ആയിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത് മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുമ്പോഴേ നമ്മളിങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കുന്നു കൊടുക്കുന്നു അങ്ങനെ ഇങ്ങനെ പോകുന്നതല്ലേ. അപ്പൊ പിന്നെ നമ്മള് ഒരു 100 ഷെയർ എടുത്തു, അത് 100 ഷെയറും പിന്നെ നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നമുക്കത് ഇത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യും. ഞാൻ പ്രൂവ് ചെയ്ത് തരും. അതായത് നമ്മള് ശരി കേട്ടു കേട്ടോ. മണി മാനേജ്മെന്റ് ഡൗട്ട്. ഇതിന് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്തിട്ട് 100 ട്രേഡിലേക്ക് 100 ട്രേഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആയി പോകാൻ പാടുള്ളൂ. ഒന്നാമത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി അതാ, റൈറ്റ്? അത് നമ്മൾ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഇട്ടിട്ട് തോന്നുന്ന ക്വാണ്ടിറ്റി ഒന്നും അല്ല കേട്ടോ. ക്വാണ്ടിറ്റി മാനേജ്മെന്റിൽ നമ്മളൊരു ചെറിയ പ്രോഗ്രാം ചെയ്യും. അതായത് ആ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് നമ്മളൊരു ക്ലാസ്സിലെ കണ്ടന്റാ. ഞാനത് ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് റൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഓക്കെ ആക്കും. അല്ലാതെ വെറുതെ സംസാരിച്ചാൽ പോരല്ലോ. സോ മണി മാനേജ്മെന്റ് ആണ് തീം എന്നുണ്ടെങ്കിൽ നമ്മൾ 100 ട്രേഡ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റല് ജംഷി പ്ലീസ്, നമ്മൾ 100 ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ക്യാപിറ്റല് സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിലില്ലെങ്കിൽ 5 ഫീസ് ഞാൻ തിരിച്ചു തരും. ഓക്കെ? അതെന്റെ കഴിവല്ല. കാരണം എന്താ, ഞാൻ എന്തുകൊണ്ടാന്ന് പറയാം, 5 ഞാൻ 10 ഫീസ് തിരിച്ചു തരാം. എന്താ പറയണെന്ന് വെച്ചാൽ അത് ഓപ്പോസിറ്റ് ആയില്ലെങ്കിൽ കേട്ടോ, ഓപ്പോസിറ്റ് ആണെങ്കിൽ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് നമ്മുടെ കഴിവല്ല, പ്രോബബിലിറ്റി മാത്തമാറ്റിക്സിന്റെ കഴിവാ. നിങ്ങൾ എങ്ങനെ തോൽക്കാൻ ശ്രമിച്ചാലും തോൽക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ, ഇത് അനുസരിക്കാൻ പറ്റുന്നില്ല. ഇത് അനുസരിക്കാൻ പറ്റാ നല്ല പായൽ പിടിച്ച ഒരു കിണറാന്ന് വിചാരിക്കും. നമ്മൾ നല്ല പായൽ പിടിച്ച കിണറാ. ഓക്കെ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് നോക്കിയാലൊന്നും ഉള്ളിലേക്ക് എത്തൂല. കാരണം നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പായലങ്ങ് പറ്റി പിടിച്ചിരിക്കുക. അവിടെ നിന്നാണ് ഞാൻ ഒന്നും ഇങ്ങനെ തോണ്ടി മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ മണി മാനേജ്മെന്റിൽ നിങ്ങൾക്കൊന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, പ്രൂവ് ചെയ്യും. പ്രൂവ്ഡ് ആണ്. ഇതെല്ലാം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രൂവ് ചെയ്യും. എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് പ്രോഗ്രാം ചെയ്ത് എക്സൽ ഉണ്ട് നമുക്ക്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. 1200 ട്രേഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 15 വർഷത്തെ എല്ലാ ട്രേഡും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഏറ്റവും നല്ല ടെക്നിക്കൽ അനാലിസിസ് വെച്ച് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ജംഷി ഈ എത്ര ശതമാനം റിട്ടേൺ കിട്ടും എന്ന്, റൈറ്റ്? അപ്പൊ എത്ര ശതമാനം റിട്ടേൺ കിട്ടും എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഷെയർ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, നമ്മുടെ മനുഷ്യനെ പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരുന്നത്. കാരണം എങ്ങനെയാ വെച്ചാല് നമ്മളൊരു ബാല്യം, ഒരു കൗമാരം, ഒരു യൂത്ത്, ഒരു വാർദ്ധക്യം, ഈ വഴി കൂടെ അല്ലേ പോണേ. ഇതേപോലെ ഈ ഷെയറും പോകുന്നത് ഈ 4 അവസ്ഥകളിലൂടെ. നമ്മൾ ഈ 4 അവസ്ഥകളൊക്കെ ആക്കി തിരിക്കും ഷെയറിന്റെ ടെക്നിക്കൽ ജേണി കേട്ടോ. എന്നിട്ട് നമ്മൾ പറയില്ല, ഒരു 5 കിലോ പൊക്കാൻ പറഞ്ഞാൽ ഒരു 5 വയസ്സുകാരനോട് 5 കിലോ പൊക്കാൻ പറഞ്ഞാൽ അവൻ പൊക്കുവോ? പൊക്കൂല. 25 വയസ്സുകാരൻ പുഷ്പം പോലെ പൊക്കും. ചിലപ്പോൾ 99 വയസ്സുകാരനും പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് പൊക്കാനുള്ള നമ്മുടെ ശേഷി ഉണ്ടല്ലോ, അതിനടിസ്ഥാനപ്പെടുത്തിയിരിക്കില്ലേ. എല്ലാ സ്ഥലത്തും ഒരേതല്ലല്ലോ വെയിറ്റ് പൊക്കുന്നത്. അതേപോലെ തന്നെയാണ് ഷെയറും. കൗമാരത്തില് പൊക്കുന്ന വെയിറ്റ് അല്ല യൗവനത്തിൽ പൊക്കുന്നത്. യൗവനത്തിൽ 200%, 500% ഒറ്റ സ്റ്റോക്ക്, 500% ഒരു സ്റ്റോക്ക് ഒറ്റ ട്രേഡിൽ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നേ അത് കിട്ടുള്ളൂ. അത് ഏത് സ്ഥലം? അത് അതിന്റെ ഒരു വളർച്ച പ്രാപിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഗ്രോത്ത് പോകുന്ന ഒരു സ്ഥലമാണ്. അതൊരു ടെക്നിക്കൽ ജേണി ഉണ്ട്, റൈറ്റ്? നമ്മൾ പറയില്ലേ, കല്ല് നിന്നാലും ദഹിക്കുന്ന പ്രായം എന്ന് മനുഷ്യന് പറയാറില്ല. ഒരു പ്രായം ഉണ്ടല്ലോ ഒരാൾക്ക്, യൂത്ത് അല്ലെ?
ആ സ്ഥലം പോലെ ഒരു ഷെയറിനും ഉണ്ട് സ്ഥലം. ടെക്നിക്കൽ ജേണി അത് നമ്മൾ ഭംഗിയായിട്ട് പഠിക്കും. അവിടെ ജംഷിയുടെ ക്വസ്റ്റൻ അതായിരുന്നില്ല, മണി മാനേജ്മെന്റ് ആണ്. അത് 100% പ്രൂവ് ചെയ്യും കേട്ടോ ജംഷി. കാരണം വെച്ചാൽ നിങ്ങളെ കൊണ്ട് 100 ചെയ്യിപ്പിക്കുമല്ലോ, ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ അപ്പുറത്തേക്ക് അതിൽ ഞാൻ നോളേജ് കണക്ട് ചെയ്യില്ല കേട്ടോ. നോളേജ് തെറ്റിക്കോട്ടെ, ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, നോളേജ് നമ്മൾ കണക്ട് ചെയ്യില്ല. അത് പ്രോബബിലിറ്റി മാത്തമാറ്റിക്സിന്റെ ഗുണാണത്, അല്ലാതെ എന്റെ പവർ അല്ല. അത് നമുക്കൊന്ന് തിരിഞ്ഞു നിൽക്കാണ്ടാണ്. സക്സസ് അങ്ങോട്ട് വഴിയുള്ളത് ലെഫ്റ്റിലോട്ടൊന്ന് ഓടിക്കൊണ്ടിരിക്കുക നമ്മള് നോളേജ് വെച്ചിട്ട്. പ്രശ്നം എന്താ? പ്രോഗ്രാം ചെയ്തത് നോളജ് ഈക്വൽ ടു സക്സസ് എന്നാണ്. അത് തെറ്റി, അതൊന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറിയാൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക് സക്സസ് വരും. അല്ലാതെ ഫണ്ട് മാനേജേഴ്സിനൊന്നും കടലിൽ കായം കലക്കുന്നത് പോലെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ക്യാപിറ്റൽ. അല്ലാതെ അവർക്കൊന്നും മാർക്കറ്റിനൊന്നും തിരിക്കാൻ പറ്റില്ല. കടലിൽ കായം കലക്കുന്നത് പോലെയാണ് ഓരോ കമ്പനിയുടെയും ഫണ്ട്. മാർക്കറ്റാണ് വലുത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ കോവിഡ് വന്നാൽ എത്രയോ ഫണ്ട് നഷ്ടാവും നാളെ, എന്നാലും കമ്പനി ഔട്ട് ആവുന്നില്ലല്ലോ. നോർമൽ ആളുകളല്ലേ ഔട്ട് ആവുന്നത്. സോ ദേ ആർ ഡൂയിങ് വിത്ത് പ്രോപ്പർ മണി മാനേജ്മെന്റ്. ഇൻഡിവിജ്വൽസിന് ഇല്ലാത്ത പരിപാടിയാണ് അത്, റൈറ്റ്? അതിൽ ഫോക്കസ് ചെയ്ത് നോക്കൂ. 100 കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ നിൽക്കുന്നത് കാണാം. അത് തന്നെയാണ് സക്സസ്. എന്നിട്ട് അതിലേക്ക് ഏറ്റവും നല്ല നോളജിനെ ഡൈല്യൂട്ട് ചെയ്യൂ. ദെൻ ആ സക്സസിന്റെ സ്ട്രെങ്ത് കൂട്ടും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് എനിക്കിത് മനസ്സിലായാൽ ഞാൻ സക്സസ് ആവുമല്ലേ? അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും സക്സസ് ആവും. ബിക്കോസ് പ്രോപ്പർ മണി മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ സക്സസ് എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്യാപിറ്റലിന് താഴെ ഇല്ലെങ്കിൽ സക്സസ് അല്ലേ? അതിന്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ നോളജ് എടുക്കാൻ പാടുള്ളൂ. ഓൾറെഡി വി ആർ സ്റ്റാർട്ടിങ് വിത്ത് സക്സസ്. അങ്ങനെയാ പറയാ. മണി മാനേജ്മെന്റ് ആണ് ഭാഷ എങ്കിൽ, ഓക്കെ. ലാംഗ്വേജ് നോളജ് ഭാഷയാണെങ്കിൽ സംഭവിക്കില്ല. നല്ല പ്രോഫിറ്റ് കിട്ടും. 2-3 കൊല്ലം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഒന്നും പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല, റൈറ്റ്? നല്ല പ്രോഫിറ്റ് കിട്ടി, പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ടൊക്കെ കിട്ടി, നമ്മളൊന്നും അസൂയപ്പെട്ടതാ. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞ് ഇവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വീട് കടത്തിലായിരിക്കും, റൈറ്റ്? അതൊരു ടോക്കണാണ്. കാരണം നോളജ് പ്രോഫിറ്റ്, നോളജ് ലോസ് പ്രോഫിറ്റ് ഈ ജേണി കൂടെ പോകും. ഇതിലൂടെയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഫൈൻ, ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ, താങ്ക് യു സോ മച്ച്. അത് നമ്മൾ പ്രൂവ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ആ 5 സ്റ്റാർ റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഇതുകൊണ്ടാണ്, റൈറ്റ്? ഇത് നമ്മളെ ആ റേറ്റിംഗ് എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് അവരവർക്ക് തോന്നുന്ന ആ ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറയില്ലേ, നമ്മുടെ ലൈഫിൽ ഒരു വെളിപാട് എന്ന് പറയില്ലേ, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു വെളിപാടുണ്ട്. അത് നോളേജ് അല്ല. അത് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നു. ഒരു പരിധി വരെ നമ്മൾ അതിൽ സക്സസ് ആവുന്ന പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. സോ നമുക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. കറക്റ്റ് 1 hour ആയി അല്ലേ? പറഞ്ഞോ ഷാക്കിറ പ്ലീസ്. ചോദിക്കൂ. ഒരുപാട് ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട് സർ. ഓ, ചോദിക്കൂ. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ, എങ്ങനെയാണ് എന്നൊക്കെ? യെസ്. നമ്മള് കോഴ്സിന്റെ എല്ലാവർക്കും വേണ്ടി കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് നമ്മള് സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ്. അതായത് ഒരു വീടിന്റെ തറയാണല്ലോ ഏറ്റവും, ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നൊന്നും വിചാരിക്കരുത്, ഒരു കണക്ട് ആവാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമുക്ക് വീടിന്റെ തറയല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ? അതേപോലെ തന്നെ ബേസിക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബേസിക് എന്ന് പറയുമ്പോൾ ആ സോഫ്റ്റ്വെയർ മേടിച്ച് ഇതുമ്മ ടച്ച് ചെയ്താൽ വൈ ആവും അല്ലേ, ഇതുമ്മ ടച്ച് ചെയ്താൽ സെല്ലാവും, അങ്ങനെയല്ല. ഞാനൊരു ബേസിക് പറയാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഒരിക്കലും താഴെ പോവാത്തൊരു സാധനം, മുകളിലേക്ക് മാത്രമേ അത് പോവുള്ളൂ. അതൊരു ബേസിക് പോയിന്റാ. അത് അങ്ങനെയുള്ള ഒരു ബേസിക് കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് കോഴ്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകും. അതിലാണ് ഈ 3M എന്ന് പറയുന്ന മൈൻഡിനെ കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കും. മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് വേണ്ടി നിങ്ങൾ ഡിഫറെന്റ് കോഴ്സിൽ പോയില്ലേ, ആ കണ്ടന്റ് നമുക്ക് ഇവിടെ ചെയ്യണം. മൈൻഡ് റീപ്രോഗ്രാമിംഗ് മസ്റ്റാ. മൈൻഡ് റീപ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യും, മണി മാനേജ്മെന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെത്തേഡിലേക്ക് പോകും. മെത്തേഡിൽ ഫണ്ടമെന്റൽ അനാലിസിസ് എല്ലാം വെരി ബേസിക്. ഫണ്ടമെന്റൽ അനാലിസിന്റെ ടോപ്പ് ലെവലിൽ വരെ നമ്മൾ പോകും. ഇതെല്ലാം നമുക്ക് നമ്മുടെ മുന്നിലുള്ള കിച്ചണിലെ എക്സാമ്പിളും വണ്ടി ഓടിക്കുമ്പോൾ എക്സാമ്പിളും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സക്സസ് ആകാവുന്നേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് ഇതിനെ. സോ ഫണ്ടമെന്റൽ അനാലിസിസ് ബേസിക് തൊട്ട് അഡ്വാൻസ് വരെ നമ്മൾ പഠിക്കും. ടെക്നിക്കൽ അനാലിസിസ് ബേസിക് തൊട്ട് അഡ്വാൻസ് വരെ നമ്മൾ പഠിക്കും. ആ റീഡിംഗ് ഉണ്ടല്ലോ, ചാർട്ട് റീഡിംഗ് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ ഒരു പരിധി വരെ പറയാം, റൈറ്റ്? ഫ്യൂച്ചർ എങ്ങനെയാണ് നമ്മൾ ഒരു പരിധി വരെ പറയുന്നത്? ഫ്യൂച്ചർ നമുക്ക് പറയാം പരിധി വരെ. ഫ്യൂച്ചർ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ സ്കൂളിൽ നമ്മൾ മക്കളൊക്കെ ഇല്ലേ, നാളെ സ്കൂളിൽ പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചുമച്ചു തുടങ്ങും. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് പറയും? നാളെ കണക്ക് ടീച്ചറും ഇല്ല എന്നും പറയും, റൈറ്റ്? ഉച്ചവരെ സ്കൂളുള്ളൂ, പിന്നെ എന്തിനാ പോണേ? ദാറ്റ് മീൻസ് അപ്പൊ കേട്ട് നിൽക്കുന്ന അമ്മയ്ക്കും തോന്നും എന്നാ പിന്നെ പോകുന്നില്ല. ദാറ്റ് മീൻസ് അത് ഫ്യൂച്ചർ എവിടെ നിന്നാണ് ഡിസൈൻ ചെയ്തത്? ഇവിടുന്നേ ഡിസൈൻ ചെയ്തവൻ ഇന്ന് മുതലേ തുടങ്ങിയില്ലേ. അപ്പൊ എങ്ങനെയാ ഫ്യൂച്ചർ വർക്ക് ആവാൻ ചാൻസ്? ഒന്ന് പനി കാണിക്കുക ഒരു ഫാമിലി, ഓക്കെ. പ്രോബബിലിറ്റി നടക്കുന്നത് എങ്ങനെയാ? ഫ്യൂച്ചർ എങ്ങനെയാ നടക്കുക? ആ പ്രോബബിലിറ്റീനെ സ്ട്രെങ്ത് കൂട്ടിയാൽ മതി, റൈറ്റ്? ഇത് നമുക്ക് പ്രൈസിന്റെ ഉള്ളിൽ നടക്കും. എങ്ങനെയാ? അവൻ ഒന്ന് പനി അഭിനയിച്ചു, റൈറ്റ്?
അപ്പോൾ ഒരു ഫാമിലി റെഡിയായി. അടുത്ത അവൻ പറയും കണക്ക് ടീച്ചർ ഇല്ല, അമ്മ നോക്കുന്ന കണക്ക് ടീച്ചർ മേൽക്കാ, അപ്പോൾ കണക്ക് ടീച്ചർ ഇല്ല, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല, ട്യൂഷനും ഉണ്ടല്ലോ, അപ്പോൾ കണക്ക് ടീച്ചർ ഇല്ല, രണ്ടാമത്തെ സബ്ജക്റ്റ് ഓക്കെ. പിന്നെ അവൻ പറഞ്ഞു ഉച്ചവരെ ഉള്ളൂ സ്കൂൾ, മൂന്നാമത്തെ ഫാമിലിയും ഓക്കെ. ഇങ്ങനെയാണ് ഫ്യൂച്ചറിൽ നടക്കാനുള്ള ചാൻസ്. ഇതേപോലെ ഒരു പഠനം ഈ ടെക്നിക്കൽ അനാലിസിസിലുണ്ട്. ഇതേപോലെയുള്ള ഒരു പഠനം തന്നെയാണ് ഈ ECG യിലുള്ളത്, റൈറ്റ്. ആ സൂചനകൾ കൂടുതൽ എന്ന് പറയില്ലേ, ഒരാൾ ഇടിവെട്ട് കൊണ്ട് നിൽക്കുക, റൈറ്റ്, അപ്പോഴാണ് തലയിൽ നാളികേരം വീണത്, റൈറ്റ്. അപ്പോൾ ഒന്ന് രണ്ട് വേച്ച് വെച്ച് നടന്നപ്പോൾ ഒരു പാമ്പും കടിച്ചു. അങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വണ്ടിയും വന്ന് ഇടിച്ചു. പിന്നെ മരണം നടക്കുന്നു എന്നുള്ളതിൽ വലിയ സ്വാഭാവികതയൊന്നുമില്ല, അസ്വാഭാവികതയൊന്നും ഇല്ലല്ലോ. ഫ്യൂച്ചർ അങ്ങനെ നടന്നോളും. കാരണം എന്താ, പ്രോബബിലിറ്റീസ് കയറ്റിയാൽ മതി. ആ പ്രോബബിലിറ്റീസ് നമുക്ക് പ്രൈസിന്റെ പഠനത്തിലും ഉണ്ട്, റൈറ്റ്. സോ അതിൽ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് ഈ പറയുന്ന എക്സാമ്പിളുകളിലൂടെ ഭംഗിയായിട്ട് പഠിക്കാവുന്നത്. നമുക്ക് പറയാൻ പറ്റും ദാ ഈ സ്റ്റോക്ക് കയറി പോകാൻ പോവുകയാണെന്ന് ഭംഗിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് കയറിയില്ലെങ്കിലോ ഒരു ചുക്കുമില്ല, കാരണം മണി മാനേജ്മെന്റ് ഉണ്ട്, ഒരു പ്രോബ്ലം ഇല്ല, വി ആർ സേഫ്. ആ ജേണിയിലേക്ക് വരണം, ഓക്കെ. അല്ലാതെ ആ നോളജ് മാത്രം പിടിച്ചാലോ, ആ നോളജ് മാത്രം പിടിച്ചാൽ ഗാംബ്ലറായി. അവിടെയാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ്, ഹലോ, സോ ബേസിക് കോഴ്സ്, പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് കോഴ്സ്, ഇൻട്രാഡേ മാസ്റ്റർ ട്രേഡിംഗ് പ്രോഗ്രാം, പിന്നെ പോർട്ട്ഫോളിയോ ഡിസൈനിങ്, പിന്നെ 1200 ട്രേഡുകൾ പ്രാക്ടീസ്, ഒരു മെന്റർ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ്. അത് കഴിഞ്ഞ് ഈ പ്രാക്ടീസ് കഴിഞ്ഞ് ലൈഫ് ലോങ് നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകാം. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ എല്ലാ സ്റ്റുഡൻസും പഠിച്ച എല്ലാവരും സ്ക്രീനർ എന്ന് പറഞ്ഞൊരു സംഗതി പ്രൊവൈഡ് ചെയ്യും. ആ സ്ക്രീനറിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ലൈവ് വേർഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾക്ക് വേറെ സ്റ്റോക്ക് അന്വേഷിച്ച് നടക്കണ്ട. ആ സ്ക്രീനർ നമ്മൾ ഫ്രീ ആയിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, ഫീസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഒരു മണി സൈക്കോളജിയുടെ ബേസ് ചെയ്തിട്ടാണ്. അതായത് പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഈ ഫീസിന് ഐ എം വെരി സാറ്റിസ്ഫൈഡ്, വർത്താണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ അവിടെ ഒരു സ്ക്രീനർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ വാങ്ങിക്കുന്ന ഫീസ് തന്നെ ആ സ്ക്രീനറിന്റെ വാല്യൂ ആണ്, റൈറ്റ്. ബാക്കിയുള്ളതെല്ലാം വിട്ട് കഴിഞ്ഞാലും ആ സ്ക്രീനറിൽ നിങ്ങൾക്ക് ആ സ്ക്രീനറിൽ വരുന്ന സ്റ്റോക്കുകളെ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മതി. രണ്ടും, ഇൻട്രാഡേ ടൈം ആയാലും ഇൻവെസ്റ്റ്മെന്റ് ആയാലും ഇത് മാത്രം ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി. അതിലുള്ള സ്റ്റോക്കുകൾ ഇങ്ങനെ കയറി പോകുന്നത് കാണാം. അത് തന്നെയായിരിക്കും അതിന്റെ സംഗതികളാണ് നിങ്ങൾ പഠിക്കുന്നതും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് സ്റ്റോക്ക് അന്വേഷിച്ച് നടക്കാനും നമുക്ക് സമയമില്ല. അപ്പോൾ ആളുകൾ മറ്റൊരു സംഗതിയും കൂടി ഉണ്ട്, ട്രേഡിംഗ് എന്ന വാക്ക് തന്നെ വളരെ കൺഫ്യൂഷൻ ഉള്ള വാക്കാ. അപ്പോൾ എല്ലാവരും കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടുള്ള ആ സംഗതി അല്ല പഠിക്കേണ്ടത്. കാരണം നമുക്ക് ജോലിക്കാരല്ലേ, നമ്മൾ ജോലി ചെയ്യുന്നു, പല പരിപാടികളും നമ്മൾ എൻഗേജ്ഡ് ആണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന് സൂട്ടബിൾ ആയിട്ട് ഉള്ള ഒരു സിസ്റ്റം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കുക, എന്നിട്ട് അതിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ചെയ്യേണ്ടത്, ഓക്കെ. നമ്മുടെ പാഷനെയും നമ്മുടെ പ്രൊഫഷനെയും ഒരു തരത്തിലും സ്റ്റോക്ക് മാർക്കറ്റ് ബാധിക്കാൻ പാടില്ല. ഭംഗിയായിട്ട് അത് കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ഒരു സിസ്റ്റം, ഒരു ഫിനാൻഷ്യൽ സ്കില്ല് പഠിക്കുന്നതിലല്ല കേട്ടോ പ്രധാനം. കാർ ഓടിക്കാൻ പഠിക്കുന്നതാണോ പ്രധാനം? കാർ ഓടിക്കാൻ പഠിക്കുന്നതല്ല പ്രധാനം. കാർ ഓടിച്ചിട്ട് എങ്ങോട്ട് പോകണം, അതിന് വേണ്ടിയിട്ടാണ് കാർ ഓടിച്ചത്, അല്ലേ? കല്യാണത്തിന് പോകണം, മരണ വീട്ടിൽ പോകണം. സോ നമ്മൾ ഡെസ്റ്റിനേഷൻ അല്ലേ ഇമ്പോർട്ടൻ്റ്, അല്ലേ? അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്കില്ല് പഠിക്കുന്നതല്ല പ്രധാനം. നമ്മുടെ ക്യാപിറ്റൽ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് പറയുന്ന ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് പ്രധാനം. ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് പ്രധാനം. ആ ഫിനാൻഷ്യൽ പ്ലാനിങ് നേടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് സ്കില്ല് യൂസ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്, അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്. നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ, ഒരു സ്ഥലം വരെ പോകണം, അതിൻ്റെ ഇടയിൽ വഴി വീണാലും നമ്മൾ എന്തുകൊണ്ട് എഴുന്നേറ്റ് ഓടുന്നത്? അവിടെ എത്താൻ വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് തന്നെ എൻ്റെ 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എവിടെ എത്തിക്കണം എന്ന് പറയുന്ന ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് ആദ്യം വേണ്ടത്. അതിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സ്കില്ല് യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ എത്തുന്നു, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചു, പ്രോഫിറ്റ് ഉണ്ടായി, എന്നിട്ടോ അടുത്തത് ലോസ് ഉണ്ടായി, ഇങ്ങനെ കടലില് ഇങ്ങനെ ഒരു തെങ്ങ് തടി ഇങ്ങനെ ഒഴുകി നടക്കണ പോലെ ഇങ്ങനെ ഒഴുകി നടക്കും, അല്ലാതെ ഒരു ഡെസ്റ്റിനേഷൻ എത്തൂല. ഡെസ്റ്റിനേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് പഠിക്കണം. ബേസിക്കലി തന്നെ നമ്മൾ വാട്ട് ഈസ് അവർ ഫിനാൻഷ്യൽ പ്ലാൻ, നമ്മുടെ ക്യാപിറ്റൽ എപ്പോൾ നമുക്ക് ഡബിൾ ആക്കാം എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. അതിലേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ സ്കില്ല് യൂസ് ചെയ്ത് കയറ്റാം. സോ ഒരു സ്ട്രക്ചർ ഉള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഷാക്കിറ, നിങ്ങൾ ഈ ഇദ്ദേഹത്തെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. വൺസ് നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഫീസിന്റെ 10 ഇരട്ടി നിങ്ങൾക്ക് അവിടെ ബെനിഫിറ്റും കിട്ടണം. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റണം. ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രോഗ്രാം എന്നുള്ള എഫക്റ്റും കിട്ടണം. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ സാധനം കിട്ടിയത് എന്നും പറയാൻ പറ്റണം. ഈ ഇത്രയും കണ്ടന്റ് ഇല്ലെങ്കിൽ ഇത്രയും കണ്ടന്റ് ആണ് നിങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടത്. ഇത്രയും ഉണ്ടോ? ഇല്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ജോയിൻ ചെയ്തോ. എന്നിട്ട് കഴിയുമ്പോൾ തന്നില്ലല്ലോ എന്നും പറയാലോ. ഫൈൻ. സോ അദ്ദേഹത്തെ പറയൂ. ആ സ്ക്രീനർ തരുമെന്ന് പറഞ്ഞത് ആക്ച്വലി അത് ലൈഫ് ലോങ് ഉള്ളതാണോ അതോ കുറച്ച് നാളത്തേക്കേ ഉള്ളോ? ഇല്ല, ലൈഫ് ലോങ്ങാ കേട്ടോ. ഇദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്തോ കേട്ടോ. 9645389669. പിന്നെ ഈ നമ്പറും കൂടെ കണക്ട് ചെയ്തോ.
ഷാക്കിർ, ആ നമ്പർ കറക്റ്റ് അല്ലേ? 964538 സർ. യെസ് യെസ്. യെസ്. ഇദ്ദേഹത്തെ ഞാൻ കാണിക്കാം. ഇത്രയും കാര്യങ്ങൾ ഇത് സ്ക്രീനറിന്റെ കാര്യം ചോദിച്ചില്ലേ? സ്ക്രീനർ എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഇത്രയും പരിപാടി ഞാൻ കോഴ്സ് കഴിഞ്ഞ് ടെക്നിക്കൽ അനാലിസിസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് എന്താ പറയാന്നറിയോ? ഇത് എന്നെ ട്രസ്റ്റ് ചെയ്യണ്ട, ഞാൻ ഈ പറഞ്ഞത് കാര്യം ശരിയാണോ എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒന്ന് കാണട്ടെ എന്ന് പറയും. എന്നിട്ട് ആ രീതിയിൽ ഒന്ന് പ്രാക്ടീസിന് വിടും. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഈ 15 വർഷത്തെ ട്രേഡുകൾ കംപ്ലീറ്റ് എടുത്ത് നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിൻ ഒന്ന് പവറാക്കി നിർത്തും. അപ്പൊ നിങ്ങൾ വണ്ടർ ആവും. 2008 ടാറ്റ മുകളിലേക്ക് പോയ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഞാനും ഉണ്ടായിരുന്നേനെ. 2015 റിലയൻസ് കയറി ആ കയറ്റത്തിൽ അപ്പൊ ഇത് കോഴ്സ് അന്നായിരുന്നു പഠിച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നേനെ എന്ന് ബ്രെയിനെ കൊണ്ട് പറയിപ്പിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, അപ്പൊ കാണാൻ നിങ്ങൾക്ക് ഒരേ രീതിയിൽ ഇങ്ങനെ സ്റ്റോക്ക് പോകുന്നത്. നമ്മൾ ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാലേ, നിങ്ങൾ ഷർട്ടിന്റെ ഇത് മടക്കി വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ എല്ലാ ദിവസവും 3 മടക്കാണെങ്കിൽ 3 എണ്ണം തന്നെ ഇടുക. നമ്മൾ ആരെങ്കിലും തല്ല് പിടിച്ചിട്ട് ഷർട്ട് ഇട്ട് മടക്കിയാലും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റിപ്പീറ്റേഷൻ പാറ്റേൺ ഇല്ലേ, ഇതേപോലെ സ്റ്റോക്കും റിപ്പീറ്റേഷൻ പോകും. അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വണ്ടർ ആവും. ഓക്കെ, ആ വണ്ടർ നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരും നമ്മളെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ അന്ന് പ്രാക്ടീസ് ചെയ്ത പോലെ സെയിം സാധനം എവിടെ? അതിന് വേണ്ടിയിട്ടാണ് സ്ക്രീനർ. ആ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത സെയിം മൂവ്മെന്റ് നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കോഡിങ് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, മനസ്സിലായോ? അതിൽ വരുന്ന സ്റ്റോക്കുകൾ മാത്രം മതി. ആ സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലൈവ് കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ നിങ്ങൾ ഈവൻ ഡ്രൈവിംഗിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സ്ക്രീനർ നോക്കാതെ തന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഒരു മെമ്പർഷിപ്പ് ഫീയോ ഒന്നും ഇല്ല കേട്ടോ കമ്മ്യൂണിറ്റിയിൽ. ഇറ്റ്സ് ഫോർ ഫ്രീ. ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം പ്രോഡക്റ്റ് കഴിയുമ്പോൾ. സോ ഇതിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ കോഴ്സിന്റെ ഫീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വേഗമായിട്ടൊന്ന് പറഞ്ഞ പോകാമോ? നമ്മൾ ഇത്രയും ഇത്രയും വരുന്ന ഒരു പ്രോഗ്രാമിന് നമ്മൾ 30,000 റുപ്പീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 1 lakh റുപ്പീസിന്റെ 3 lakh റുപ്പീസിന്റെ ബെനിഫിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതിന്റെ അകത്ത് ഒരു ബേസിക് കോഴ്സ് ഉണ്ടാവും, ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് കോഴ്സ്, ഇൻട്രാഡേ മാസ്റ്റർ ട്രേഡിംഗ് പ്രോഗ്രാം, പോർട്ട്ഫോളിയോ ഡിസൈനിങ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, 1200 ട്രേഡുകളുടെ പ്രാക്ടീസ് വിത്ത് മെന്റർ, ലൈവ് കമ്മ്യൂണിറ്റി, സ്ക്രീനർ. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് നമ്മൾ തിരിച്ചിങ്ങോട്ട് തരണം. റൈറ്റ്, ആ രീതിയിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു പൂർണ്ണമായ ചക്രം ഉണ്ടല്ലോ, ഒരു ഓണം ടു അടുത്ത ഓണം എന്ന് പറയുന്ന പോലെ ഒരു പൂർണ്ണമായ ചക്രം ഫിനിഷ് ആവുമ്പോഴാണ് നമുക്ക് നിങ്ങളെ ഒരു അനലിസ്റ്റ് എന്ന് പറയാൻ പറ്റുക. ആ ഒരു സംഗതിയിൽ നിങ്ങൾ അതിനെന്താ ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിന്റെ ക്വാളിഫിക്കേഷൻ മതി. കാരണം കോമൺ സെൻസ് മതി, ബുദ്ധിയുടെ ആവശ്യമില്ല. ഏതാണ്? യെസ്, ഗുഡ് ക്വസ്റ്റ്യൻ. ടൈം പീരീഡ് നമ്മുടെ ഇത്രയും വരുന്ന പ്രോഗ്രാം നമുക്കൊരു 3 month കൊണ്ട് നമുക്ക് നേരിട്ടിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. നിങ്ങളെ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് എല്ലാ സ്റ്റോക്കിന്റെയും ക്ലാസ്സിൽ ഇരുത്തിക്കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ടെക്നിക്കലി ചാർട്ടൊക്കെ റീഡ് ചെയ്യിപ്പിച്ച് ട്രെൻഡ് പറയിപ്പിക്കും ക്ലാസ്സിൽ തന്നെ. ഒരു 3 month ടൈം നമുക്ക് വേണം. അത് കഴിഞ്ഞ് ഒരു 1 month നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ എടുക്കും. ടോട്ടലി ഒരു 4 month കൊണ്ട് നിങ്ങളൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടൈമിംഗ് എങ്ങനെയായിരിക്കും? കാര്യം ഇന്ത്യൻ ടൈം നമ്മൾ അടുത്ത ബാച്ച് ഇതാ വരുന്നു April 29 നിങ്ങൾ ചോദിക്കും. April 29 നമ്മുടെ അടുത്ത ക്ലാസ്സുകൾ വരുന്നത്. April 29 നമ്മൾ ഇന്ത്യൻ ടൈം 9 മണി, ഇന്ത്യൻ ടൈം 9 to 10 മണി വരെ നമ്മൾ ക്ലാസ് നടത്തും. ഏതായിരുന്നു? നൈറ്റ് ബാച്ച് നടത്തും. നൈറ്റ് ബാച്ച് നടത്തുന്നു. April 29 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വീക്കിലി ഷെഡ്യൂൾ തരും കേട്ടോ. വീക്കിലി 3-4 ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാ സൺഡേയും നമ്മൾ ഗ്രൂപ്പിൽ ഇനി അടുത്ത വീക്കിലെ ക്ലാസ്സുകൾ എന്താണെന്നുള്ള ഇടും. ഇൻ കേസ് നിങ്ങൾ ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മനുഷ്യന്റെ കാര്യമാണല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിച്ച് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മെന്ററുടെ അടുത്ത് അവർ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ്സിന്റെ ഇതേപോലെ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. അത് കഴിഞ്ഞ് നേരിട്ട് നിങ്ങൾക്ക് എന്നോട് കണക്ട് ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോവാം. അല്ലേ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അതിൻ്റെ അകത്ത്? ആരാണ് ക്ലാസ് എടുക്കുന്നത്? ഒരാൾ തന്നെ ആയിരിക്കുമോ? ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു ബിസിനസ് പ്രോഗ്രാം കാണുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ കുറച്ച് കുട്ടികളെ നമുക്ക് ട്രെയിൻ ചെയ്ത് ക്ലാസ് എടുക്കാൻ കയറ്റി കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് പരിപാടിയാവും. കാരണം നമുക്ക് മൾട്ടിപ്പിൾ ബാച്ച് ഇട്ട് ഓപ്പൺ ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ ക്വാളിറ്റിയിൽ വളരെയധികം ഫോക്കസ്, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ 5 star റേറ്റിംഗ് എന്ന് പറയുന്നത്, അതിൽ ഞാൻ മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ. ഈവൻ എനിക്കൊരു പനി വന്നാൽ പോലും ഞാൻ വേറൊരാൾ ഇടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലീറ്റ് പ്രോഗ്രാം ഇത് ഞാൻ ഡിസൈൻ ചെയ്ത പ്രോഗ്രാമാണ്. ഇതിലെ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസ് എല്ലാം മൈ ഓൺ റിസർച്ച് ആണ്. ഇതിൽ ബുക്കിൽ നോക്കിയാൽ കാണില്ല അത്. അപ്പൊ അത് ഞാൻ പ്രൂവ് ചെയ്യുകയും ചെയ്യും. 30,000. ഓക്കെ, അത് നിങ്ങൾക്ക് 2 ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് അടയ്ക്കും. ഒരു ഇൻസ്റ്റാൾമെന്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഓക്കെ, എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും വണ്ടർ ആക്കുന്ന കുറെ കണ്ടന്റുകൾ നമ്മുടെ ഉണ്ട് കേട്ടോ. അതിലെ ടെക്നിക്കൽ അനാലിസിസ് ഞാൻ അതിലേക്ക് പോകാത്തതാണ്. ഇതിലെ ടെക്നിക്കൽ അനാലിസിസ് ഒരു സ്റ്റോക്ക് 2%, 3% പോകുന്ന പോക്കൊന്നുമല്ല നമുക്ക് കാണേണ്ടത്. നിങ്ങൾ ചിലത് ന്യൂസുകൾ കാണാറില്ലേ,
നിക്ഷേപകർക്ക് മൾട്ടിപ്പിൾ ആയിട്ട് വെൽത്ത് ഉണ്ടാക്കി കൊടുത്ത സ്റ്റോക്ക്, അതിനൊരു ടെക്നിക്കൽ ജേണി ഉണ്ട്. ആ ടെക്നിക്കൽ ജേണി ഒക്കെ നമ്മൾ ഭംഗിയായി റിസർച്ച് ചെയ്തൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യും. യു വിൽ വണ്ടർ ദർ. അവിടെ ഒരു വണ്ടർ ഉണ്ടാവും. അതായത് 100% സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാൻ പറ്റും. അവിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാത്രമല്ല കേട്ടോ, സ്റ്റോക്ക് എന്നാ ഞാൻ പറയുന്നത്, ഗ്ലോബലാണ് ഞാൻ പറയുന്നത്, ഗ്ലോബൽ. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചത് USA സ്റ്റോക്ക് മാർക്കറ്റാ, വർക്ക് ചെയ്ത് ഖത്തർ മാർക്കറ്റാ, പഠിപ്പിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റാ. കാരണം എന്താ, എല്ലാ മനുഷ്യന്മാരും ഒരേ രീതിയിലൂടെ അല്ലേ ബാല്യം കൗമാരം യൂത്ത് വാർദ്ധക്യം എന്ന് പറഞ്ഞ് പോകുന്നേ. എല്ലായിടത്തും സെയിം ലാംഗ്വേജാ. സമയം വൺ ടൈം ആയിട്ട് 30,000 അടക്കേണ്ട ആവശ്യമില്ല. വൺ ടൈം ആയിട്ട് 30,000 അടയ്ക്കണ്ട. നിങ്ങൾക്ക് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടപ്പിക്കുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റിയും കൂടെ ബോധ്യപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാ. ഓക്കെ, റൈറ്റ്. അപ്പൊ ഒരു അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ്. ഞാൻ ഇത് എന്താ വരാത്തേന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെന്താ, ട്രേഡ് നമ്മൾ ലൈവ് കമ്മ്യൂണിറ്റി ഡെയിലി ട്രേഡിംഗ് ഉണ്ട്. മോർണിംഗ് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് കയറുമ്പോൾ 10:15 മുമ്പ് നിങ്ങൾക്ക് അന്നത്തെ നമ്മൾ പഠിച്ച രീതിയിലുള്ള സ്റ്റോക്ക് ഗ്രൂപ്പിൽ വരും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു ലൈവ് ട്രേഡിംഗ് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ഞാനത് സിസ്റ്റത്തിന്റെ മുമ്പിൽ നിന്ന് റെക്കോർഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് അത് കാണാം കേട്ടോ, ആ ലിങ്ക് അയച്ചു തരുവേ. ലൈവ് ട്രേഡ് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റ്മെന്റും ചെയ്യാറുണ്ടല്ലോ, പണി അറിയണ്ടേ പിന്നെ, റൈറ്റ്. 1 സെക്കൻഡ് കേട്ടോ. ഒരു ഇന്നലെ ഒരു ലൈവ് ട്രേഡ് ഉണ്ടായിരുന്നല്ലോ സർ. അതായത് ലൈവ് ട്രേഡ് ചെയ്തിട്ട് ഞാൻ സക്സസ് ആയ അതല്ല കേട്ടോ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാ. പോർട്ട്ഫോളിയോ, നിങ്ങൾ സക്സസ്ഫുൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറ്റണം. കേട്ടോ, ഇപ്പൊ എന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ലാസ്റ്റ് ട്രേഡാണ്, 8 ട്രേഡ് ബാലൻസ് ഉള്ളൂ. 6,76,000 ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, കറണ്ട് വാല്യൂ 11 ലക്ഷം. ദാറ്റ് മീൻസ് 5,17,325 ഇസ് എ പ്രോഫിറ്റ് 76%. ഇത് എങ്ങനെ പോയാലും ഒരു 250% ആവും. അതിനൊരു കാരണമുണ്ട്. ഓക്കെ, ആ കാരണം ഐഡന്റിഫൈ ചെയ്യണം. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി ഒന്നുമല്ല, വലിയ കോംപ്ലക്സ് ഉള്ള പരിപാടി ഒന്നുമല്ല. നമ്മുടെ മൈൻഡിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേട്ടാൽ നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയാ കുറെ പിക്ചറുകളില്ലേ, കുറെ ഒരു ഗ്രാഫ് അങ്ങനെ പോകുന്നു, കുറെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു, ഒരു BBC-യുടെ NDTV-യുടെ ചാനൽ വയറൊക്കെ വീർപ്പിച്ച് മുടിയൊന്നും ഇല്ലാത്ത കോട്ടിട്ടുള്ള ഒരു അപ്പാപ്പനിരിക്കുന്നു, അതാണ് അനലിസ്റ്റ്. ഇതൊക്കെ ഇല്ല സാധനല്ലേ, ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാ. കിച്ചണിൽ നമ്മൾ അരി വെക്കുന്നതും ഡ്രൈവ് ചെയ്യുന്നതുമായ സംഗതി വെച്ചിട്ട് അഡ്വാൻസ്ഡ് ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് പഠിക്കാൻ പറ്റും. അഡ്വാൻസ്ഡ്. 6 മാസത്തെ P&L കാണിക്കാൻ പറ്റുമോ സെറോദയില് ഇൻട്രാഡേ ട്രേഡ് ചെയ്ത്? 6 മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻട്രാഡേ? ഇല്ല, ഞാൻ സെറോദയിലല്ല. നമുക്ക് സെറോദയിലല്ല കേട്ടോ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം. ഇൻട്രാഡേ ചെയ്യുന്നത് കോമ്പോസിറ്റഡ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ്. ആ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാറ്. ഈ പ്ലാറ്റ്ഫോമിലല്ല. സെറോദയിൽ നമ്മൾ ചെയ്യില്ല. സെറോദയിൽ നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് നോക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. എല്ലാവരെ കൊണ്ടും സെറോദയിൽ നമ്മൾ ചെയ്യിക്കുന്നത് ചാർട്ട് ട്രേഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതി മാത്രമേ ചെയ്യിക്കുള്ളൂ. ഞാൻ ഏകദേശം 7 വർഷത്തോളം മാർക്കറ്റ് പ്രൊഫൈല്, ബുക്ക് മാപ്പ് ഒക്കെ പഠിച്ചതാണ്. അവിടെ ഒരു കാര്യം, വെയിറ്റ്, ഒരു കാര്യം. അതായത് ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ പറയുന്ന ടെക്നിക്കൽ അനാലിസിസിലേക്ക് ഞാൻ പോണ്ടി വരും. എന്നാലും പോവാം, റൈറ്റ്. അതായത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു സംഗതിയിൽ 6,500-ൽ പരം ടൂളുകൾ ഉണ്ട്. ഓക്കെ, അപ്പോ മര്യാദക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6,500 വീഡിയോ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് നമുക്ക്. ചില ആളുകൾ 60 വീഡിയോ കഴിഞ്ഞപ്പോൾ നിർത്തി പരിപാടി. താങ്ക് ഗോഡ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ 6,500 വീഡിയോ ഈ ടൂളുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, ഭംഗിയായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കാം. അപ്പോൾ അവിടെ ഒരു പ്രധാന സംഗതി വെച്ചാൽ ഇതെല്ലാം. അപ്പൊ ഈ ചോദിക്കുക, ഈ 6,500 ടൂളുകളും വർക്കിംഗ്. അപ്പൊ ബിഗിനേഴ്സ് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ളവരോടാ അതൊക്കെ നമുക്ക് ബിഗിനേഴ്സ് മൈൻഡ് ചെയ്യണ്ടെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ, ബിഗിനേഴ്സ് മൈൻഡ് ചെയ്യണ്ടെന്നുള്ളത് കാര്യം മാത്രമല്ല, ബിഗിനേഴ്സിനെ വെച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ നമ്മൾ ഇന്നസെന്റ് ഇങ്ങനെ മിഥുനത്തിലിരിക്കണം, അത് കുറെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കില്ലേ. അങ്ങനെ ഇരുന്ന് അവസാനം ബിഗിനേഴ്സിന് അഡ്വാൻസ് സംഗതികൾ എത്തിയപ്പോൾ അവര് പുല്ല് പോലെ പഠിച്ചു പോയപ്പോൾ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമ്മൾ എടുത്ത് വന്നിട്ടുള്ള ആളുകൾ, അവർക്ക് ഞാൻ 2ാമത് ക്ലാസ് വെച്ചിട്ട് ഇവർ ഒപ്പാക്കേണ്ടി വന്നിട്ടുണ്ട്. റൈറ്റ്, ഞാൻ ഇതിന്റെ സബ്ജക്ട് പറയാം. അപ്പൊ എന്താ സംഗതി വെച്ചാല്, ഈ 6,500 ടൂളുകളും വർക്കിംഗ് ആണ് കേട്ടോ. വർക്കിംഗ് ആണ്, അണ്ടർലൈൻ ചെയ്തിട്ട് പറയാം. ഞാൻ ഇതിൻ്റെ അകത്തൊരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ടെക്നിക്കൽ റിസർച്ച് പ്രോഡക്റ്റാണ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ ഞാൻ ചലഞ്ച് ചെയ്യും, ബിക്കോസ് ഐ എം മാസ്റ്റർ ഓൺ ഇറ്റ്. അതുകൊണ്ട് തന്നെ 6,500-ഓളം ടൂളുകൾ സക്സസ്ഫുൾ ആണ്. പക്ഷേ എല്ലാ സ്ഥലത്തും അല്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് 6,500 ആൾക്കാരോട് പോയി കഴിഞ്ഞാൽ എനിക്ക് സംസാരിച്ചിരിക്കാൻ പറ്റില്ല. എനിക്ക്
ഇഷ്ടമുള്ള ചില ക്യാരക്ടറുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ കൂടുതൽ സംസാരിക്കുള്ളൂ, റൈറ്റ് അല്ലേ? അതേപോലെ തന്നെയാണ് ഈ 6000 നിങ്ങൾ യൂട്യൂബിൽ ടെക്നിക്കൽ അനാലിസിസിന്റെ ലക്ഷക്കണക്കിന് വീഡിയോസ് കണ്ടോ, പക്ഷെ അതിൽ ഒരു കാര്യം മിസ്സിംഗ് ആണ്. എന്താണെന്നറിയോ? ഓരോ ടൂളും ഏറ്റവും നന്നായി എവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അത് ബുക്കിലില്ല. അത് കിട്ടണമെങ്കിൽ റിസർച്ച് ചെയ്ത് ബാക്കിലോട്ട് ഇറങ്ങേണ്ടി വരും. ഓക്കെ, എഡിസൺ റിസർച്ച് ചെയ്ത് ബൾബ് ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, അയാൾ എങ്ങനെയാ റിസർച്ച് ചെയ്തെന്ന് പറഞ്ഞ ഒരു കഥയായിരുന്നു. 10,000 തവണ ആൾ ഫെയിലായി എന്ന്. അതായത് നമ്മൾ എൻ്റെ റിസർച്ച് ജേണിയിലെ കേസും ഇതേപോലെ ഒരു സംഗതി ഉണ്ട്. നമ്മളൊരു ടെക്നിക്കൽ ടൂൾസ് വെച്ച് നമ്മൾ ബാക്കിലോട്ട് ചാർട്ട് അനലൈസ് ചെയ്ത് ഒരു ബാക്കിലേക്ക് 3 വർഷം പോകുമ്പോൾ ഒരു സംഗതി കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് പോകുമ്പോൾ ബാക്ക് 4ാമത്തെ വർഷം തൊട്ട് പിന്നെ അത് വർക്കിംഗ് അല്ല. ഓക്കെ, അവിടെ അപ്പൊ പഠനം പൊട്ടി, അവിടെ നിന്ന് ഒരു സാധനം കിട്ടും, അത് ആഡ് ചെയ്തു, ബാക്കിലേക്ക് പോയി, അങ്ങനെ ബാക്കിലേക്ക് ഒരു 25 ഇയർ കോമൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന വെറും 7 ടൂളേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുള്ളൂ. എല്ലാ സ്ഥലത്തും അത് പ്രോപ്പറായിട്ട് വർക്കിങ്ങും ആയിരിക്കും. കാരണം വെച്ചാൽ അത് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. നമ്മളും അങ്ങനെയാണ്. എല്ലാവരോടും സംസാരിക്കാൻ നമ്മൾ ഓക്കെ അല്ല. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രമേ സംസാരിക്കുള്ളൂ. അതേപോലെ എനിക്ക് താല്പര്യം ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ആളാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഫൈൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ പറഞ്ഞ എൻ്റെ അടുത്ത് ഞാൻ ആദ്യം ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞില്ലേ, ആദ്യം എല്ലാവരും കേൾക്കും കേട്ടോ. അതായത് നമ്മൾ പറയില്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല, ഞാൻ വണ്ടിയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിൽ തന്നെ കുറേ ടൈപ്പ് ആംബുലൻസിൽ കുറച്ചും കൂടെ സ്പീഡിൽ പോകുന്ന ആംബുലൻസിൽ അതുമല്ലാണ് എനിക്ക് താല്പര്യം എന്ന് പറയുന്ന ഒരു പരിപാടി പോലെയാണ്. ഇപ്പോൾ ഞാനത് ഇതല്ല വിചാരിക്കരുത് കേട്ടോ, ഞാനൊരു ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഇതില് ഓപ്ഷൻ എന്ന് പറഞ്ഞ അതേ രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാറ് പോലും നമുക്ക് പ്രോപ്പറായിട്ട് ഓടിക്കാൻ പറ്റാത്ത ഒരാള് പോയിട്ട് ആംബുലൻസിൽ തന്നെ ഒരു ഹയർ ആംബുലൻസ് ഉണ്ടെങ്കിൽ അതുമ്മ പോയി തൊട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഗതിയുടെ ഒരു സംഗതി. അതിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തില് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, റൈറ്റ്? ആ പ്രോഡക്റ്റ് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ആണല്ലോ അത്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന്റെ അണ്ടറിലാണ് ഓപ്ഷനും ഫ്യൂച്ചറൊക്കെ ഉള്ളത്. ഡെറിവേറ്റീവ്സ് എന്നാണ് അതിന് സബ്ജക്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. എന്താ ഡെറിവേറ്റീവ്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിറൈവ്ഡ് ഫ്രം സംതിങ്, എന്തിൽ നിന്നോ ഉരുത്തിരിഞ്ഞതാണ്, അല്ലെ? പാലിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് തൈര്, മോര്, വെണ്ണ, സംഭാര, ഐസ്ക്രീം ഒക്കെ. അപ്പോൾ പാലിന്റെ ഉപോൽപ്പന്നമാണ്. അപ്പൊ ഡെറിവേറ്റീവ് ഒരു ഉപോൽപ്പന്നമാണ്. എന്തിന്റെ? മാർക്കറ്റിന്റെയോ ഷെയറിന്റെയോ. ബിക്കോസ് ദിസ് ഈസ് ഷെയർ മാർക്കറ്റാ, അല്ലെ? പേരങ്ങനെയല്ലേ? ഷെയറിന്റെ ഉപോൽപ്പന്നമാണ് ഷെയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. പ്ലീസ് അത് മനസ്സിലായി എനിക്ക്. ഞാൻ ഇതിന് ജനറലി പറയും, നിങ്ങൾക്കും കിട്ടും, ശ്രദ്ധിക്കൂ. അതായത് ഈ ഓപ്ഷൻ എന്ന് പറയുന്ന സംഗതി ഒരു ഡെറിവേറ്റീവാ. എന്തിന്റെ ഡെറിവേറ്റീവ്? മാർക്കറ്റിന്റെയോ ഷെയറിന്റെയോ ഡെറിവേറ്റീവ്. അപ്പൊ ഷെയർ എങ്ങോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റാത്ത ഒരാൾക്ക്, പാലിന്റെ വില കൂടുമോ എന്ന് പറയാൻ പറ്റാത്ത ഒരാൾക്ക് തൈര് പിടിച്ചിട്ട് കാര്യമില്ല, മോര് പിടിച്ചിട്ട് കാര്യമില്ല. സോ ഓപ്ഷനിൽ മാസ്റ്റർ ആകണമെങ്കിൽ ആദ്യം അതിന്റെ മദർ പ്രോഡക്റ്റ് ആ ഇൻഡെക്സിനെയോ ഷെയറിലോ മാസ്റ്റർ ആവണം. അതിന്റെ ടെക്നിക്കൽ അനാലിസിസിൽ മാസ്റ്റർ ആവണം. ഒരു ഷെയറിൽ മാസ്റ്റർ ആവണം. ഇക്വിറ്റിയിൽ മാസ്റ്റർ ആവണം. ഇക്വിറ്റിയിൽ ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് ട്രെൻഡ് മാത്രം മതി. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അഡ്വാൻസ്ഡ് അയാളോട് മാത്രമാണ് സംസാരിക്കുന്നത്, ബിഗിനർ അല്ല. ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് ട്രെൻഡ് മാത്രം മതി. യെസ് ഓർ നോ? ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് ട്രെൻഡ് മാത്രം മതി. പക്ഷെ ഓപ്ഷനിലോ ട്രെൻഡ് മാത്രം പോരാ. അവിടെ എക്സ്പയറി മാനേജ് ചെയ്യാൻ അറിയണം, വോളാറ്റിലിറ്റി മാനേജ് ചെയ്യാൻ അറിയണം. ട്രെൻഡ് പോലും മര്യാദയ്ക്ക് മനസ്സിലാകാത്ത നമുക്ക് എങ്ങനെയാണ് ഇത് ബാലൻസ് ഉള്ള രണ്ടും മനസ്സിലാവാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, മദർ പ്രോഡക്റ്റിന്റെ ടെക്നിക്കൽ ജേണി നന്നായി പഠിക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റുമേ തൊടാം. ബിക്കോസ് ട്രെൻഡ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കിയെല്ലാം വന്നോളും. ഓക്കെ, സോ അത് ആദ്യം നന്നായിട്ട് കാർ ഓടിക്കൂ, അതിനുശേഷം ആംബുലൻസിൽ തൊടാം. ദാറ്റ്സ് മൈ പ്രോസസ്സ്. അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് ശേഷമേ നമ്മൾ ഓപ്ഷൻസിൽ തൊടാവുള്ളൂ. സോ ആദ്യത്തെ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഈ കോഴ്സിൽ ഓപ്ഷൻ ഇതും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഓപ്ഷൻ പഠിപ്പിക്കുന്നില്ല. We are focusing on equity and fundamental. ഓപ്ഷൻ പഠിപ്പിക്കുന്നില്ല. സാറ് പറയുന്നത് അതിന്റെ നമുക്ക് ഓക്കെ, അത് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. അത് പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മേലോട്ടോ താഴോട്ടോ ഒന്ന് മനസ്സിലാവും. ഓക്കെ, അതെ. ആ ടെക്നിക്കൽ ജേണി നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ പറയണെന്ന് വെച്ചാൽ ഒരു ബാല്യം, വാർദ്ധക്യം, കൗമാരം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മാർക്കറ്റോ ബാങ്ക് നിഫ്റ്റിയോ മുകളിലേക്കോ താഴേക്കോ ആണോ പോകാൻ ആദ്യം പഠിക്കൂ. അതിനുശേഷമല്ലേ ഏത് പ്രോഡക്റ്റ് എന്ന് തിരഞ്ഞെടുക്കേണ്ടത്. റെസോർണോ അല്ലേ? സാറ് പറയുന്നത് നമുക്ക് 7 സ്ട്രാറ്റജി പഠിപ്പിച്ചിരുന്നാണോ? അവിടെ വീണ്ടും പോയി. അതായത് നോളേജ് എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 10% ഉള്ളൂ. അതിന് മണി മാനേജ്മെന്റിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചിട്ട് നോളജ് വളരെ മോശമാണെന്നല്ല, ഏറ്റവും നല്ല സ്ട്രാറ്റജി തന്നെ നമ്മൾ പഠിക്കണം. എന്നിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞേ.
സോ മണി മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എനിക്ക് മനസ്സിലായി. ഇപ്പൊ 1,00,000 ഉറുപ്പ ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾ ഇപ്പൊ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ആണ് ചെയ്യേണ്ടത്. 1 ലാഖിൽ നമ്മളുടെ ഇതിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നിങ്ങളെ നല്ല സ്വിങ്ങിന്റെ മാസ്റ്റർ ആക്കും ഞാൻ. ഓക്കെ, ഞാൻ ചെയ്യുന്നത് നിങ്ങളെ നല്ല സ്വിങ്ങിന്റെ മാസ്റ്റർ ആക്കും, നല്ല ഇൻട്രാഡേയുടെ മാസ്റ്റർ ആക്കും. റൈറ്റ്? സ്വിങ്ങിന്റെ മാസ്റ്റർ ആയ ഒരാള് ഇൻട്രാഡേ രണ്ടാമത് പഠിക്കുകയും വേണ്ട. അതായത് നമ്മൾ പറയില്ലേ ഇൻട്രാഡേ വേറെയാണ്, ഇൻവെസ്റ്റ്മെന്റ് വേറെയാണ്, ഇതിൽ ഒന്നും വേറെയല്ല, ഒക്കെ ഒന്നാ. ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, എല്ലാം ഒന്നാ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പൊ ഞാൻ നിങ്ങളെ സ്വിങ്ങിന്റെ മാസ്റ്റർ ആക്കും എന്ന് പറഞ്ഞല്ലോ. 5 days 10 ദിവസം കൊണ്ട് ഒരു 15% സ്റ്റോക്ക്, 15% കയറുന്ന സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുക എന്ന് വിചാരിക്കൂ. അതാണ് നമ്മൾ ചെയ്യാന്ന് വിചാരിക്കും. 10 ദിവസം കൊണ്ട് ഒരു 15% കയറുന്ന സ്റ്റോക്കിൽ നിങ്ങൾ മാസ്റ്ററാണ്. അങ്ങനത്തെ സ്റ്റോക്ക് എടുക്കൽ നിങ്ങൾ മാസ്റ്ററാണ്. അപ്പൊ 10 ദിവസം കൊണ്ടല്ലേ ഈ സ്റ്റോക്ക് 15 ദിവസം പോകുന്നേ. ഇനി ഇൻട്രാഡേ ചെയ്യാൻ വേറെ സ്റ്റോക്ക് വേണോ? 10 ദിവസങ്ങളിലൂടെ ഇത് കയറി പോകുമെന്ന് മാസ്റ്റർ ആയിരിക്കുന്ന നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാൻ ഇതുപോരെ, ഇനി വേറെ സ്റ്റോക്ക് വേണോ? സോ ഇത് ജേണി സെയിം അല്ലേ? ഓക്കെ, ഇപ്പൊ ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്നു വിചാരിക്കും. ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു ട്രെയിൻ. ഓക്കെ, അത് ഉറപ്പായിട്ടുള്ളത് കൊണ്ടല്ലേ തൃശ്ശൂർ ഇറങ്ങാലോ. റൈറ്റ്? അതെന്തുകൊണ്ട് ഇറങ്ങുന്നു തൃശ്ശൂർ? എന്തുകൊണ്ട് തൃശ്ശൂർക്ക് പിടിക്കുന്നു? അത് ബാംഗ്ലൂർക്ക് പോകുന്ന ട്രെയിൻ ആയത് പിടിക്കുന്നു. സോ സ്വിങ്ങിന് പോകുന്ന സ്റ്റോക്കിനെ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ പിടിക്കാം. ഡോണ്ട് വറി. ഓക്കെ, ശരി. അതായത് നമ്മളിങ്ങനെ എല്ലാ സാധനത്തിനും പിടിക്കാതെ, ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. എന്താണെന്നറിയോ? മങ്കി മൈൻഡാണ്. അതൊട്ട് ഇതൊട്ട്. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം എന്താ വെച്ചാല്, ബ്രൂസ്ലി പറഞ്ഞൊരു സാധനമാണ് മാസ്റ്റർ ഓഫ് വൺ. മാസ്റ്റർ ഓഫ് വൺ എന്ന് പറഞ്ഞ സാധനം എന്താ? 10,000 അടവെടുത്തിട്ട് ഓരോ തവണ ചെയ്യുന്നതിലല്ല കാര്യം. ഒരടവെടുത്ത് 10,000 തവണ ചെയ്ത് നോക്കിയേ, പിന്നെ അങ്ങനെയുള്ള ആളെ പേടിയാന്നാ ബ്രൂസ്ലി പറഞ്ഞത്. ഫോക്കസ് ഓൺ ദാറ്റ്. എങ്കിലേ അതിനെയാണ് നമ്മള് കൺസിസ്റ്റൻസി എന്ന് പറയാ. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എന്ത് വരും? ക്രെഡിബിലിറ്റി വരും. റൈറ്റ്? ലാസ്റ്റ് ചോദ്യം ചോദിക്കൂ. പിന്നെ അതായത് വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മടുപ്പാവണ്ട. അപ്പുറം ചോദിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലീസ്. ലാസ്റ്റ് എന്റെ ഫ്രണ്ട് ഒരാളും കൂടി ഉണ്ട്, മൂപ്പര് ചോദിക്കും. സിദ്ദിഖ് ഭായ്, ഓക്കെ, പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തരുന്ന സ്റ്റോക്ക് നമുക്ക് ഏകദേശം ഇപ്പൊ 1000 ഉറുപ്പിന്റെ സ്റ്റോക്ക് ആണ്, നമുക്ക് ആകെ 100 ക്വാണ്ടിറ്റിയിലെ വാങ്ങാൻ പറ്റും. അപ്പൊ നമുക്ക് മാക്സിമം എത്ര വരും? അത് എങ്ങനെ 100 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റുള്ളൂ? ബാക്കി അതന്നെ. അപ്പൊ നമുക്ക് 1,00,000 രൂപ 100 ക്വാണ്ടിറ്റിയിലെ വാങ്ങാൻ പറ്റുമോ? അത് തെറ്റാ. അവിടെ തെറ്റി. കാരണം മണി മാനേജ്മെന്റ് തെറ്റാ. അതൊരു പ്രോഡക്റ്റാ. നിങ്ങൾക്ക് തോന്നുന്ന ക്വാണ്ടിറ്റി ഒന്നും അല്ല നമ്മൾ വാങ്ങിക്കുക. നമുക്ക് അനുവദനീയമായ ഒരു സാധനമുണ്ട്, അതിലേക്കാണ് നമ്മൾ പോവുക. അതിന് ക്വാണ്ടിറ്റി മാനേജ്മെന്റ് എന്നൊക്കെ പറയും. ആ ക്വാണ്ടിറ്റി മാനേജ്മെന്റ് ഒന്നും നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ മണി മാനേജ്മെന്റ് ഇത്ര ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന ക്വാണ്ടിറ്റി അല്ല, വിട്ടോളൂ അത്. അതായത് ക്വാണ്ടിറ്റി മാനേജ്മെന്റ് വേറെയാ. അത് നിങ്ങൾ വിചാരിക്കണ്ട സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് അല്ല. മണി മാനേജ്മെന്റ് ടീം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ 50 ക്വാണ്ടിറ്റി ആണ് വാങ്ങിയത്, നമുക്ക് 100 പോയിന്റ് കയറി കഴിഞ്ഞാൽ 5,000 രൂപ കിട്ടുമോ? അതാണ് ഇല്ല. ഈ തോട്ടേ മിസ്റ്റേക്കാ കേട്ടോ. എൻറ്റയർലി റോങ് തോട്ടാ. ഇത് നോർമൽ തോട്ടാ. ഈ തോട്ടിൽ നമ്മൾ നിർത്തില്ല, ഇതിനെ കട്ട് ചെയ്ത് കളയും നമ്മള്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം എന്താ? 1 lakh ക്യാപിറ്റൽ കൊണ്ടുവന്ന് 100 ട്രേഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ മുകളിൽ നിൽക്കുന്ന പരിപാടിയല്ലേ. അതിന് നിങ്ങൾ ഈ പറഞ്ഞ സാധനം കൊണ്ട് എത്തൂല. അത് വേറെ രീതിയിലാ. ക്വാണ്ടിറ്റി മാനേജ്മെന്റ് നമ്മൾ ചെയ്തു തരും എങ്ങനെയാന്നുള്ളത്. അത് വേറെ രീതിയിലാണ്. നിങ്ങൾ പറയുന്ന പോലെ അല്ല കേട്ടോ. എക്സ്ട്രീംലി ഓപ്പോസിറ്റാ. അത് പ്രോഡക്റ്റ് ആണ്. അതെനിക്കത് കൂടുതൽ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടെ ബോർഡ് വേണ്ടി വരും. ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് അത് നിങ്ങൾ പറയുന്ന പോലെ അല്ല കേട്ടോ. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ 1 lakh കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് 100 ട്രേഡ് നിങ്ങൾ ഷെയറിന്റെ വില എന്ത് തന്നെ ആയിക്കോട്ടെ, 1000 10,000 നെവർ മൈൻഡ്, നോ പ്രോബ്ലം. ഓക്കെ, അത് നമുക്ക് പ്രൂവ് ചെയ്യാട്ടോ. പ്രൂവ് ചെയ്യാമേ. സർ പറഞ്ഞോളൂ. നെക്സ്റ്റ് നമസ്കാരം. പ്രശോഭാണ്. പ്രശോഭ് പറയൂ പ്ലീസ്. സാർ, ക്വാളിറ്റി ഓഫ് ദ മെന്റർ ഇമ്പോർട്ടന്റ് അല്ലേ? ക്വാളിറ്റി ഓഫ് ദ മെന്റർ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അഭിപ്രായത്തില് ഞാൻ ഒരു കാര്യം പറയാം. ക്വാളിറ്റി ഓഫ് മെന്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാനായിരിക്കും എത്ര വരെ ഈ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതായത് കുറെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മളെ പഠിപ്പിച്ചു തരില്ല കോഴ്സ് ചേർന്ന് കഴിഞ്ഞിട്ട്. പക്ഷെ സാറിന്റെ ഇൻട്രോ കേട്ടിട്ട് എനിക്ക് വെരി വെൽ ഇംപ്രസ്ഡ്. അപ്പൊ അത് നന്നായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ടെക്നിക്കലോ ഫണ്ടമെന്റലോ ഇപ്പൊ 4 വർഷം 10 വർഷം ആയെന്ന് അങ്ങനെ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാറിന്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ 4 വർഷമായി, ഞാൻ 4 വർഷമായി. പക്ഷെ മനസ്സിലായി. നമ്മൾ ഈ എക്സ്പീരിയൻസ് പറയണതേ, പറഞ്ഞോ എക്സ്പീരിയൻസ് പറഞ്ഞ
ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 20 വർഷം ഏജ് ഉള്ള ആൾക്കാരാണ് നമ്മൾ. ഒരു അക്കൗണ്ടിങ് ഒരു പരിപാടി ചെയ്യും, 20 വർഷം ഇത് തന്നെ എന്ത് എക്സ്പീരിയൻസ് അതിലുള്ളത്? എന്ത് ന്യൂ നോളജ് ആൾക്കുള്ളത്? ഒന്നുമില്ലല്ലോ. വേറൊരു കാര്യം, നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? ഇത് ഞാൻ ഡിസൈൻ ചെയ്ത സാധനം ആയതുകൊണ്ട്. സോ നിങ്ങൾ പഠിച്ച ടെക്നിക്കലും ആയിരിക്കില്ല, നിങ്ങൾ പഠിച്ച ഫണ്ടമെന്റലും ആയിരിക്കില്ല. ഓക്കെ, അതൊരു ഞാൻ ട്രസ്റ്റ് ചെയ്ത് തരാം. അതെ, പ്രോഗ്രാം കഴിഞ്ഞിട്ട് എങ്ങനെ 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 ക്വാളിറ്റി ഓഫ് ദ മെന്റർ അതല്ലേ ചോദിച്ചേ? ക്വാളിറ്റി ഓഫ് ദ മെന്റർ, ക്വാളിറ്റി ഓഫ് ദ മെന്റർ, ക്വാളിറ്റി ഓഫ് ദ മെന്ററിൽ ഞാനാണ് ഒരു സ്റ്റുഡന്റ് എന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു അത് പറയട്ടെ. ക്വാളിറ്റി ഓഫ് ദ മെന്ററിൽ ഞാനാണ് സ്റ്റുഡന്റ് എങ്കിൽ ഞാൻ എന്റെ മെന്ററെ ചൂസ് ചെയ്യുന്നതല്ലേ? ഞാൻ പറയാം, അതാണല്ലേ, അതല്ലേ നല്ലത്? യെസ് പ്ലീസ് പ്ലീസ്. അതെ, ഒന്ന് സൈലന്റ് ആവും. എന്റെ മെന്റർ, ഞാൻ എന്റെ മെന്റർക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കൂല. പ്ലീസ് 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 ഒന്ന് സൈലന്റ് ആവൂ. നിങ്ങൾക്ക് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ കേൾക്കണ്ടേ? ആൻസർ അല്ലേ? പ്ലീസ്. അതായത് അദ്ദേഹം ചോദിച്ചത് ക്വാളിറ്റി ഓഫ് മെന്റർ ഇമ്പോർട്ടന്റ് അല്ല. ക്വാളിറ്റി ഓഫ് മെന്റർ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആസ് എ സ്റ്റുഡന്റ് എന്റെ മെന്ററെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ എനിക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും പ്രോഫിറ്റ് എന്റെ മെന്ററോട് പറയും എനിക്ക് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് കാണിച്ചു തന്നെ, അങ്ങനെയല്ല ഞാൻ പറയുക. ഇപ്പൊ നമ്മള് നന്നായിട്ട് ഒരു കൺസെപ്റ്റ് എന്നിലേക്ക് പറഞ്ഞു തരാൻ കഴിവുണ്ടോ എന്നാണ് ഞാൻ നോക്കുക, നമ്പർ 1. ആൻഡ് രണ്ടാമത്തെ തിങ്, അയാൾ പറഞ്ഞു തരുന്ന സാധനം മാർക്കറ്റിൽ വർക്ക് ആവുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുക. അല്ലാതെ അയാളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് അയാൾക്ക് താല്പര്യം ഇല്ലെങ്കിലോ ട്രേഡ് ചെയ്യാൻ എന്ന് വെച്ചാൽ അയാൾക്ക് ക്വാളിറ്റി ഇല്ലാതാവുമോ? നെവർ എവർ. ഇപ്പൊ സച്ചിനും കോച്ചില്ലേ? സച്ചിനേക്കാൾ നല്ല കളിക്കാരനായിരുന്നു സച്ചിന്റെ കോച്ച്? അല്ലല്ലോ. സച്ചിന് നന്നായി കളി പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും ആൾക്ക്, അതനുസരിച്ച് സച്ചിന്റെ സ്കില്ല് വെച്ച് ആൾ കളിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ സ്കില്ലില് വർക്കിങ്ങും ആയിരിക്കണം, റൈറ്റ്? അത് മാത്രമേ ഞാൻ നോക്കുള്ളൂ. അതായത് നല്ല ട്രേഡർക്ക് നല്ലൊരു മെന്ററാവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഭാഷയും ബോഡി ലാംഗ്വേജും അനുസരിച്ച് ആ നോളേജ് നമ്മളിലേക്ക് ഉദാഹരണ സഹിതം അത് നമ്മൾ പോലും അറിയാതെ ബ്ലെൻഡ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഞാൻ നല്ല മെന്ററാന്ന് പറയും, റൈറ്റ്? രണ്ടാമത്, ആൾ പറയുന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കും. അയാൾ എടുക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. കാരണം അയാൾക്ക് പൈസനോട് താല്പര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾ പൈസ നമ്മുടെ പ്ലീസ് ആ ആൻസർ പറഞ്ഞ ആൾ ഒന്ന് ഫ്രണ്ടിലേക്ക് വരുമോ പ്ലീസ്? ഒരു കാര്യം കൂടെ ഷാക്കിറ. യെസ് അതെ ഒരു കാര്യം കൂടെ. ഇതെന്താണെന്നറിയോ? മോശം വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് പൈസേനെ കുറിച്ചൊരു ക്യാൻസർ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന സാധനം എന്താണെന്നറിയോ? പൈസ ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ ഇതങ്ങനെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കിയാൽ പോരെ, എന്തിനിപ്പോ ഈ ട്രെയിനിങ് പരിപാടിക്ക് നിൽക്കണേ, റൈറ്റ്? അങ്ങനെ ഒരു തോട്ട് ഇതിലെന്താണെന്നറിയോ? ഇതിന്റെ ഒരു റൂട്ട് കിടക്കണ എവിടെയാണെന്നറിയോ? അതും സൈക്കോളജി തന്നെയാ. കാരണം എന്താ വെച്ചാല് നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് സാധനം ഉപയോഗിച്ച് അതിന്റെ താല്പര്യം കുറയും, റൈറ്റ്? ഇപ്പൊ നമ്മൾ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ദാഹിച്ച് നിൽക്കുക, ഒരു ബോട്ടിൽ വെള്ളം കിട്ടി, കുടിക്കുന്നു. രണ്ടാമത്തെ ബോട്ടിൽ വെള്ളം ആദ്യത്തെ ബോട്ടിൽ കുടിച്ച പോലെ കുടിക്കില്ലല്ലോ, മൂന്നാമത്തെ കുടിക്കില്ലല്ലോ, അതുപോലെ നാലാമത്തത് വേണ്ടാന്ന് പറയില്ലേ? അതേപോലെയാണ് നമുക്ക് ഫുഡ് ആയാലും എന്റർടൈൻമെന്റ് ആയാലും ഈവൻ എന്ത് സാധനങ്ങളായാലും ഓവർ യൂസേജ് വരുമ്പോൾ അതിനോട് താല്പര്യം ഉണ്ടാവില്ല, അത് കിട്ടിപ്പോവും. ഇപ്പൊ എൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ അവർക്ക് ഈദ് വരുന്ന സമയത്ത് മാത്രമാണ് മോരുകറി കഴിക്കാൻ പറ്റിയിരുന്നത്. ഇന്ന് അങ്ങനെയാണോ ആ സാധനം? അല്ലല്ലോ. അതേപോലെ നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സാധനവും കൺസ്യൂം ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിനോടുള്ള ഇത് പോവും. പക്ഷെ ആ ഒന്നാമത്തെ ഗ്ലാസ് ഓഫ് വെള്ളം കിട്ടണതിനുള്ള ഒരു ആർത്തി കാണിച്ചിരുന്നില്ലേ? അത് കിട്ടിയിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതേപോലെയാണ് ഒന്നാമത്തെ ഗ്ലാസ് ഓഫ് മണി കിട്ടിയിട്ടില്ല നമ്മുടെ ലൈഫിൽ. ഓക്കെ, ഒന്നാമത്തെ ഗ്ലാസ് ഓഫ് പൈസ കിട്ടുന്നില്ല, ഇത് ആൾക്കാർക്ക് കിട്ടുന്നു, എനിക്ക് കിട്ടുന്നില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ആ പൈസനോട് ചൊറിയുന്ന ലാംഗ്വേജ് ലോങ്ങാ, ഗ്രീഡും ഫിയറുവാ. ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നത്. പൈസ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായി, നിങ്ങൾ പൈസക്കാരോട് ചോദിച്ചു നോക്കിയേ, പൈസയുടെ പിന്നാലെ അവർ ഓടുന്നില്ലല്ലോ. അവര് പൈസ ഓൾറെഡി കിട്ടിയല്ലേ, ഇനി ആ സാധനം പോയി അവരെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ സാധനം ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട, സാധനം കിട്ടിയവർക്ക് അത് പോയിട്ടുണ്ടാവും, റൈറ്റ്? ഇവൻ ഞാൻ വളരെ നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിക്കുന്ന ഒരു 18-20 വയസ്സായ ഒരു കുട്ടി സെക്സ് ലൈഫിനെ കുറിച്ച് കാണുന്ന ചിന്തയാണോ അവൻ 45 വയസ്സാകുമ്പോൾ കാണുന്ന ചിന്ത? ഓൾറെഡി ഫിനിഷ് ആയില്ലേ അത്? കിട്ടി ഫിനിഷ് ആയില്ലേ അത്? സോ അതുപോലെ തന്നെയാണ് പൈസയുടെ കേസും. അതിലോടൊരു ക്യാൻസർ ഉണ്ട്. ആ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് പിന്നെ എന്റർടൈൻമെന്റ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ 1.5 മണിക്കൂർ സംസാരിച്ചു, ഇനിയും 2 മണിക്കൂർ സംസാരിക്കും, ബിക്കോസ് ഇറ്റ്സ് മൈ പാഷൻ. അത് എൻ്റെ പൈസയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടാവും, റൈറ്റ്? ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻട്രോ ആരും ഇതുവരെ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാല്. പിന്നെ സാറ് പറഞ്ഞ 3M ഫസ്റ്റ് 2M അതാണ് ഇതിന്റെ ഒരു സത്ത് എന്ന് പറയുന്നത്. അതാണ് ആൾക്കാര് പറഞ്ഞു തരാത്തത്. ഇപ്പൊ അതായത്
കോട്ടെ പറഞ്ഞോ എന്റെ പറഞ്ഞോ കയ്യിൽ പറഞ്ഞോ. എന്റെ കയ്യിൽ പക്ഷെ അത് ആ ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. യെസ് പക്ഷെ നമ്മുടെ മൈൻഡ് ഈ പറഞ്ഞ പോലെ എപ്പോഴും റിവെഞ്ച് ട്രേഡ് ഓവർ ട്രേഡിലേക്ക് പോയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് വരിക, വെൽത്ത് ക്രിയേഷൻ ഇല്ല. അവിടെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മൾ ഒരിക്കലും ഒരു യോഗ ചെയ്ത് നല്ല കൂൾ മൈൻഡായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന സംഗതി വെച്ചാൽ നിങ്ങൾ മൂക്കത്ത് ശുണ്ഠിയുള്ള ആൾക്കാരെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലുന്ന ആളുകൾക്ക് പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ പറ്റണം. അതായത് നമ്മുടെ ഇമോഷൻ അല്ല പ്രശ്നം, നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിന് ഇമോഷൻ ഉണ്ടാവാൻ പാടില്ല. റൈറ്റ്? ഒരു ഇമോഷനുള്ള വ്യക്തിക്ക് ഇമോഷൻ ഇല്ലാത്ത സിസ്റ്റം എടുത്താൽ ഒരു പ്രോബ്ലവും ഇല്ല, അയാൾ സക്സസ് ആവും. ഇനി ഇമോഷൻ ഇല്ലാത്ത വ്യക്തി ഇമോഷൻ ഉള്ള സിസ്റ്റത്തിന് എടുത്താലോ നമുക്കറിയാൻ പറ്റുന്നില്ല ഇമോഷൻ ഉള്ള സിസ്റ്റം ഏതാ, ഇമോഷൻ ഇല്ലാത്ത സിസ്റ്റം. 3M സിസ്റ്റത്തിന് ഇമോഷൻ ഇല്ല, മെഷീൻ സിസ്റ്റം ആണത്. അപ്പൊ നിങ്ങളതിന് തല്ലുന്ന ആളായാലോ മൂക്കത്ത് ചുണ്ടിയുള്ള ആളായാലോ കാമായിട്ടിരിക്കുന്ന ആളായാലും നെവർ മൈൻഡ്, ആ സിസ്റ്റത്തിനെ ഇമോഷൻ ഇല്ല. ഇമോഷൻ ഇല്ലാത്ത സിസ്റ്റമാണ് ഫോളോ ചെയ്യേണ്ടത്. അതാണ് അതിന്റെ ആൻസർ കേട്ടോ. കാരണം നമ്മൾ ഭാര്യയും കുട്ടികളും അച്ഛനും അമ്മയും നാട്ടുകാരും പ്രശ്നങ്ങളിൽ ഉള്ളിരുന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യാൻ വന്നാൽ നടക്കില്ല. സോ ഇമോഷൻ ഇല്ലാത്ത സിസ്റ്റത്തിന് ഫോളോ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് 3M. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ ഹലോ. ഈ 3M എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എവിടെ ഏത് ഗ്രൂപ്പ് ആയാലും ഏത് ഡോക്യുമെന്റോ എന്ത് റിസർച്ചിൽ വന്നാലും ഇതിന്റെ ഒരു സ്ട്രോങ് പില്ലേഴ്സ് ട്രേഡിംഗിന്റെ ഒരു സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുള്ളത്. ഇവിടെ ഏത് ആളോട് ഒരു ഒരു ബിഗിനർ ആണെങ്കിൽ ആദ്യം ഒരു അഡ്വൈസ് എവിടെന്നെങ്കിലും ഏതെങ്കിലും ആളുടെ നിന്ന് കിട്ടുന്നത് നിങ്ങൾ മണി മാനേജ്മെന്റ് നോക്കണം, സൈക്കോളജി നോക്കണം, വാട്ടെവർ അല്ലേ? അപ്പൊ നിങ്ങളുടെ ഇതൊരു ഓറിയന്റേഷൻ ക്ലാസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എനിക്ക് ഇതില് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം കൺവിൻസ് ആയിട്ടുണ്ട്. പക്ഷെ നല്ല ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് വി ആർ ട്രൈങ് ടു ചേഞ്ച് ദ ബിലീവ് സിസ്റ്റം ഓഫ് ദ സൊസൈറ്റി. ഇതാണ് ആൻസർ. ഓക്കെ, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഫണ്ടമെന്റലും കുറച്ച് ടെക്നിക്കലും പഠിച്ചാലൊന്നും നിങ്ങൾ സക്സസ് ആവാൻ പോകുന്നില്ല. നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആണ് നമുക്ക് വരുത്തേണ്ടത്. അതായത് ആ നോളേജിൽ നിന്ന് ഞണ്ടിറുക്കി പിടിച്ചിരിക്കുന്ന സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ഞാനൊന്ന് ബിലീവ് സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മണി മാനേജ്മെന്റിലേക്ക് ട്രൈ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അത് വിത്ത് ക്വാണ്ടിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ക്വാണ്ടിറ്റി മാനേജ്മെന്റ് വെച്ചിട്ട് ഞാനത് ട്രൈ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മൈൻഡ് ആവശ്യമുണ്ട്. ആ മൈൻഡിലാണെങ്കിലോ ഗ്രീഡിന്റെയും ഫിയറിന്റെയും വിഷവിത്ത് എല്ലാത്തിൻ്റെയിലും ഉണ്ട്. അപ്പോൾ എനിക്ക് ആ വിഷവിത്ത് എടുത്ത് മാറ്റണം ഈ മണി മാനേജ്മെന്റിനെ ഫോക്കസ് ചെയ്യാൻ. അതിന് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് തെറാപ്പി അങ്ങ് ചെയ്യും. ആ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഫിയറും ഗ്രീഡും വന്ന് മാറിയിട്ട് നിങ്ങൾ ഈ മണി മാനേജ്മെന്റിൽ ഉറച്ചു നിൽക്കും. അങ്ങനെ മണി മാനേജ്മെന്റിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയി, നിങ്ങൾക്ക് ലോസ് ഉണ്ടായാലും സ്റ്റാർട്ടിങ്ങിന്റെ മുകളിൽ നിങ്ങൾ നിൽക്കും. അപ്പോൾ എനിക്ക് ആ ലോസ് അങ്ങനെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഹ്യൂജ് ആയിട്ട് റോക്കറ്റ് പറത്തി വിടുന്ന പോലെ പറത്തി വിടണം. അതിന് എനിക്ക് നോളേജിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ആ നോളേജിന്റെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫണ്ടമെന്റലിന് ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ പറയും ഫണ്ടമെന്റലോട്ട് ഒരു കാര്യമില്ല, നമുക്ക് അതിന്റെ വെൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ കിട്ടണം. ആ വെൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യന് നമ്മൾ കടലിൽ പോയി മീൻ പിടിക്കുന്നത് പോലെയാണ്. അവിടെ ഡിഫറെന്റ് ആളുകൾ കോഴ്സ് ഇല്ലല്ലോ അതിന് എന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ഥലമുണ്ട് സ്റ്റോക്കിന്റെ. ഓക്കെ, അതൊരു കാടിന്റെ ഉള്ളിൽ ആ ഹയർ പ്രോബബിലിറ്റി വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് സ്റ്റോക്കിന്റെ. അത് ഓൺലി വിത്ത് റിസർച്ച് കണ്ടന്റാ. നിങ്ങൾക്ക് 110% എന്നെ ട്രസ്റ്റ് ചെയ്യാം. ഐ വിൽ പ്രൂവ് യു ദാറ്റ്. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ടെക്നിക്കലി ഞാൻ ഈ പറയുന്ന സാധനം എവിടെയും ഇല്ല. ബിക്കോസ് അത് ഞാൻ കണ്ടെത്തിയ സംഗതിയാണ്. എൻ്റെ ടെക്നിക്കലി എന്ന് വെച്ചാൽ അതുമേ ട്രസ്റ്റ് ചെയ്യണമെന്നും പറയില്ല, ട്രസ്റ്റ് ചെയ്ത ഗാംബ്ലറായി. പക്ഷെ അവിടെ ഒരു 100% ആ സ്റ്റോക്ക് പോകുന്ന ഒരു സ്ഥലം, ഒരു ത്രിവേണി സംഗമം എന്ന് പറയുന്ന പോലെ ഒരു ടെക്നിക്കൽ ജേണി ഉണ്ട്. ആ ടെക്നിക്കൽ ജേണി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പുതിയത് ആയിരിക്കും. ഡെഫിനറ്റ്ലി. ഓക്കെ, അതിന് ഞാൻ ഇതുമോ ഒന്നൊന്ന് കണക്ട് ചെയ്യും. ഓക്കെ, കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പ്രൊട്ടക്റ്റഡും ആയിരിക്കും, ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകും. പെട്ടെന്ന് കോമ്പൗണ്ടിങ്ങിലേക്ക്
സ്റ്റോക്കിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ കൂടെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിങ് സംഗതിയും കൂടെ നമ്മൾ കണക്ട് ചെയ്യും. എനിക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ഗ്രീഡും ഫിയറും കളയാൻ ഞാൻ ഒരു ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയും കൂടെ ചെയ്യും. ബിക്കോസ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് വെൽത്ത് എന്നുള്ളതാണ്. കാരണം വെൽത്ത് കിടക്കുന്നത് മൈൻഡിലാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജി ആണ് നമ്മുടെ ജി സ്റ്റോക്ക്. സോ ഇറ്റ് ഈസ് എ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോക്ക്. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് വെൽത്ത് കിട്ടില്ല. നിങ്ങൾ ടെക്നിക്കലിന്റെ ഫണ്ടമെന്റൽ എല്ലാത്തിന്റെ മാസ്റ്റർ ആയിക്കോ, മാർക്കറ്റിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കല്യാണത്തിന് പോയിട്ടുണ്ടാവും, യോഗം ഉണ്ടാവില്ല. ഓക്കെ, ഇത്ര നേരം അവിടെ നിരുന്നാണ്, ഇവിടുന്ന് കിട്ടില്ല. അതിന് ഈ പറഞ്ഞ ഈ കല്യാണത്തിന്റെ കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് എന്റെ ലൈഫിൽ. ഞാൻ ഈ ഷെയർ മാർക്കറ്റിൽ അറിയുന്നത് തന്നെ 2006-08 ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്നേരം ഇതിന് വരാനുള്ള ഇതൊന്നും വന്നില്ല. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 4 കൊല്ലമായിട്ട്. അപ്പം എന്റെ ആദ്യത്തെ ഒരു മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു മെന്റർ ഇല്ലാതെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ആക്കണം. ഞാൻ പറയുന്ന ലൈനിലൂടെ എന്റെ വിഷനിലൂടെ സാധനം പോകണം, അങ്ങനെ ഒരു ഇതിലെ വന്നത്. പക്ഷെ ഒരു സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് 2.6 രൂപയുടെ ഒരു സ്റ്റോക്ക്, ഓപ്ഷൻസ് പറയുന്നത്, അത് ഇതേപോലെ കല്യാണത്തിന്റെ സാധനം ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് മാത്രം ഞാനൊരു 1 രൂപ വ്യത്യാസത്തിൽ ഞാൻ വിറ്റു. എനിക്കൊരു 3000 രൂപ ലാഭം കിട്ടി. അത് ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം 36 രൂപയിൽ പോയിട്ട് തിരിച്ച് 29 രൂപയിൽ വന്നിരിക്കുന്നു. അതിന്റെ ഒരു സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആൻസർ പറഞ്ഞോട്ടെ. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ ആരുടെയും മെന്റർഷിപ്പ് ഇല്ലാതെ പ്രോഗ്രാം ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷെ നമുക്ക് ഒരുപാട് സമയം പോവും. ദാറ്റ്സ് ഇറ്റ്. ചിലപ്പോൾ ഒരു ലൈഫിന്റെ പകുതിയോളം പോവും. അങ്ങനെ പകുതി എത്തുമ്പോഴായിരിക്കും അയ്യോ ഇത് റോങ് ആണെന്ന് പറയുന്ന ഒരു കണ്ടെത്തൽ വരുന്നത്. സോ അവിടെ നമ്മൾ പ്രോഗ്രാം ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത്, ഒരു മെന്ററെ ഡിപ്പെൻഡ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് അവിടെ അയാളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് 15 വർഷത്തെ ഞാനിപ്പോൾ കൊടുക്കുന്ന എൻ്റെ 15 വർഷത്തെ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മളെ കൂടെ 250ഓളം വരുന്ന ഹൗസ് വൈഫ്സ് ഉണ്ടെന്ന് പറയില്ലേ, ഞാൻ അവരെ നിന്നിട്ട് വണ്ടറായിട്ട് നോക്കും. ഇവര് 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട്, ഞാൻ ഈ 15 വർഷം, ചില സമയത്ത് എനിക്ക് അസൂയ വരെ തോന്നിയിട്ടുണ്ട് അവരെടുത്ത്. കാരണം 15 വർഷം കൊണ്ട് ഞാൻ എടുത്ത സാധനം ഇവര് 3-4 മാസം കൊണ്ട് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ, ചില സമയത്ത് ഈവൻ നമുക്ക് പൈസ തന്നിട്ടാണെങ്കിൽ പോലും ആ സമയം നമ്മൾ ചെലവഴിച്ചതിന്റെ ഇറിറ്റേഷൻ എനിക്ക് ഇവരോട് തോന്നാറുണ്ട്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്റ്റോക്കിനെ കൺട്രോളിൽ വരുത്തുന്നത് എങ്ങനെ? ഐ കാൺ ബിലീവ് ഇറ്റ്. നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് ആ സ്റ്റോക്കിന്റെ ജേർണി, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഭ്രാന്തന, മാസ് ഓഫ് പീപ്പിളാ. എൻ്റെ കൂടെയുള്ള വൈഫ് എന്നോട് ഇന്ന് നല്ല രീതിയിൽ പെരുമാറി, നാളെ മോർണിംഗ് ഇത് എങ്ങനെ പെരുമാറാൻ പോകുന്നത് പോലും എനിക്കറിയില്ല. 20 വർഷമായി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മാസ് ഓഫ് ആൾക്കാർ നാളെ ഒരു സാധനത്തും എങ്ങനെ പ്രതികരിക്കാൻ പോകണമെന്ന് വി ഡോണ്ട് നോ. നമ്മളത് കൺട്രോൾ ചെയ്യാൻ നോക്കണ്ട. ഇറ്റ്സ് ഔട്ട് ഓഫ് കൺട്രോളാ. അപ്പൊ അതില് നമ്മൾ എന്താ ചെയ്യണ്ടേ? എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് മാസ്റ്റർ ആവൂ. എങ്കിൽ നല്ലൊരു മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നല്ലോണം എടുക്കാം. 3rd ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് 10 രൂപയുള്ള ഒരു സാധനം 25 രൂപയ്ക്ക് വിറ്റിട്ട്, 10 രൂപയ്ക്ക് വാങ്ങിയത് 25 രൂപയ്ക്ക് വിറ്റിപ്പോൾ 150% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് 25 രൂപയുടെ സാധനം 2500 പോയി നിൽക്കുമ്പോൾ നമ്മുടെ വിഷമം, പ്രോഫിറ്റ് എടുത്തിട്ടും വിഷമം ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, പെയിൻ ഉള്ള സിറ്റുവേഷനാ. ആ സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വരില്ല ഞാൻ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ് ചെയ്താൽ. കാരണം എന്താണെന്നറിയോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനം. ഒരു ടെക്നിക്കൽ ജേർണി ഉണ്ട്. ഞാൻ അദാനിയുടെ വീഴ്ച ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാണാം. അതായത് വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മൾ ഒരു പ്രളയം വരുന്നെന്ന് പറയില്ലേ, പ്രളയം വരുന്നത് എങ്ങനെയാ വരുന്നത്? ഒരു ചാറ്റൽ മഴയെന്നാ വന്നേ, കുറച്ചു നേരം കഴിഞ്ഞ് നിന്നില്ല, അങ്ങനെ നിന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അത് കയറി പോയേ. അപ്പൊ നമ്മൾക്കൊരു എക്സിറ്റ് പോളിസി വേണം. എക്സിറ്റ് പോളിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്കിന്റെ ഏറ്റവും ടോപ്പ് എവിടെയാണോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ വീഴുന്നതിന്റെ തുഞ്ചത്തുനിന്ന് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും. കാരണം ഭക്ഷണം കഴിക്കുന്നത് പോകുന്നത് ഏതിലാ? തൊണ്ടയിലൂടെയാണ് എന്ന് പറയുന്നത് പോലെ വീഴുന്നതിനും ഒരു വഴിയുണ്ട്. ആ വഴി കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സാധനം ടെക്നിക്കൽ ജേർണിയിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ടെക്നിക്കലിൽ നിങ്ങൾ വണ്ടർ ആകുമെന്നുള്ളത്. അതെനിക്ക് അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. ഓരോ ക്രാഷിന്റെയും പാർട്ട് നമ്മുടെ ഒരു സ്റ്റുഡന്റും ആവില്ല, എക്സിറ്റ് പോളിസി കറക്റ്റ് ആയിട്ട് അനുസരിക്കുകയാണെങ്കിൽ. ടെക്നിക്കലി ഒരു ക്രാഷിന്റെയും പാർട്ട് ആവില്ല നമ്മൾ. ഒരു സ്റ്റോക്ക് വീഴുന്നതിന്റെ ടോപ്പിൽ വെച്ച് നമുക്ക് എക്സിറ്റ് ആവും. ആ ടോപ്പ് കണ്ടുപിടിക്കാം. അത് വലിയ പരിപാടിയല്ല, വെരി സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ചാറ്റൽ മഴ കാണുമ്പോൾ ഇവിടെ നിന്ന് വിസ എടുത്ത് പോകുന്ന ഒരുത്തനാണെങ്കിൽ അവൻ ഏതെങ്കിലും പ്രളയത്തിന്റെ പാർട്ടാവുമോ? ഒരിക്കലും ഇല്ലല്ലോ. ചാറ്റൽ മഴ കാണുമ്പോൾ ആൾ ഇവിടെ നിന്ന് പോകും. ബാക്കി ഇവിടെ ഒരു പ്രളയത്തിന്റെ പാർട്ടും അവനാവാൻ പോകില്ല. ചിലപ്പോൾ പ്രളയം ഉണ്ടാവും, ചിലപ്പോൾ പ്രളയം ഉണ്ടാവില്ല. പക്ഷെ ചാറ്റൽ മഴ കാണുമ്പോൾ അവൻ പോകും. അവന്റെ എക്സിറ്റ് പോളിസി അതാ. അതേപോലെ നമുക്കൊരു എക്സിറ്റ് പോളിസി ഉണ്ട്. ഫൈൻ. ടെക്നിക്കലി ഒരു ചെറിയ സംശയം. ചോദിക്കോ?
ഇപ്പോ പേടിഎമ്മിന്റെ ഒരു സുപ്രഭാതത്തിലാണ് പിന്നെ പൊളിഞ്ഞ് താലോട്ട് പോയത്. അപ്പൊ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വിധിയാണെന്ന് വിചാരിക്കണം. കാരണം ഇപ്പൊ ഞാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരുത്തം വന്ന് കത്തിയോണ്ട് കുത്തിയ എന്ത് ചെയ്യും? അത് അബ്നോർമൽ സംഗതിയാ. അബ്നോർമൽ സംഗതിക്ക് ഒരു പെർസെന്റേജ് ഇല്ലേ നമ്മള്? നോർമലല്ലേ കൂടുതലേ. അബ്നോർമൽ സംഗതിയിലേക്ക് പിന്നെ കൂടെ ഒരു കത്തി കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. എന്നാലോ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ആ ഡോക്ടറെ അടുത്ത് പോകുന്നു, രോഗം ഐഡന്റിഫൈ ചെയ്യുന്നു, പതുക്കെ പതുക്കെ പ്രോസസ്സിലൂടെയല്ലേ കൂടുതലും മരിക്കുന്നേ. റൈറ്റ് അല്ലേ? മറ്റേതിന്റെ ഒരു പെർസെന്റേജ് വളരെ കുറവല്ലേ? അപ്പോൾ ഈ ടെക്നിക്കൽ ജേർണി കാരണം ഒരു പെട്ടെന്ന് ഒരു ഗ്യാപ് ഡൗൺ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ ട്രേഡ് മാത്രമേ പോയിട്ടുള്ളൂ, നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല. അദാനിന്റെ ഇൻസൻബർഗിന്റെ റിപ്പോർട്ട് വരുമ്പോൾ ഒരു പ്രശ്നമില്ല. അദാനിയുടെ ഞാൻ ക്ലാസ്സിലെടുത്ത് കാണിക്കും. ഞാൻ അദാനിക്കൊന്നും ഒരു വിഷയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിക്കൊക്കെ ടോപ്പിൽ കൂടെ ഇറങ്ങിയിട്ട് തന്നെ വീണേ. അതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ഇറങ്ങിപ്പോരും. 99.99% ഒരു പ്രോബ്ലം ഇല്ല. 0.9% എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതും നമ്മളൊരു പാർട്ടിക്കുലർ ട്രേഡിലേക്ക് അതും വൺ സെക്കൻഡ് അതും നമ്മളൊരു പാർട്ടിക്കുലർ ട്രേഡിലേക്ക് ക്യാപിറ്റൽ അലോട്ട് ചെയ്യുമല്ലോ, അതിന്റെ അവിടെ പോവുള്ളൂ. അല്ലാതെ നമ്മൾ ഫുൾ എടുത്തിട്ട് ഒരു കൊട്ടയിലല്ലല്ലോ ഇടുന്നേ. ഓക്കെ, അപ്പോ നിങ്ങളെ ഡെമോ ഓക്കെയാണ്, നിങ്ങൾ ഡെമോ ഓക്കെയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ക്ലാസ്സിലെ ഞാനിപ്പോ ഇത് പറയുമ്പോ എന്താ വെച്ചാലേ നമ്മളൊരു ബിരിയാണി എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടേ ശരി പോരും വരൂ. സോറി, ഞാൻ ഇതിന്റെ മുമ്പ് 1-2 ഇങ്ങനത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഡെമോയിൽ പറയുന്ന ആളൊന്നും പിന്നെ ലൈവ് ട്രേഡിങ്ങിൽ കാണൂല, ഫോൺ വിളിച്ചാലും എടുക്കൂല. അപ്പൊ നിങ്ങൾ ഒരാഴ്ച ലൈവ് ട്രേഡിങ് നമ്മളെ കൂടെ അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയണതേ പറഞ്ഞോ. ഒരാഴ്ചത്തെ ട്രേഡിൽ പകുതി 3 ദിവസങ്ങൾ സക്സസ് ആണെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ ഡെമോ ഒക്കെയാണ്. ഫൈൻ, ആൻസർ പറഞ്ഞോട്ടെ. പറയും. ഞാൻ വരില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കിത് ബിസിനസ് അല്ല. കാരണം ഇത് ഞാൻ എന്റർടൈൻമെന്റിന് ചെയ്യുന്നതാ. എന്റെ എന്റർടൈൻമെന്റ് നിങ്ങള് സാറ്റിസ്ഫൈ ചെയ്യാൻ ഞാൻ വരില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ബിസിനസ് അല്ല. ബിക്കോസ് ഇറ്റ്സ് മൈ പാഷൻ. അത് ഞാൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യിക്കേണ്ട കാര്യമില്ല. ഈ നമ്മൾ പറയില്ലേ ഒരു ബിരിയാണി നമ്മളെങ്ങനെ ഒരു സാധനം, ഞാനിത് മോശമായിട്ട് പറയുന്നതായിട്ട് കൂട്ടരുത് കേട്ടോ, സോറിയേ. അതായത് നമ്മളൊരു ബിരിയാണി എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കുക. ഒരു വലിയ ചെമ്പ് ബിരിയാണി ഉണ്ട്, അതൊന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തും കൊള്ളാം എങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം. റൈറ്റ്, അത് ടെസ്റ്റ് ചെയ്യാൻ വെച്ച് തന്നു. റൈറ്റ് ഓക്കെ. അറിയില്ലാത്ത ആൾക്കാർ ഒരു മേഖലയിൽ നമ്മളൊരു ഡു ഇറ്റ്. അതിനാണ് നമുക്ക് ദൈവികമായൊരു ദൈവം മനുഷ്യനെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കഴിവ് നമുക്ക് തന്നിരിക്കുന്നതാണ് സ്വാഭാവികമായിട്ടൊരു വിവേകശക്തി എന്ന് പറയുന്നത്. റൈറ്റ് അല്ലേ? നമ്മുടെ വിവേകം അനുസരിച്ച് നമ്മൾ നോക്കാം ഇത് ഓക്കെ ആവുമോ എങ്കിൽ യു ക്യാൻ സെലക്ട് ഇറ്റ്, അതർവൈസ് ഇറ്റ്സ് യുവർ ഫേറ്റ് എന്ന് പറയില്ല നമ്മള്. ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഞാൻ എന്റെ ക്രൈറ്റീരിയ ആണ് പറയുന്നത് കേട്ടോ, നിങ്ങളുടെ ക്രൈറ്റീരിയ അല്ല. ഞാൻ നോക്കും, എന്നെ കൊണ്ടായ രീതിയിലൊക്കെ ഞാൻ പഠിച്ചു നോക്കും. ഓക്കെ ഫൈൻ. അവിടെ ചെയ്യുന്ന ഞാൻ മെന്റർ തിരഞ്ഞെടുക്കുന്ന കേസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രോഫിറ്റിലേക്കും പോലും ഞാൻ നോക്കൂല. എനിക്ക് ആ സാധനം ആള് പറഞ്ഞ സാധനം മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ, ദെൻ ഓക്കെ. അതിനുശേഷം ആൾക്ക് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. ചിലവർക്കുണ്ടല്ലോ വായ തുറക്കാൻ പറ്റില്ല, സംഗതി ആള് ബ്യൂട്ടിഫുൾ ട്രേഡ് എടുക്കും, മനസ്സിലായോ? ആസ് ആൻ ഇൻഡിവിജ്വൽ പുള്ളി സക്സസ് ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റുള്ള ആൾക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. സോ ആ 2 കോമ്പിനേഷൻ ഞാൻ നോക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ എഫേർട്ടിനാണ് ഫീസ് ഇടുന്നത്. ഇറ്റ്സ് നോട്ട് ബിസിനസ്. നമുക്കൊരു 30,000 ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ 1 lakhന്റെ എഫേർട്ട് ഞാൻ എടുക്കും. ഇറ്റ്സ് മൈ ടൈം അല്ലേ? അതിനാണ് ഞാൻ കൊടുക്കുന്നത്. ബിക്കോസ് ഒരു സ്റ്റുഡന്റിന്റെ 35 ക്ലാസ്സസ് വരെ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഒരു 1000 രൂപയെ താഴെയാണ് ഞാൻ അവിടെ ഇടുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അത് മറ്റേ ആൾക്ക് ഗുണം കിട്ടണം എന്ന് തോന്നുന്നതിന് വേണ്ടിയിട്ടാ. നോട്ട് ആറ്റ് ഓൾ എ പ്രോബ്ലം. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ഇത് മൈൻഡ് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ സെലക്ട് ഇറ്റ്, അതർവൈസ് നെഗ്ലക്ട് ഇറ്റ്, നോ പ്രോബ്ലം. ഫൈൻ. അത് ഞാൻ മോശമായിട്ടല്ല പറഞ്ഞത് കേട്ടോ, ഞാൻ വരില്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് മൈ പാഷൻ, മൈ എന്റർടൈൻമെന്റ്. അപ്പൊ ഞാൻ പറയാൻ നിങ്ങൾ അതിൽ ആവശ്യമില്ലല്ലോ. ബിക്കോസ് നിങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ് തന്നെ ഒരാൾ പറഞ്ഞല്ലോ നിങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല കണ്ടിട്ട് പോലും ഇല്ല എന്ന്. നമ്മൾ അതിനല്ല ചെയ്യുന്നത്, ദാറ്റ്സ് ഇറ്റ്. ബട്ട് വി ഹാവ് എ മിഷൻ ആൻഡ് വിഷൻ. നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിഷ് കൊണ്ടുവരുന്ന ആള് ഒരു പേപ്പറിലല്ലേ ഫിഷ് കൊണ്ടുവരുന്നത്, ഫിഷ് കൊണ്ടുവന്ന് പൊതിഞ്ഞിരുന്നേ. ആൾ ആ ഫിഷ് പൊതിയുമ്പോൾ വായിച്ചു നോക്കിയിട്ട് വാർത്ത വായിച്ചു നോക്കാനുള്ള സാക്ഷരത അയാൾക്കുണ്ട്. എന്നിട്ടും അയാളുടെ ഇഷ്ടത്തൊഴിലായ ഫിഷ് വിൽക്കുന്നു. റൈറ്റ്. അതേപോലെ നാളെ ഒരു ഫിഷ് വിൽപ്പനക്കാരനും ഒരു ടെക്നിക്കൽ ട്രെൻഡിൽ മാസ്റ്റർ ആയിട്ട് ആൾ ഫിഷ് വിൽക്കും. ഇതാണ് നമ്മളെ മിഷൻ. ഇത് നമ്മൾ കേരളത്തിൽ ചെയ്യിപ്പിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. അല്ലാതെ ഒരാളെ നിർത്തി കൺവിൻസ് ചെയ്യിക്കുന്ന പരിപാടിയില്ല. നോ പ്രോബ്ലം. പൊതുജനം പലവിധല്ലേ. നോ അറ്റ് ഓൾ, നോ പ്രോബ്ലം അറ്റ് ഓൾ കേട്ടോ. ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ടോ? സോറി, അത് അവിടെ ഞാൻ ഒരിക്കലും മോശമായിട്ട് പറഞ്ഞല്ല.
ബിക്കോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ദർ ഈസ് എ വണ്ടർ പ്രോഡക്റ്റ്. അത് കഴിഞ്ഞാൽ ഫണ്ട് മാനേജറുടെ ക്വാളിറ്റിയിലുള്ള സാധനം ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. സോ ആ ട്രസ്റ്റ് നമ്മൾ കാണിക്കണമല്ലോ. നമ്മൾ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്തൊന്നും എഴുന്നേറ്റ് ഓടാറില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സംഗതി അതിൻ്റെ അകത്തുണ്ട്. സോ കൂപ്പൺ എടുക്കൂ, ഫുഡ് കഴിക്കൂ, ദാറ്റ്സ് ഇറ്റ്. അവിടെ ഞാൻ വേറെ കാര്യം പറയാം. വേറെ എല്ലാ വെബിനാറുകളിലും പറയുന്ന പോലെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ 5000 രൂപ ഡിസ്കൗണ്ട്, 1 രൂപ ഡിസ്കൗണ്ട് വരില്ല, ഫുൾ ഫീസാ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് അങ്ങനെ ബിസിനസ് ആക്കേണ്ട കാര്യമില്ല ഇതിനെ. കാരണം അങ്ങനെ ഒരു ഡിസ്കൗണ്ടും ആയിട്ടുള്ള മെന്റാലിറ്റി ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് പണി കൂടുതലാ മൈൻഡിൽ നിന്ന്. കാരണം ഡിസ്കൗണ്ട് എവറിഥിങ് വി ഹാവ് എ ഫ്രീ മൈൻഡ് സെറ്റാ. ഫ്രീ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്കും വെൽത്ത് ഉണ്ടായിട്ടില്ല കേട്ടോ. അതിന് തന്നെ ഒരു കാര്യം പറയാം, ഫ്രീ വേണ്ട, നിങ്ങൾ ഫ്രീ കൊടുക്കുന്ന ആളാവൂ, ഫ്രീ മേടിക്കുന്ന ആളാവല്ലേ എന്ന് പറയാ. സോ ഒരു ഡിസ്കൗണ്ടും ഞാൻ പ്രൊവൈഡ് ചെയ്യില്ല. ബിക്കോസ് ഇറ്റ് ഈസ് മൈ ടൈം, മൈ എഫർട്ട്, മൈ എക്സ്പീരിയൻസ്. അതിന് ഡെഫിനറ്റ്ലി 30,000 വാങ്ങിയാൽ 1 lakhന്റെ ബെനിഫിറ്റ് അവിടെ ഉണ്ടായിക്കൊള്ളണം. അത് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്യാം. അത് നിങ്ങളുടെ റൈറ്റ് ആണ്, നോട്ട് ബാർഗെയിൻ. അത് നിങ്ങളുടെ റൈറ്റാ, അത് അവിടെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ പ്രോഡക്റ്റും നിങ്ങൾക്ക് അവിടെ തരും. സോ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്കലും ഇത് ഡിഫറെൻറ്റാ. ബിക്കോസ് ഇറ്റ് ഈസ് മൈ ടെക്നിക്കൽ വേ. അത് ഞാൻ പ്രൂവ് ചെയ്യും. അത് നമ്മുടെ അതായത് ഡെമോ ഒക്കെയാണ്. ഇനി പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ 10-1 മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, 100-1 മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞോളൂ. യെസ്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓൾമോസ്റ്റ് 2 hours പോകുന്നു. സോറി, ഓഫ്ലൈനോ? ഓ, അടുത്ത ക്വസ്റ്റ്യൻ. ഓഫ്ലൈനോ ഓൺലൈനിൽ എന്നുള്ളതിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വരും. കാരണം വെച്ചാല് നമ്മൾ വിചാരിക്കുന്നതാണ്, സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ചോദിക്കുക. നമ്മൾ വിചാരിക്കുന്നതാണ് ഓഫ്ലൈൻ പഠിച്ചാലാണ് സക്സസ്. ഇപ്പം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം ഇത് വലുതാണോ എന്നുള്ളത്. നമുക്ക് നമ്മുടെ കണ്ണും മൊബൈലും തമ്മിലുള്ള ഗ്യാപ്പോട് കൂടി സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങളെ വലുതാക്കി പഠിപ്പിക്കാം ഭംഗിയായിട്ട്. അവിടെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയെന്നല്ല എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ എങ്ങനെ പഠിക്കുന്നതിലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് സ്ക്രീൻ ഷെയർ ഒക്കെ ഇട്ട് നിങ്ങളെ ഭംഗിയായിട്ട് വലുതാക്കി ചാർട്ട് നിർത്തിയിട്ട് ട്രെൻഡ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ട്രെൻഡ്. എന്നിട്ട് ആ സ്റ്റോക്ക് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അവിടെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ. ഞാനിതൊന്നും പറയുന്നത് ചില ആളുകളുടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ. ചില ആളുകൾ കോഴ്സ് സെല് ചെയ്യുന്നത് 99% ഡെമോയിൽ പറയും, 1% ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? അതല്ല, അത് ഇവിടെ അങ്ങനെ ഇല്ല. മാത്രമല്ല ഫീസിന് ഡിസ്കൗണ്ടും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ, പഠിക്കുമ്പോ ക്യാപിറ്റൽ എത്ര വേണ്ടി വരുന്നുണ്ട്? അതുപോലെ ഒരു 3-4 റൈസ് കാണുന്നുണ്ട്, അവരോടും കൂടെ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്കൊരു സമയമില്ലാത്തതുകൊണ്ടാട്ടോ. ബിക്കോസ് ഏർലി മോർണിംഗ് ഐ ഹാവ് ചില ട്രാവലിംഗ് ഉള്ള ആളുകളും ഉണ്ട് ഇവിടെ. സോ പ്ലീസ് ഒന്ന് പറയൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിന്റെ ആവശ്യമുണ്ടോ? പഠിക്കുമ്പോൾ ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ടെക്നിക്കൽ ജേർണി കണക്ട് ചെയ്ത് അതിന്റെ റൂട്ടും കറക്റ്റ് ചെയ്ത് ഞാൻ ഒരു ക്യാപിറ്റലിന്റെ പഠിക്കാനായിട്ട് റിയൽ സെറോദയുടെ അക്കൗണ്ട് പോലും ആവശ്യമില്ല. നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെയാണ് നിങ്ങളെ ടെക്നിക്കലൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അവിടെ പൈസയുടെ ആവശ്യമേ ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഒരു 1 lakh ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാം, രസകരമായിട്ട് കൊണ്ടുപോകാം. അവിടെ വേറെ ഞാൻ ക്യാപിറ്റലിലേക്കല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുമ്പോൾ കാറ് മേടിക്കാൻ പറ്റും, സ്വന്തമായി കാറ് മേടിക്കേണ്ടെന്നേ. ഇവിടെ നാട്ടിലില്ലാത്തൊരു സാധനം എന്താണെന്നറിയോ? ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഇല്ലാത്ത. നിങ്ങൾ പെർസെൻറ്റേജിലേക്ക് കപ്പാസിറ്റിയിലേക്ക് വരും, ക്യാപിറ്റലിലേക്കല്ല നോക്കേണ്ടത്. പെർസെൻറ്റേജ് എടുക്കാൻ എനിക്ക് 100% ഒരു വർഷം എടുക്കാൻ പറ്റും, എനിക്ക് 50% വർഷം എടുക്കാൻ പറ്റും. 100 രൂപ 200 രൂപ ആവുന്നതും 100 കോടി 200 കോടി ആവുന്നതും സെയിം പെർസെൻറ്റേജ് അല്ലേ? 100% അല്ലേ? 100 രൂപ 200 രൂപ ആവുന്നത് 2 കോടി 4 കോടി ആവുന്ന ഒക്കെ ഒരേ പെർസെൻറ്റേജാ. പെർസെൻറ്റേജിൽ ഫോക്കസ് ചെയ്ത് എനിക്ക് ഇത്ര പെർസെൻറ്റേജ് എടുക്കാൻ പറ്റുന്നു പ്രൂവ് ചെയ്യാൻ പറ്റിയാലേ കോടിക്കണക്കിന് രൂപ തരാൻ ആൾക്കാരുണ്ട് ഇവിടെ, ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഇല്ലാത്തത്. റൈറ്റ്? നമ്മൾ തന്നെ നമ്മുടെ ശരി പറഞ്ഞോ പോവല്ലേ നമുക്ക്? നമ്മളിപ്പോ എന്തായാലും ഇപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നത് വേറൊരു തൊഴിൽ വിട്ടിട്ട് എന്തായാലും ഫുൾ ആയിട്ട് ഇറങ്ങാനുള്ള അതായിട്ടില്ലല്ലോ. വേണ്ട, പാടില്ല. തൊഴിൽ വിട്ടിട്ട് എന്തിനാ ഇറങ്ങുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് എന്തായാലും സാറിന്റെ കൂടെ ആകുമ്പോ നമുക്ക് പ്രോഫിറ്റബിൾ ആവുമല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമ്മളെ ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ആയിട്ട് അതിൽ നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാലറി മീൻസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉപകാരപ്പെടുന്നതല്ലേ? അതാണ്. പിന്നെ അതിനല്ലേ നമ്മൾ പഠിക്കുന്നത്. നമ്മളുടെ വരുമാനത്തിൽ നിന്നുള്ള സേവിങ്സിനെ എങ്ങനെ വലിയൊരു വെൽത്ത് ആക്കി മാറ്റാൻ പറ്റും നിങ്ങൾ ആലോചിക്കൂ. എന്നിട്ട് നിങ്ങൾക്ക്
ആ ജോലിയിൽ നിന്നുള്ള വരുമാനത്തിനേക്കാൾ കൂടുതൽ ഇവിടെ വരുമാനം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വരുമാനം കിട്ടുന്നത് കൊണ്ട് സമയം ചെലവഴിക്കണം, അവിടെ സമയം ബുദ്ധിമുട്ടാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറും. അതാണ് കരിയർ ഉണ്ടാക്കേണ്ട വഴി. ഓക്കെ, അല്ലാതെ അത് അത് കട്ട് ചെയ്തിട്ടല്ല ഇവിടേക്ക് വരിക. ഓക്കെ സാറേ, പഠിക്കുമ്പോ തന്നെ നമുക്കത് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റേ പോസിബിൾ ആണോ? പിന്നെന്താ, അത് പഠിക്കുമ്പോ തന്നെ ഭംഗിയായിട്ട് പോർട്ട്ഫോളിയോ ചെയ്യിപ്പിക്കില്ലേ നമ്മള്? അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ. അല്ല, അതിനിവിടെ ലൈവ് കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് മെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഭംഗിയായിട്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീനറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇവിടെ. അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാ കേട്ടോ. ഓക്കെ, ഷുവർ ആയിട്ടുള്ളതാ. ഉള്ളതാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ മാത്രം ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് നല്ല ഭംഗിയുള്ളൊരു ടെക്നിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാവും. ആ ടെക്നിക്കൽ പ്രോഡക്റ്റ് നിങ്ങൾ കാണാത്തതായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മണി മാനേജ്മെന്റും മൈൻഡ് മാനേജ്മെന്റും സംഗതികളും ഉണ്ടാവും. ഇതിൻ്റെ കൂടെ അങ്ങ് പോവുക. ആ പോയി കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോൾ നല്ലൊരു പ്രാക്ടീസും ഉണ്ടാവും, മെൻറ്റർ ഉണ്ടാവും, ലവ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, അതിൻ്റെ കൂടെ സ്ക്രീനറും ഉണ്ടാവും. അതിലൂടെ അങ്ങ് ഫിനാൻഷ്യൽ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കും. ഓക്കെ, അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഓക്കെ, വന്ന നിങ്ങളും ഇപ്പൊ സാർ പറഞ്ഞത് വേറൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. ഇപ്പൊ Zerodha പോലെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് തന്നെയാണ് ട്രെയിൻ. അപ്പൊ ഈ പ്ലാറ്റ്ഫോം ഇപ്പൊ ഏതാണെങ്കിലും നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ അല്ല അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ മുന്നിൽ ഇരിക്കേണ്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കേട്ടോ. കാരണം ഇത് ഇൻവെസ്റ്റ്മെന്റിനെയും കൂടെ കൺസിഡർ ചെയ്യാം. അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് നോക്കിയിരിക്കേണ്ടാത്തൊരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് ട്രേഡ് ഇട്ട് വെച്ച് നമുക്ക് ഇറങ്ങി പോവാം. Zerodha അത് പറ്റില്ല. നമ്മളൊരു ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ എല്ലാ സൈഡും പറ്റില്ല. ട്രേഡ് നടക്കുന്നതിന് മുമ്പ് ഇട്ട് വെക്കണം, നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം, ഓട്ടോമാറ്റിക്കായിട്ട് നടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റും ലോസും വരണം. നമുക്ക് ആ ഡിസിഷൻ എടുത്ത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റണം. അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, രജിസ്റ്റേർഡ് അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഏതാണ് എല്ലാം അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അങ്ങനെ അല്ലാത്ത ഒരു ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഇരിക്കണ്ട. ഏതാ പ്ലാറ്റ്ഫോം? ഈ ആപ്പിന്റെ പേരെന്താണ്? അത് കോമ്പോസിറ്റ് വലിയ പ്ലാറ്റ്ഫോം ആട്ടോ. നിർമ്മൽ ബാങ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് അതാണ്. കോമ്പോസിറ്റ് ചെറുതല്ല, ഹൈ ഫ്രീക്വൻസി ട്രേഡ്സ് നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചുള്ളൂ. നല്ല ബിസിനസ് നടക്കുന്നവർക്ക് മാർക്കറ്റിംഗ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ. കോമ്പോസിറ്റ് ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോമാ. ഓക്കെ ഫൈൻ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സോറി, ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതായിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതായിരിക്കണം. സോ അവിടെ നിന്ന് നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, ദിസ് വിൽ ബി ദ ലാസ്റ്റ് കോഴ്സ്, അതായിരിക്കണം, ലാസ്റ്റ് ആയിരിക്കണം. സോ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്കൽ ജേർണി, മൈൻഡ് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് എല്ലാ പ്രോഡക്റ്റും വെച്ച് നമുക്ക് ഭംഗിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കണക്ട് ചെയ്യാം. സോ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡും വല്ലാണ്ട് മാറും. അത് ഡെഫിനറ്റ്ലി നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്തു തരണം. ഓക്കെ, സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു ജോയിന്റ് എഫേർട്ടാണ്. അതിൽ നിങ്ങളുടെ പാർട്ട് ചെയ്യുക, നമ്മൾ പാർട്ട് ചെയ്യുക, ഭംഗിയായിട്ട് അത് കൊണ്ടുവരാം കേട്ടോ. സോ ദാറ്റ്സ് ഫൈൻ. വൈൻഡ് അപ്പ് ചെയ്യാമോ? വിത്ത് ഓൾ യുവർ പെർമിഷൻ ഷാൽ ഐ ഗോ? താങ്ക് യു സോ മച്ച്. ആരെങ്കിലും ഇതിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ കണക്ട് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ നമ്പർ തന്നിട്ടുണ്ടല്ലോ. ഒരു വെബിനാർ ഗ്രൂപ്പിൽ ഉള്ള ആളുകളായിരിക്കാം ഇതിലുള്ളത്. അപ്പൊ അതിലുള്ള ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് നമ്പർ എഴുതാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യോ കേട്ടോ. നമ്പർ പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ, വേണ്ടാന്നുള്ള രീതിയിൽ ഞാൻ എഴുതുകയാണ്. 9645389669 ഇത് രീതിയിൽ എടുത്തിട്ട് കണക്ട് ചെയ്തു. ഓക്കെ ഫൈൻ, പോരെ? ഓക്കെ, തീം കിട്ടിയല്ലോ. ആ തീമിൽ തന്നെ കുറച്ച് വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് മെസ്സേജസ് മൊത്തം മലയാളത്തിലാണ് വരുന്നത്. മലയാളം എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡിലായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് മോഡ് ആക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ മലയാളം രണ്ട് മോഡായാലും പ്രശ്നമില്ല. നമ്മൾ നോട്ടൊക്കെ കൈ കൊണ്ട് എഴുതുക കേട്ടോ. ഞാൻ ചെയ്യിക്കുക നിങ്ങളെ കൊണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് എ സബ് കോൺഷ്യസ് സൈഡ് ആയതുകൊണ്ട്. കേൾക്കുന്നുണ്ടോ? അവിടെ കണക്ട് ആവും. നമുക്കത് മനസ്സിലാവാണ്ടിരിക്കില്ല. ഡെഫിനറ്റ്ലി മനസ്സിലാവും എന്തായാലും. അതാണല്ലോ ഇമ്പോർട്ടന്റ്. മനസ്സിലാവും. എന്നിട്ട് മനസ്സിലായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് നോട്ട് എഴുതിപ്പിക്കും. ഓക്കെ, ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകുമെങ്കിൽ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലേക്ക് റീറൈറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഫൈൻ. ഓക്കെ, മെറ്റീരിയൽ പ്രിന്റഡ് അല്ല കേട്ടോ. മെറ്റീരിയൽ നിങ്ങൾ തന്നെ കൈകൊണ്ട് എഴുതുന്നതാണ്. അതിന് ഞാൻ സമയം തരും. യൂണിഫോം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എല്ലാവരുടെ കൈകളിലും വരും. അത് നിർബന്ധമാണ്.
കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, കൈകൊണ്ട് എഴുതിയതിന് വ്യത്യാസമുണ്ട്, ബുക്കിൽ പ്രിന്റ് ചെയ്തതിനും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, യൂണിഫോം ആയിട്ട് എഴുതിപ്പിക്കും നോട്ടുകൾ കേട്ടോ. ഫൈൻ, ശരി, അപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്, നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള സമയം തന്നു. നമ്മൾക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റി എന്ന ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട്. ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് അത് കണക്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളത്, പക്ഷേ പേഴ്സണലി ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ നോക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ ഒരുപാട് കണ്ടന്റുകൾ, ഇതിനേക്കാൾ ഒരുപാട് കണ്ടന്റുകൾ, മെയിൻ കണ്ടന്റുകളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കണ്ടന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ തീം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഭംഗിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സ്റ്റോക്ക് മാർക്കറ്റിലെ ആൻഡ് ഫൈനലി സ്റ്റോക്ക് മാർക്കറ്റിലെ പറയുന്നു, നോളേജ് വെച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ വി കാൻ സക്സസ് വിത്തൗട്ട് മണി മാനേജ്മെന്റ്. ഓക്കെ, എന്തോ പറഞ്ഞല്ലോ? നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, എന്തായാലും ജോയിൻ ചെയ്യും. ഷുവർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കേട്ടോ. ഗുഡ് നൈറ്റ്. കറക്റ്റ് പരിപാടി മനസ്സിലാവുന്നുണ്ട്.